ആദ്യമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, മൗനമായിട്ട്. ഓക്കെ, എൻ്റെ പേര് രാജു എന്നാണ്. 39 വർഷമായി ഡ്രൈവിംഗ് പഠിപ്പിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കർത്തവ്യം വളരെ ശാന്തമായിട്ടിരുന്ന് കേട്ടാൽ മതി. ഇത് വേറെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ഇത് പഠിക്കാൻ തന്നെയാണ് നമ്മൾ ഒരു മാസം വണ്ടിയിൽ പോകാൻ പോണത് കേട്ടോ. ഒരർത്ഥത്തിലെടുത്താൽ മതി. ആ പേപ്പർ എടുത്ത് എല്ലാവരും, അതിൽ ഡ്രൈവറുടെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഈ മിഷൻ്റെ പേര് സിമുലേറ്റർ എന്നാണ്, സിമുലേറ്റർ കേട്ടോ. അതിൽ ബേസിക് ഡ്രൈവിംഗ് ലെസൺസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ എഴുതി കണ്ടില്ലേ അത്? ഓക്കെ, ക്വാളിറ്റീസ്. ഒരു വാഹനം ഓടിച്ച് പഠിക്കുന്ന ആൾക്ക് എത്ര എളുപ്പം പഠിക്കാനും ഭാവിയിൽ നല്ല ഡ്രൈവിംഗ് ഉണ്ടാവാനൊക്കെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ക്വയറ്റ്നെസ്. ശാന്തമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കുള്ളൂ. നിങ്ങൾ അതേപോലെ കേട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മനസ്വസ്ഥത ഉണ്ടായിരിക്കും. ഓക്കെ, ആദ്യം ക്വയറ്റ്നെസ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ലിസണിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധ. ഒരു വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധയുടെ വശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുക്കണം. വാഹനം ഓടിക്കും, ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷൻ കൊടുക്കണം, കെയർഫുള്ളായിരിക്കണം, അറ്റൻഷനായിരിക്കണം. ഇപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ടൈലറെ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഇരിക്കുന്ന ഒരു പല അശ്രദ്ധകളുണ്ടാകില്ല ഒരിക്കലും, മനസ്സിലായോ? അത് വണ്ടി ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ പല അശ്രദ്ധയ്ക്കും പല പല കാരണങ്ങളും റൂട്ടിലുണ്ടാകും. അതൊക്കെ വിട്ടിട്ട് നമ്മൾ വളരെയധികം ഏകാഗ്രത വേണം വണ്ടി ഓടിക്കുമ്പോൾ. വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ആ ഡോക്ടറിന് ട്രെയിലറിനെ കുറിച്ച് ഓർക്കുക. അദ്ദേഹം ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭയങ്കര ഏകാഗ്രത കിട്ടും. ഡ്രൈവർക്ക് അത് കിട്ടില്ല. നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന പലതും റൂട്ടിലുണ്ടാകും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഇത് പാലിച്ചോളണം. കോൺസെൻട്രേഷൻ, കെയർഫുൾ, അറ്റൻഷൻ. ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് 3 ഘടകങ്ങളാണ്. ഒരു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ വിഷ്വൽ അറ്റൻഷൻ ഭയങ്കരമായിട്ട് വേണം. വിഷ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വണ്ടിയിലിരുന്നുകൊണ്ട് അകലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച വേണം വണ്ടിയെക്കുറിച്ച്. വെഹിക്കിൾ വിഷൻ എന്നാണ് അതിനെ പറയുക, വെഹിക്കിൾ വിഷൻ. ആ വെഹിക്കിൾ വിഷനോടുകൂടി മിനിമം ഒരു 200 മീറ്റർ അകലെങ്കിലും നമ്മൾ നോക്കണം. മനസ്സിലായോ? അത് ഭയങ്കരമായ ശ്രദ്ധയായിരിക്കും, വിഷ്വൽ അറ്റൻഷൻ. അവിടെയാണ് ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും വലിയ വിജയം കിടക്കുന്നത്. മനസ്സിലായോ? വെഹിക്കിൾ വിഷനോടുകൂടി അകലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ഷൻസോ ഹസാർഡ്സോ തടസ്സങ്ങളെ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര പ്ലാനിങ് കിട്ടും വണ്ടി ഓടിക്കാനായിട്ട്. വിഷ്വൽ അറ്റൻഷൻ ഫെയിലിയർ ആകുമ്പോഴാണ് ഡ്രൈവിംഗ് ഫെയിലിയർ ആവുന്നത് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഭാഗങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്, വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അറ്റൻഷൻ്റെ ആദ്യത്തെ പോയിൻറ്റ് വിഷ്വൽ അറ്റൻഷൻ. ഹിയറിങ് അറ്റൻഷൻ അടുത്തത്. ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ റോഡിൽ നമുക്ക് പല പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊന്ന് വളരെയധികം കൂർമ്മ ബുദ്ധിയോടുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോ വണ്ടികളുടെ ഓൺ തിരിച്ചറിയാം, എൻജിൻ്റെ മൂളക്കങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ വളരെയധികം ഒരു വഴിയിൽ വണ്ടി ഓടിക്കുന്നതൊക്കെ ഉപകാരപ്പെടും. അതുപോലെ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ നമ്മളെങ്ങനെ കേൾക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണത്. ഇപ്പോൾ എന്നെ നിങ്ങളെങ്ങനെ കേൾക്കുന്നു, ആ കേൾക്കണതിൻ്റെ കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് കണ്ടു പഠിക്കുന്നു, കേട്ട് പഠിക്കുന്നു, ചെയ്തു പഠിക്കുന്നു, അല്ലേ? അതിനുള്ള ശാസ്ത്രം എന്തൊക്കെയാണ്? കണ്ടുപഠിക്കുക, കേട്ട് പഠിക്കുക, ചെയ്തു പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ കേട്ട് പഠിക്കൽ വലിയൊരു ഭാഗമാണ് ഇതിൻ്റെ. നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ എന്നോട് വന്ന് ചോദിക്കാം. വളരെ ക്ലിയറായിട്ട് സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ക്ലാസ്സിന് ശേഷം ഒരു ദിവസം നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, നിർബന്ധമാണ്. എന്നിട്ട് ഞാനിതിൽ സൈൻ ചെയ്യണം. എന്തിനാണെന്നറിയോ? ശിക്ഷിക്കാനൊന്നുമല്ല, നിങ്ങൾക്കൊന്നും കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാൻ ഓരോന്ന് ടിക്ക് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ മറന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത്ര ബുദ്ധിയുള്ളവരാണ്, അത് മനസ്സിൽ നിന്ന് പോവില്ല. ഇപ്പോൾ കേൾക്കണത് പലതും മറന്നു പോകും. നമ്മൾ ഏത് കൈ കൊണ്ട് എഴുതാറ്? വലത് കൈ കൊണ്ട്. ഇടത് കൈ കൊണ്ട് എഴുതാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? അത് സ്പോണ്ടേനിയസ് അല്ല, അല്ലേ?
ശീലമില്ലാന്ന്. അപ്പോൾ ശീലമാക്കണമെങ്കിൽ ഞങ്ങളുടെ കർത്തവ്യമാണത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അതുപോലെ വണ്ടിയിൽ പോകുമ്പോഴും പലതും നമുക്ക് തെറ്റും. ഡോണ്ട് വറി, അവിടെയൊക്കെ ആ ക്വയറ്റ്നസ് കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹിയറിങ് അറ്റൻഷൻ കഴിഞ്ഞു. മെൻ്റലി അറ്റൻഷൻ. ഞാൻ ഡ്രൈവ് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ചില ആൾക്കാർ ആവശ്യമില്ലാതെ ടെൻഷനൊക്കെ എടുക്കും. നമുക്ക് അറിവ് കിട്ടുന്തോറും മനസ്സിന് ശാന്തത വന്നോളും. നിങ്ങൾ ആദ്യമേ തന്നെ ഒരു പ്രത്യേകത കാണിക്കുക, ആ ശാന്തതയ്ക്ക് മെൻ്റലി അറ്റൻഷൻ കാണിക്കുക റോട്ടിൽ. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് പാസ്സാകും. ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കലോ, ടെസ്റ്റിന് തന്നെ ഒരു ബുദ്ധിയില്ലാണ്ടോ കഴിവില്ലാണ്ടോ അനുസരണയില്ലാത്തവരൊന്നുമല്ല. പക്ഷെ അവരെന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുക. അപ്പോഴാണ് ചിലർ അപ്രതീക്ഷിതമായിട്ടൊക്കെ തോറ്റു പോകുന്നത്. ഇപ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല കഴിവുള്ളവർ തന്നെയാണ് ഈ വണ്ടി ഓടിച്ചു പോകുന്നത്. വഴിയിൽ വെച്ച് പെട്ടെന്നൊരു അപകടം നേരിടേണ്ടി വന്നു. ആ നേരിടേണ്ടി വരുമ്പോൾ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റാത്തവർക്ക് അപകടം വരുള്ളൂ. മനസ്സിന് കൺട്രോളുള്ളവർ കറക്റ്റായിട്ട് വണ്ടി അത് കൺട്രോൾ ചെയ്ത് കൊണ്ട് വണ്ടി നിർത്തും. ഒരു മെൻ്റൽ എബിലിറ്റിയാണത്, മനസ്സിലായ? അത് മറക്കാൻ പാടില്ല. അപ്പോൾ മെൻ്റലി അറ്റൻഷൻ റോട്ടിൽ എപ്പോൾ അത്യാവശ്യമാണ്. നാലാമത്തെ ക്വാളിറ്റി കൊടുത്തിരിക്കുന്നത് നോളജാണ്. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അറിവ് മുഴുവൻ കഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച് തരും. നിങ്ങൾ ഞങ്ങളെക്കാളും കഴിവുള്ളവരാണ്. അത് എന്നും ഓർത്ത് കൂടുതൽ നന്നായി ചെയ്യാൻ ശ്രമിക്കണം, മനസ്സിലായ? അത് നിങ്ങളുടെ ആ കഴിവ് റോട്ടിൽ പ്രകടിപ്പിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ മാതൃകയായിരിക്കണം, മനസ്സിലായി? ദൈവത്തിൻ്റെ ഒരു ദാനമാണ് അറിവെന്ന് പറയണത്. ഓക്കെ, അത് കിട്ടുന്നത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ചിലർക്ക് കുറച്ച് അറിവ് കിട്ടുമ്പോഴേക്കും ഭയങ്കര അഹങ്കാരമാണ്, ഓവർ കോൺഫിഡൻസ് കൂടുതലാണ്. അവരുടെ വണ്ടിയുടെ ഓടിക്കൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു അവരുടെ പോലെയാണ് അവരുടെ വണ്ടി ഓടിക്കൽ. അങ്ങനെ ഒരു അഹംഭാവം, അമിത വേഗത ഒന്നും കാണിക്കാൻ പാടില്ല റോട്ടിൽ കേട്ടോ. നോളജ് എപ്പോഴും നമ്മൾ വളരെ എളിയ മനസ്സോടുകൂടി വണ്ടി ഓടിക്കാൻ പഠിക്കണം, ഡിസിപ്ലിൻ പാലിക്കണം. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ വളരെ ചിട്ടയായിട്ട് ചെയ്യും. ഞാൻ ഇതൊരു പ്രതിജ്ഞ എടുക്കുക മനസ്സിൽ. അപ്പോൾ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിഷമങ്ങൾ, ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, അതുപോലെ കോടതി കയറി ഇറങ്ങി നടക്കണം, പോലീസ് സ്റ്റേഷൻ, കേസ്, ബഹളം. നമ്മൾ വിചാരിച്ച റോട്ടിൽ ഒരു അപകടം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനൊക്കെ നമ്മൾ പാലിക്കണം. എങ്ങനെയൊക്കെയാണ് ഈ അപകടത്തിൻ്റെ കാരണങ്ങളെന്ന് കേൾക്കണോ? 2 കാരണം കൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഒന്ന്, വയലേഷൻ ഓഫ് റൂൾസ്, നിയമങ്ങളെ ലംഘിച്ചിട്ട് അപകടം ഉണ്ടാവും. അടുത്തത് എറേഴ്സ്, തെറ്റുകൾ പറ്റുന്നത് നമ്മൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിരിക്കും. ആ അപകടം ഉണ്ടാവുന്ന 2 കാരണങ്ങൾ മനസ്സിൽ വെച്ചോളൂ. എന്തൊക്കെയാണ്? നിയമലംഘനവും തെറ്റുകളും. അങ്ങനെ പറഞ്ഞേ, നിയമലംഘനവും തെറ്റുകളും. വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് എറേഴ്സ് വരാണ്ട് നോക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റില്ല കേട്ടോ. അപ്പോൾ തെറ്റുകൾ പറ്റാതെ നല്ല അറിവ് മെമ്മറിയിൽ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അടുത്തത് എന്താ എഴുതിയേക്കണമെന്ന് പറയാം? ബിഫോർ എൻട്രിങ് ടു ദ വെഹിക്കിൾ. ഒരു വണ്ടിയിൽ നമ്മൾ പ്രവേശിക്കുന്നതിലേക്ക് മുമ്പ് എടുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെയാണ് അത് ചുരുക്കി പറയണം. നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമുണ്ടാവും. അത് ഞാൻ പറയാം. ഒരു വണ്ടിയിൽ നിങ്ങൾ കയറാൻ പോകുമെന്ന് വിചാരിക്കുക. വണ്ടിയുടെ ശരിക്കും റൂൾ അങ്ങനെയാണ്. ഇനി വരാൻ പോകുന്ന ടെസ്റ്റുകളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഒന്നും ഇല്ല കേട്ടോ. അത് വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നിട്ട് വണ്ടിയുടെ അടിയിൽക്കൂടെ നമ്മൾ നോക്കണം. എൻജിൻ്റെ അടിയിലായിട്ട് നോക്കിയിട്ട് വെള്ളം കിടക്കണ്ടോ, ഓയിൽ കിടക്കണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഓയിലും വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കളിപ്പാട്ടം വല്ലതും കിടക്കണ്ടോ എന്ന് നോക്കണം. ടോയ്സ് കിടക്കണ്ടോ എന്ന് നോക്കണം. കുട്ടികൾ വല്ലവരും ഒളിച്ചിരിക്കണ്ടോ എന്ന് നോക്കണം. വീടിൻ്റെ കാർ പോർച്ചിൽ കുട്ടികളൊക്കെ ഒളിച്ച് കളിക്കുന്ന സ്ഥലം അതുണ്ടോ എന്ന് നോക്കണം. തൊട്ട് പരിസര പ്രദേശത്ത് നിന്ന് ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ ഡോറ് തുറന്നിട്ട് എങ്ങനെയെങ്കിലും കുട്ടികൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കണം, മനസ്സിലായി? അങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ വണ്ടി മുന്നിലേക്ക് എടുക്കുമ്പോൾ മാർഗതടസ്സമായിട്ട് വല്ല തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കണം. ക്ലിയർ? ഇത്തരം കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഫ്രണ്ടിലെ ടയറിൻ്റെ പൊസിഷൻ നോക്കണം. ടയർ നേരെയാണോ നോക്കണേ? പൊസിഷൻ. കണ്ടീഷൻ നോക്കണം. ടയറിൽ കാറ്റുണ്ടോ എന്ന് നോക്കണം. കണ്ടീഷൻ വെച്ചാൽ കാറ്റുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പൊസിഷൻ ആൻഡ് കണ്ടീഷൻ നോക്കണം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് കടന്നിട്ട് നമ്മളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടുണ്ടോ നോക്കണം. ബാക്ക് ഡോറ് തുറന്നിട്ടുണ്ടോ നോക്കണം. ബാക്കിലെ ടയറിൽ കണ്ടീഷൻ നോക്കണം. കാറ്റ് കുറവുണ്ടോ നോക്കണം. ശരിക്കും ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, പോയിൻ്റ് കിട്ടുള്ളൂ. ബാക്കിൽ ഡിക്കിയുടെ അവിടേക്ക് ചെല്ലണം. ഡിക്കി തുറന്നുണ്ടോ നോക്കണം. ഡിക്കിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് റൈറ്റിലേക്ക് കിടക്കാൻ പോലെ അവിടെ നിൽക്കണം. വലത്ത് സൈഡിൽ നിന്ന് അറ്റത്തുനിന്ന് വണ്ടി വരണ്ടോ നോക്കണം. വണ്ടി വരുന്നില്ലെങ്കിൽ റൈറ്റിലേക്ക് പ്രവേശിക്കണം.
പ്രവേശിച്ചിട്ട് ബാക്കിലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കണം, ആ ഡോർ തുറന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടേക്ക് ചെന്നിട്ട് ഹാൻഡിൽ പിടിക്കണം. ഹാൻഡിൽ പിടിച്ചിട്ട് ഡോർ തുറക്കരുത്. ലെഫ്റ്റ് സൈഡിലേക്ക് അറ്റത്തേക്ക് നോക്കുക, വല്ല വണ്ടി വരണ്ടോ എന്ന് നോക്കുക. നമുക്ക് പ്രവേശിക്കാനുള്ള ഭാഗം മാത്രം തുറക്കണം. അധികം തുറന്നു കഴിഞ്ഞാൽ ഫെയിലാക്കും. ഏതെങ്കിലും കാലത്ത് ഒരു ബൈക്കൊക്കെ വന്ന് ഇടിച്ച് അപകടം ഉണ്ടാവാം. അത്യാവശ്യത്തിന് മാത്രം തുറക്കണം. എത്രയും വേഗം അകത്തോട്ട് കയറണം. എളുപ്പം കയറി വേഗം ഡോർ അടയ്ക്കണം. മനസ്സിലായോ? കയറിയ വഴിക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വയ്ക്കണം, ചെക്ക് ചെയ്യണം. ഇതിൻ്റെ പേരാണ് കോക്ക്പിറ്റ് ഡ്രിൽ. ഒന്നുകൂടി പറയണോ? ഒരാഴ്ച കൂടി കേൾക്കണോ? ഓടിച്ച് പറയാം. നിങ്ങൾ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കണം. അതിൻ്റെ അടിയിൽ കൂടെ എന്തൊക്കെ നോക്കണം? വെള്ളം, ഓയിലുണ്ടോ നോക്കണം, ടോയ്സ് കിടക്കണ്ടോ നോക്കണം, കുട്ടികൾ ഒളിച്ച് കളിക്കണ്ടോ നോക്കണം, വണ്ടി മുന്നിലേക്ക് എടുക്കുമ്പോൾ മാർഗ തടസ്സമായിട്ട് വല്ലതുണ്ടോ നോക്കണം, ഫ്രണ്ടിലെ വീലിൻ്റെ പൊസിഷൻ ആൻഡ് കണ്ടീഷൻ നോക്കണം. ക്ലിയർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കണം, ഡോറ് നോക്കണം. അത് കഴിഞ്ഞ് ബാക്കിലെ ഡോറ് നോക്കണം. ബാക്കിലെ ഡോറ് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടയർ നോക്കണം, കണ്ടീഷൻ നോക്കണം. ഡിക്കിയുടെ അവിടെ ചെന്ന് ഡിക്കി തുറന്നുണ്ടോ നോക്കണം. അവിടെ പ്രവേശിക്കാൻ വേണ്ട, നോ, സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? വണ്ടികൾ വരണോ നോക്കണം, എന്നിട്ട് പ്രവേശിക്കണം. കേട്ടോ, ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളിവിടെ പാസ്സായത്. അവർ ഓരോ പോയിൻറ്റും വാച്ച് ചെയ്യുക അവർ. എന്നിട്ട് ബാക്കിലെ ഡോറിൻ്റെ അവിടേക്ക് ചെല്ലണം. റൈറ്റ് സൈഡിൽ ഡോർ തുറന്നുണ്ടോ നോക്കണം, ടയർ കണ്ടീഷൻ ഉണ്ടോ നോക്കണം. ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ചെന്ന് ഡോർ തുറക്കണോ? എങ്ങനെയാ? ഹാൻഡിൽ പിടിച്ചിട്ട് എന്നാ ചെയ്യണം? വണ്ടി വരണമെന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ അതിനകത്ത് കയറാൻ പാടുള്ളൂ. കയറി എന്തോരം തുറക്കണം? കിടക്കാനുള്ള മാത്രം തുറക്കണം. കയറി വഴിക്ക് ഡോറ് വേഗം അടയ്ക്കണം. ഉറക്കടയ്ക്കണം, പതുക്കെ അടയ്ക്കണം, പതുക്കെ അടയ്ക്കണം കേട്ടോ. വണ്ടി ഡോർ സീറ്റിൽ കയറി വയ്ക്കണം. ഇതിൻ്റെ പേരാണ് എന്ത്? കോക്ക്പിറ്റ് ഡ്രിൽ. കേട്ടോ, മറക്കരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് D+SM എന്നാണ്. DSSM. D3SM കേട്ടോ. അപ്പോൾ വണ്ടി കയറി നിന്നിട്ട് ആദ്യം ഡോറ് നമ്മൾ പരിശോധിക്കണം. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറുന്ന സമയം കൊണ്ട്, നേരത്തെ ഡോർ അടഞ്ഞു കിടക്കുകയാണെങ്കിലും അകത്ത് കയറിയ സമയം കൊണ്ട് ബാക്കിൽ ഇരിക്കുന്ന ആരെങ്കിലും അബദ്ധവശാലോ മറ്റോ ഡോർ തുറക്കും. അപ്പോൾ ഡ്രൈവർ അറിയണം. മുകളിലേക്ക് നോക്കിയാൽ കാണാം ആ മിററിൻ്റെ അവിടെയായിട്ട് ഒരു റൂഫ് ലൈറ്റ് കത്തും. ആ റൂഫ് ലൈറ്റ് കത്തിക്കണം. അതിൻ്റെ അർത്ഥം ഏതോ ഡോറ് തുറന്നിട്ടുണ്ടെന്നാണ്. സൈഡ് മിറർ, കോൺവെക്സ് മിററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലെ ഡോറിൻ്റെ പിടി കാണാൻ പറ്റും. രണ്ട് ഡോറിൻ്റെ പിടി കാണാൻ പറ്റും. ആ ഡോറ് ഉന്തി നിൽക്കണതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഡോറ് തുറന്നിട്ട് ആരോ ചെയ്യുന്നത് മനസ്സിലായോ? പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ബോർഡ് എന്ന് പറയും. ഈ മീറ്റർ ബോർഡിൻ്റെ പേരാണ് മീറ്റർ ബോർഡ് എന്നും പറയാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ടാവും റെഡ് കളറിൽ. എന്നിട്ട് ഡോറ് തുറന്നിരിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നിരുന്ന അതിൻ്റെ അർത്ഥം എന്താ? ആരോ പണി ബാക്കിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ സുരക്ഷിതമായിരിക്കണം. മനസ്സിലായോ? നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിലിരിക്കണത്. അപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അവരോട് അടയ്ക്കാൻ പറയണം. ചിലപ്പോൾ അവർ പറയും അടച്ചിട്ടുണ്ടെന്ന് പറയും. നമ്മൾ എന്നിട്ട് ഇറങ്ങി ചെന്ന് അത് അടച്ചു കൊടുക്കണം. എന്നിട്ട് ചിലപ്പോൾ വയസ്സായവരോ കൊച്ചു മക്കളൊക്കെ ആവാം. അപ്പോൾ ചൈൽഡ് ലോക്ക് ഇടണം. കുട്ടികളാണ് ബാക്കിൽ ഇരുത്തി വെച്ചാൽ ഡോറിൻ്റെ ആ ജോയിൻറ്റിൽ ചൈൽഡ് ലോക്ക് ഉണ്ട്. അത് തട്ടിയിട്ട് കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ. അല്ല അവരിടയ്ക്ക് വഴിയിൽ അവരെന്ത് ചെയ്യും? ഡോർ ഓപ്പൺ ചെയ്യും കേട്ടോ. അത്ര സുരക്ഷിതമായിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഡോറ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അകത്ത് കയറിയിട്ട് ഡോറ് ചെക്ക് ചെയ്യണം. അടുത്തത് സീറ്റിനെ കുറിച്ചാണ്. സീറ്റ് സെറ്റ് ചെയ്യാൻ പഠിക്കണം. ഇരിക്കുന്ന സീറ്റിൻ്റെ പേര് ബേസ് സീറ്റ് എന്നും ചാരി ഇരിക്കുന്ന സീറ്റിൻ്റെ പേര് ബാക്ക് റെസ്റ്റ് എന്നും പറയുന്നു. ബാക്ക് റെസ്റ്റ്, ബേസ് സീറ്റ്, ബാക്ക് റെസ്റ്റ് കേട്ടോ. അതൊക്കെ മറന്നു പോണേ പൊക്കട്ടെ കേട്ടോ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഒക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മുടെ തലയ്ക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കട്ടയില്ലേ, അതിൻ്റെ പേര് ഹെഡ് റെസ്ട്രെയിൻഡ് എന്ന് പറയുന്നു. ഹെഡ് റെസ്റ്റ് എന്ന് പറയും സാധാരണ. ശരിക്കുള്ള പേര് ഹെഡ് റെസ്ട്രെയിൻഡ് എന്ന് പറയുന്നു. നമ്മൾ കയറി നിന്നതിന് ശേഷം സീറ്റ് സെറ്റ് ചെയ്യണം. വണ്ടി ഒരിക്കലും ഓടിക്കൊണ്ടിരിക്കില്ല, അയ്യോ എൻ്റെ ക്ലച്ചിലേക്ക് കാല് പോരല്ലോ എന്ന് തോന്നി ഓൺ ദ വേ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വൈൽ ഡ്രൈവിങ് സീറ്റ് സെറ്റ് ചെയ്യാൻ പാടില്ല. ജീവിതത്തിൽ ചെയ്യരുത്. വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് സീറ്റിൻ്റെ അടിയിലൊരു കമ്പി ഉണ്ട്. ആ കമ്പി പിടിച്ച് വലിച്ചിട്ട് പതുക്കെ മുന്നിലേക്കോ പിന്നിലേക്കോ ആവശ്യത്തിന് നിങ്ങളുടെ പൊക്കം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബേസ് സീറ്റ് നീങ്ങി തരും. നീങ്ങി തന്നിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി നോക്കാം. ആ സമയത്ത് നമ്മുടെ മുട്ടുകാല് 120 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത പോലെ ഇരിക്കണം. ഇങ്ങനെ നിവർന്ന പോലെ ലെവലിൽ വെക്കരുത്. ഒരു 120 ഡിഗ്രിയിൽ ഈസി ആയിട്ട് ചവിട്ടാവുന്ന ലെവലിൽ ക്ലച്ച് അടിവരെ എത്തണ്ടോ നോക്കണം. സീറ്റ് സെറ്റ് ചെയ്ത് കഴിച്ചിട്ട് അതേ സമയത്ത് ബാക്ക് റെസ്റ്റില്ലേ, ബാക്ക് സീറ്റ്, ആ സീറ്റിൻ്റെ ഇവിടെ ഈ ഒടിച്ചില് നമുക്കൊരു ലിവറുണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് റെസ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഹെഡ് റെസ്ട്രെയിൻ്റ് ഇല്ലേ, അത് കണ്ടമാനം പൊന്തി നിൽക്കാൻ പാടില്ല, കണ്ടമാനം താന്ന് നിൽക്കാനും പാടില്ല. അതിൻ്റെ കടക്കായിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഒപ്പത്തിനൊപ്പം വയ്ക്കണം ഹെഡ് റെസ്ട്രെയിൻറ്റ്.
ആ സമയത്ത് ഈ ചെവി ആ ഹെഡ് റെസ്റ്റിൻ്റെ പകുതിക്ക് ജസ്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കഴുത്ത് ചെന്ന് അടിച്ചിട്ട് ഇവിടെ വലിയ പരിക്ക് പറ്റാതിരിക്കാൻ, അല്ലെങ്കിൽ ബാക്കിൽ വണ്ടി ഒന്ന് ഇടിച്ചു എപ്പോഴെങ്കിലും, അപ്പോൾ എടുത്തടിക്കുന്ന പോലെ വരും. അപ്പോൾ സമയത്ത് കഴുത്തൊടിഞ്ഞു പോകാതിരിക്കാനുള്ള സംഭവമാണ്. അതുകൊണ്ട് വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് തല വെച്ചൊന്ന് റെസ്റ്റ് എടുക്കാനുള്ളതൊന്നും അല്ല, ഉറങ്ങിപ്പോവും. മനസ്സിലായ? അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ട് ചിലർക്ക്. ഹെഡ് റെസ്റ്റ് എന്ന് തന്നെ പറയാം. സീറ്റ് സെറ്റ് ചെയ്യാൻ പഠിച്ചാൽ മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത എസ് എന്താണെന്ന് നോക്കാം നമുക്ക്. സീറ്റ് സെറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? ഈ സീറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അത് കൈ കൂടി ഒന്ന് വെച്ച് നോക്കിയുള്ളൂ. ഈ ഭാഗമല്ലേ, ഈ ഭാഗം എടുത്തിട്ട് മോൻ്റെ കൈ ഒന്ന് കാണിച്ച് ഈ വാച്ച് കണ്ട ഭാഗം ഇവിടെ വയ്ക്കി, അതും വയ്ക്കി. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ ഈ കൈയുടെ ആംഗിൾ കണ്ട തൂങ്ങി വെക്കട്ടെ, ഈ ലെവലിൽ നിൽക്കണം. ഇതാണ് അതിൻ്റെ ശരി. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം, നല്ലതാണ്. നിങ്ങൾ വെച്ച് നോക്കണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്പെക്ടർ മുമ്പിൽ ഇങ്ങനെ വെച്ച് കാണിക്കണം. അതാണ് അതിൻ്റെ ശരി. അല്ലെങ്കിൽ ആൾ സംഭവിക്കില്ല. ഈ ആംഗിൾ കറക്റ്റായിരിക്കണം. ക്ലിയർ? പിന്നെ കൈ പിടിക്കേണ്ടത് ഒരു ക്ലോക്കായിട്ട് വിചാരിക്കുക. സ്റ്റിയറിങ്ങിന് 3, 9 പറഞ്ഞ സ്ഥലത്ത് ഇവിടെ 3 വരും, ഇവിടെ 9 വരും. ആ സ്ഥലത്ത് തരാം. ആ ഭാഗത്തേക്ക് നമ്മൾ കിടക്കണില്ല, ഇപ്പോൾ പറയാം കേട്ടോ. അടുത്തെന്താണ്? സീറ്റ് സെറ്റ് ചെയ്യാൻ പഠിച്ചാൽ ക്ലിയർ ആയില്ലേ? അപ്പോൾ ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് വേണം സീറ്റിനെ അടിയിലെ കമ്പി പിടിച്ച് വലിച്ചിട്ട് ഓക്കെ. എത്ര ഡിഗ്രി ആംഗിളിൽ നിൽക്കണ്ടേ മുട്ടുകാല്? 120 ഡിഗ്രിയിൽ ആംഗിളിൽ നിൽക്കണം കേട്ടോ, മറക്കരുത്. ക്ലിയർ ആയില്ലേ? അടുത്തത് സീറ്റ്. പിന്നെ സ്റ്റിയറിങ്ങിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതെന്ന് അറിയണം. സ്റ്റിയറിങ്ങിൽ തിരിക്കണതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് അറിയണം. എന്താണ് സ്റ്റിയറിംഗ് സ്റ്റഡി എന്ന് അറിയണം. അത് ഞാൻ അടുത്ത പോയിൻ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലീറ്റ് ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്റ്റിയറിംഗ് സെറ്റിയിലാണ് ചില ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ ഇവിടെ ഒരു ലിവറുണ്ട്. ആ ലിവർ പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിനെ മുകളിലേക്ക് വലിക്കാം, താഴേക്ക് താത്താം, പൊക്കി വയ്ക്കാം. അതിനെ പറയാം ടിൽറ്റഡ് സ്റ്റിയറിംഗ് എന്ന് പറയും. നിങ്ങളുടെ വീട്ടിലെ വണ്ടിക്ക് ചിലപ്പോൾ ടിൽറ്റഡ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൂരയാത്രയ്ക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, സ്ട്രെയിറ്റ് റോഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അല്പം ചാരി ഇരുന്നൊക്കെ സീറ്റ് സെറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാം. അതേസമയത്ത് വളവുള്ള വഴികളിലേക്ക് ഹൈ റേഞ്ച് വഴിയൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ ആ ഡ്രൈവർ സ്റ്റഡിയിലേ ഇരിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കരുത്. ആ ആപത്താണ്, മനസ്സിലാക്കണം കേട്ടോ. സ്ട്രെയിറ്റ് റോഡ് എപ്പോഴും തിരുവനന്തപുരം പോകണമെങ്കിൽ ആലപ്പുഴ റൂട്ടൊക്കെ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് റോഡാണ്, ഒരു 18 കിലോമീറ്ററൊക്കെ. അപ്പോൾ ജസ്റ്റ് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന പോലെ ഇരുന്നിട്ട് വണ്ടി ഓടിച്ചു പോകുക. അതൊക്കെ നമ്മുടെ തണ്ടലിനൊക്കെ റെസ്റ്റ് തരുന്ന കാര്യങ്ങളാണ്. മറ്റേതാണെങ്കിലോ സ്ട്രെയിൻ കൂടിയ സ്ഥലമാണ്, ഇത് ഹൈ റേഞ്ച് റൂട്ടൊക്കെ. അവർ സ്റ്റഡി ആയിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അടുത്തത് നമുക്ക് സീറ്റ് കഴിഞ്ഞു, സ്റ്റിയറിംഗ് കഴിഞ്ഞു. പിന്നെ എന്തുമായിരിക്കും? സീറ്റ് ബെൽറ്റ് നമ്മളിവിടെ ഇരുന്നു കൊണ്ട് കൈ ഇതിങ്ങനെ താലം പിടിക്കുന്ന പോലെ കൈ കൊണ്ടുപോകണം. എന്നിട്ട് ഇപ്പുറത്തേക്ക് നിൽക്കുന്ന ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പതുക്കെ വലിക്കുക. ഇത് ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റിന് ആദ്യം വലിച്ച് ടെസ്റ്റ് ചെയ്യാത്തൊരു ആൾ പോയിൻ്റ് ഔട്ടാക്കും. ജസ്റ്റ് ഒന്ന് പിടിച്ച് കുടഞ്ഞു നോക്കുക, അത് വർക്ക് ചെയ്യണമെന്ന് അറിയാനായിട്ട്. അതിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. ഒരാപത്തുണ്ടാകുമ്പോൾ, അപകടം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് വർക്ക് ചെയ്യും. ആ സ്റ്റക്ക് ആവണതാണ് അതിൻ്റെ മെക്കാനിസം. അപ്പോൾ വർക്ക് ചെയ്യണമെന്ന് നോക്കുക. നമ്മൾ വലിക്കുമ്പോൾ പതുക്കെ വലിച്ചിട്ട് ഇടത്ത കൈ ആ ക്ലിപ്പിൻ്റെ മുകളിലൊന്ന് പിടിച്ചതിന് ശേഷം ഈ കൈ വീണ്ടും തിരിച്ചു പോയിട്ട് ഡബിൾ വലിച്ചിട്ട് ഇടത്ത കൈ കൊണ്ട് ക്ലിപ്പ് ചെയ്യുക. ബെൽറ്റ് വിടിക്കുന്നത് ഈ തള്ളവിരലുകൊണ്ട് ആ ചുവന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബെൽറ്റ് വിടും. മനസ്സിലായോ? ബെൽറ്റ് ഇട്ടതിന് ശേഷം ഈ തമ്പുണ്ടല്ല നമ്മുടെ ഈ തള്ളവിരൽ ഇതിങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയാൽ ആ റിമാർക്കാണ്. ഈ കൈയുടെ വിരലുണ്ടോ ഓടിച്ച് നോക്കണം. ചെക്ക് ബൈ തമ്പ്, അത് നോക്കണം. നോക്കിയാൽ മാത്രം പോരാ, കൂടെയുള്ള യാത്രക്കാർ എല്ലാവരെ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടിക്കണം. അവരെ സീറ്റ് ബെൽറ്റ് പൊളഞ്ഞ് നിൽക്കാൻ പാടില്ല. പൊളഞ്ഞ് നിന്ന് തന്നെ കുഴപ്പം, വണ്ടി ഓട്ടത്തിൽ ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ ബെൽറ്റ് വർക്ക് ചെയ്യില്ല. പൊളഞ്ഞ് നിൽക്കാൻ ഒരിക്കലും പാടില്ല. അവരുടെ ബെൽറ്റ് ഇടിക്കേണ്ടതും അവരുടെ ബെൽറ്റ് പൊളഞ്ഞിട്ടുണ്ടോ നോക്കുന്നത് ആരുടെ കടമയാണ്? നമ്മളുടെ ഡ്രൈവറുടെ കടമയാണ് ഇതൊക്കെ. മനസ്സിലായോ? ഇതൊക്കെ നിസ്സാര കാര്യങ്ങൾ. ഇത് പഠിക്കാൻ തന്നെ നമ്മൾ ഒരു മാസം പോകണത് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അടുത്ത് എന്താ ചെയ്തിരിക്കണേ? മിററാണ്. മിററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, മിററിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരാം. ഈ സെൻട്രൽ മിറർ ഉണ്ടല്ലോ, ഇതിനെ സെൻട്രൽ മിറർ എന്ന് പറയും. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലാറ്റ് മിറർ എന്ന് പറയും.
ഫ്ലാറ്റ് മിറർ. ഈ മിററിന് 2 മോഡുകളുണ്ട്. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിൽ വരുന്ന വണ്ടികളുടെ ലൈറ്റ് അടിച്ചിട്ട് ഈ മിററിൽ അടിച്ചിട്ട് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ രശ്മികൾ വരും. അത് വരാതിരിക്കാൻ നൈറ്റ് മോഡിലേക്ക് തട്ടിയിടാം. ഡേ മോഡ് ആൻഡ് നൈറ്റ് മോഡൊക്കെ ഉണ്ട്. അപൂർവ വണ്ടികൾക്കേ ഉള്ളൂ, കൂടിയ മോഡൽ വണ്ടികൾക്കൊക്കെ ഉള്ളൂ. ചില കമ്പനികളുടെ വണ്ടികൾക്ക് ഇല്ല താനും. അപ്പോൾ അത് വലിയൊരു ഉപകാരമാണത്. ഈ മിറർ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ബാക്കിലെ ഗ്ലാസ്സിൽ വണ്ടിയുടെ ഈ ഗ്ലാസ്സിൽ നിറഞ്ഞു നിൽക്കണ പോലെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ കൈ ഒരിക്കലും ഗ്ലാസ്സുമ്പോൾ തൊടാൻ പാടില്ല. ഗ്ലാസ്സുമ്പോൾ തൊട്ടാൽ പോയിൻ്റ് പോയി. പള്ളക്കെ പിടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? പള്ളക്കെ പിടിച്ച് വെച്ചാൽ. അപ്പോൾ ഈ മിററിൻ്റെ പേരൊന്നുകൂടി പറയാം. ഇതിൻ്റെ പേര് സെൻറ്റർ മിറർ അഥവാ ഫ്ലാറ്റ് മിറർ കേട്ടോ. പിന്നെ സൈഡിലെ മിററിൻ്റെ പേര് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ മിററിൻ്റെ പേരെന്താ? കോൺവെക്സ് മിറർ എഴുതിയിട്ടുണ്ട്. കോൺവെക്സ് മിററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനുണ്ട് ഒരു പ്രത്യേകത. സെൻട്രൽ മിററിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ബാക്കിൽ വരുന്ന വണ്ടികളുടെ ആ അകലില്ലേ, യഥാർത്ഥ പ്രതിബിംബത്തിൽ കാണിക്കുന്നത് സെൻട്രൽ മിറർ മാത്രമാണ്. സൈഡ് മിററിനൊരു കുഴപ്പമുണ്ട്. വസ്തു അടുത്തായാലും അകലെയായിട്ട് കാണിച്ചു തരുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വണ്ടി കുറച്ച് അകലെയായിട്ട് തോന്നും, പക്ഷേ വണ്ടി എവിടെയായിരിക്കും? അടുത്തായിരിക്കും. ഒബ്ജക്റ്റ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. ഇതാണ് അതിൻ്റെ റൂളും. മനസ്സിലായോ? അത് മനസ്സിലാക്കി ഡ്രൈവിംഗ് പഠിക്കണം, പ്രവർത്തിക്കുകയും വേണം. ഒന്നുകൂടി പറയാം. സെൻട്രൽ മിറർ അഥവാ ഫ്ലാറ്റ് മിറർ, ആ മിററിൻ്റെ പേര് കോൺവെക്സ് മിറർ. ആ മിറർ സെറ്റ് ചെയ്യുന്നതിന് ഒരു അറിവ് വേണം. ആ മിററിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 1% വണ്ടിയുടെ ബോഡി കാണാം, 5% ഔട്ട് കാണാം, പുറം കാണാം. 1/5 ആണ് സെറ്റ് ചെയ്യേണ്ട ലെവല് കേട്ടോ. അതുപോലെ 2 ഡോറിന് പിടി, ഫ്രണ്ടിലെ ഡോറിന് ബാക്കിലെ ഡോറിന് പിടി കാണാൻ വേണം കേട്ടോ. പിന്നെ ഒരു സെറ്റിംഗ് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ ഈ നടു കണക്കാക്കിയിട്ട് ഇതിവിടെ കണക്കാക്കിയിട്ട് ഒരു മനസ്സുകൊണ്ടൊരു വര വരച്ചേ. പകുതി ട്രാഫിക്കും പകുതി ആകാശവും കാണണം. അങ്ങനെ സെറ്റ് ചെയ്യണം. 1% ബോഡി, 5% ഔട്ട്. നടു കണക്കാക്കിയൊരു വര വരച്ച മനസ്സിൽ പകുതി എന്താണ്? ആകാശവും പകുതി റോഡും കാണാം, ട്രാഫിക്കും കാണാൻ പറ്റും. ആ രീതിയിൽ എപ്പോഴും സെറ്റ് ചെയ്ത് വണ്ടി ഓടിക്കണം. ഇനി ഈ മിററിൽ കൂടെ നോക്കിയിട്ട് കാണാൻ പറ്റാത്ത ചില വണ്ടികളുണ്ട്. ഈ മിററിൻ്റെ അറ്റത്ത് ഇപ്പോൾ ഇദ്ദേഹം കുത്തിരുന്നിട്ട് വണ്ടി നോക്കിയപ്പോൾ ഒറ്റ വണ്ടി ബാക്കിൽ വരണില്ല. പക്ഷെ അവനിരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു കാറ് അതിൽ വന്നുകൊണ്ടിരുന്നാൽ ഇവനത് കാണാൻ പറ്റില്ല. ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഈ മിററിൻ്റെ അപ്പുറത്ത് ഈ എൻഡിൻ്റെ അപ്പുറത്തായിട്ട് നിൽക്കുന്ന ഭാഗത്തിൻ്റെ പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും. എന്താ പറയുക? ബ്ലൈൻഡ് സ്പോട്ട്. അത് നോക്കാനായിട്ട് ഡ്രൈവർ ഉത്തരവാദിത്തപ്പെടാം. അപ്പോൾ നിങ്ങൾ ഡ്രൈവ് പഠിക്കുമ്പോൾ വണ്ടി പുറപ്പെടുന്നതിലേക്ക് മുമ്പായിട്ട് ഈ ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. അത് വെഹിക്കിൾ ഇൻസ്പെക്ടറെ കാണിച്ചു കൊടുക്കണം. ഇതിങ്ങനെ നോക്കണം വണ്ടി തിരിഞ്ഞിട്ട്, എന്നിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇനി ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടെ നോക്കുമ്പോൾ വണ്ടി ഇല്ലെങ്കിൽ കൂടി വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരം നമ്മൾ എപ്പോഴും നേരെ പോയി ഇൻസ്പെക്ടറെ കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ പാടായിരിക്കണം. ഭാവിയിൽ എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അതെന്തിനാണെന്നറിയോ? ആ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ബാക്കിൽ നിന്ന് വേറെ വണ്ടികൾ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ആപത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരു അബ്ദുൾ റഹ്മാൻ സാറുണ്ട്. സാർ എപ്പോഴും പറയാറുണ്ട്, നല്ല ബെസ്റ്റ് ഇൻസ്പെക്ടറാണ്. സാറ് പറയാറുണ്ട് എല്ലാ പിള്ളേരും അങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണെന്ന്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നേരെ പോകണമെന്നുള്ളൊരു അറിവേ, അത് ആവശ്യമില്ലാത്ത റൈറ്റിലേക്ക് പെട്ടെന്ന് കയറി വരില്ല. ഗ്രാജുവലി വി ക്യാൻ കം ടു ദ റൈറ്റ് സൈഡ്. മനസ്സിലായോ? നമ്മൾ ഇൻഡിക്കേറ്ററിലാണ് കയറുന്നത്. കയറി കുറച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാൻ വേണം. ഇതൊക്കെ പഠിപ്പാണ് കേട്ടോ. അപ്പോൾ മിററിനെ കുറിച്ചൊരു അറിവ് കിട്ടിയാൽ എപ്പോഴേക്കും മിറർ നോക്കുക, അതും പഠിച്ചു വയ്ക്കണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളോട് ചോദിക്കില്ല, വണ്ടി പുറപ്പെടുന്നതിലേക്ക് മുമ്പ് മിറർ നോക്കിയിരിക്കണം. എപ്പോഴെല്ലാം വണ്ടി ദിശ മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അത് മിററിൽ കൂടെ നോക്കി 10 കാറ് പുറകിൽ നിന്ന് ഒരു വണ്ടി വരാൻ പാടില്ല. എത്ര കാറ്? നിങ്ങളുടെ കാറിലിരുന്ന് കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ 10 കാറിന് അകലത്ത് നിന്ന് ബാക്കിൽ നിന്ന് ഒരു 50 മീറ്റർ അകലിൽ നിന്ന് ഒറ്റ വണ്ടി വരാൻ പാടില്ല കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ദിശ മാറാൻ പാടില്ല. ദിശ മാറണമെങ്കിൽ അത്ര സുരക്ഷിതമായിരിക്കണം. എപ്പോഴെല്ലാം ദിശ തിരിയാൻ പോകുന്നതിന് മുമ്പ്, എപ്പോഴെല്ലാം വണ്ടിയുടെ ആക്സിഡൻറ്റ് കുറച്ച് ബ്രേക്ക് ഓട്ടാൻ പോകുന്നതിന് മുമ്പ്, ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് മിററിൽ കൂടെ നോക്കുക. എൻ്റെ കണ്ണിലേക്ക് നോക്കിയ എല്ലാവരും, ഞാൻ ഇപ്പോൾ ഫ്ലാറ്റ് മിററിലേക്ക് നോക്കാൻ പോകണം കേട്ടോ, സൈഡ് മിററിലേക്ക് കേട്ടോ. ഇടിവാൾ കേട്ടോ, ആ നോട്ടേ നോക്കാവൂ.
അതൊരു പഠിപ്പായിരിക്കണം. ഒരു സെക്കൻഡ് കൂടുതൽ നോക്കിയാൽ മുന്നിൽ പ്രശ്നം. ഇതിങ്ങനെ നോക്കാം, കണ്ടാ ഒരു മിന്നായം പോലെ നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ നോക്കാൻ പാടുള്ളൂ. ക്ലിയർ? അങ്ങനെ മിറർ നോക്കി പഠിക്കണം. എപ്പോഴൊക്കെ മിറർ നോക്കണ്ടേ? വണ്ടി പുറപ്പെടാൻ പോണതിന് മുമ്പ്, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദിശ മാറാൻ പോണതിന് മുമ്പ്, എപ്പോഴെല്ലാം വണ്ടി സ്ലോ ആക്കാൻ പോകണ്ട അതിന് മുമ്പ് നോക്കണം. പിന്നെ വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറക്കാൻ പോണതിന് മുമ്പ് മിററിക്കോട് നോക്കാതെ ഒരിക്കലും. ഇനി മിററിനൊരു ഗുണമുണ്ട്, എന്താണെന്നറിയോ? 360 ഡിഗ്രി ചുറ്റളവിലുള്ള എല്ലാ സംഭവവും മിറർ നമ്മളെ കാണിച്ചു തരും. ഒരു മനുഷ്യൻ്റെ മൂന്നാമത്തെ കണ്ണാണ് എന്ത്? വണ്ടിയുടെ മിറർ. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. എൻ്റെ അടുത്ത് വരുമ്പോൾ എത്രാമത്തെ കണ്ണാണ് മിറർ, എത്ര ഡിഗ്രിയിൽ കാണാൻ പറ്റും, എത്ര ഡിഗ്രിയിലെ കാല് വളഞ്ഞ് നിൽക്കേണ്ടത്, വെറുതെ ചോദിക്കുമ്പോൾ കിട്ടിയില്ല എനിക്കൊരു പ്രശ്നമില്ല കേട്ടാ. ഞാൻ എളിമയോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. ഓക്കെ. അപ്പോൾ DSSML നമ്മൾ ഇത്ര നേരം പഠിച്ചേ. അതിന് നേരെ എന്ത് ചെയ്തിരിക്കണേ? ഡോറ്, ഓർഡർ തെറ്റിക്കരുത് കേട്ടോ. ഡോറ് പറ, സീറ്റ്, സ്റ്റിയറിങ്, സീറ്റ് ബെൽറ്റ് ആൻഡ് മിറർ. റൈറ്റ്? പഠിച്ചാ? അപ്പോൾ വണ്ടി കയറുമ്പോൾ ഈ സെറ്റപ്പിൽ വണ്ടി കയറിക്കോളൂ. വിത്തൗട്ട് ദെയർ ഹെൽപ്പ്. പഠിപ്പിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ അറിവ് വെച്ച് ചെയ്യുക. കുറച്ചൊക്കെ തെറ്റും, എന്നാലും അവർ ഓർഡറൊക്കെ പറഞ്ഞു തരും. ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. ആദ്യം കയറി സീറ്റ് ബെൽറ്റൊക്കെ പിടിക്കും കേട്ടോ. അതൊന്നും ചെയ്യരുത്. ആ ഓർഡറിൽ ചെയ്തോളൂ. അതൊരു രസമാണ് കാണാനായിട്ട്. അങ്ങനെ DSSM കഴിയുമ്പോൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ, ഒബ്സർവേഷൻ ആൻഡ് മൂവ്, ചലിക്കൽ. അപ്പോൾ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരു വണ്ടി കയറി ഇരുന്നിട്ട് ഇതേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകണമെങ്കിൽ മുമ്പുള്ള കാര്യങ്ങളാണ്. എങ്ങനെ സ്റ്റാർട്ടാക്കുക? ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ഗിയർ ന്യൂട്രാണോ എന്ന് നോക്കണം വണ്ടിയുടെ. എന്നിട്ട് നമുക്ക് താക്കോലിടണം. കീ ഇട്ടിട്ട് എല്ലാ വണ്ടിയിലും കീ ഇട്ട് കഴിയുമ്പോൾ എല്ലാ വണ്ടി ഓടിക്കുന്നവരും പതുക്കെ സ്റ്റിയറിംഗ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കും. അതിൻ്റെ അല്ലെങ്കിൽ അൺലോക്ക് ആവില്ല. നമ്മൾ അറിവില്ലാത്തവർ കീ ഇട്ടിട്ട് തിരിച്ചുകൊണ്ടിരിക്കും. അത് ലോക്ക് വിടാണ്ടാകുമ്പോൾ എന്ത് ചെയ്ത് കീ തിരിയില്ല. കീക്ക് കേടാണത്. ഇഗ്നിഷൻ കീ എന്ന പേര്. കീ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായെന്ന് കാണുമ്പോൾ തന്നെ കൈ എടുത്തേക്കണം. ഒരു ചെറിയ തിരി ഇരിക്കുമ്പോഴേക്കും സ്റ്റാർട്ടാവും കേട്ടോ. കൈ എടുത്തേക്കണം. വലിയ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് സ്റ്റാർട്ടാവും. ഇത് ഓടുകയും ചെയ്യും കേട്ടോ. കാണിച്ചു തരാം അതൊക്കെ. അപ്പോൾ സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് തന്നെ സ്റ്റാർട്ടാക്കണമെന്ന് ഓർത്തോളൂ. ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് സ്റ്റാർട്ടാക്കണം. ആദ്യം ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ന്യൂട്രാണെന്ന് നോക്കി ക്ലച്ച് ചവിട്ടി പിടിച്ചാലേ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനത്തെ മെക്കാനിസമാണ് ഇപ്പോൾ. എന്തിനാണെന്നറിയോ? നമ്മൾ എന്താ പറയുക, ഇന്ധന ലാഭത്തിന് വേണ്ടിയിട്ട്. അത് ക്ലച്ച് ചവിട്ടി പിടിച്ച് സ്റ്റാർട്ടാക്കുന്ന വണ്ടികൾക്ക് ഇന്ധന ചെലവ് കുറയുന്നതാണ് പറയണേ. അതാണ് ഇപ്പോഴത്തെ ശാസ്ത്രം. അപ്പോൾ ക്ലച്ച് ചവിട്ടി പിടിച്ച് തന്നെ നമ്മൾ കീ തിരിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് ഇഗ്നിഷൻ കീ ഒന്നുമില്ല, ഒരു പ്രസ് ബട്ടനാണ്. താക്കോലും കൂടെ പോക്കറ്റിലുണ്ടായാൽ മതി. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഇറങ്ങിപ്പോരാൻ നേരത്ത് കീയും അൺലോക്ക് ചെയ്യണ റിമോട്ടൊന്നും വേണ്ട. അവിടെ ഓർമ്മ കൈ വെച്ച സെൻസ് കൊടുത്താൽ മതി. അപ്പോൾ വണ്ടി ലോക്കായി പോകും. നമ്മൾ കയറി ഹാൻഡിൽമേൽ പിടിച്ചാൽ മതി, തന്നെ എല്ലാം അൺലോക്കായി പോകും. ഈ വക സിസ്റ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ കേട്ടോ. അതൊക്കെ ഇവിടെ മെക്കാനിസം തിയറി ക്ലാസ് പുറത്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാണ്. ആദ്യം ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ ന്യൂട്രാണോ എന്ന് നോക്കുന്നു, കീ ഇടുന്നു, അൺലോക്ക് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് കീ തിരിച്ച് സ്റ്റാർട്ടാക്കുന്നു. സ്റ്റാർട്ടായതിനു ശേഷം എന്ത് ചെയ്യണം? അപ്പോൾ സ്റ്റാർട്ടായി പുറപ്പെടണ്ടേ? എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ ഇടുന്നു. ഏത് ഗിയറിലാണ് ആദ്യം പുറപ്പെടാം? 5 ഗിയറുണ്ട്. മുന്നൊക്കെ പോകുന്ന 5 ഗിയറുകളുണ്ട്. ആദ്യം ഏത് ഗിയർ ഇടാം? ഫസ്റ്റ് ഗിയർ ഇടുന്നു. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിയുമ്പോൾ പതുക്കെ ക്ലച്ച് അടയ്ക്കാം. ക്ലച്ച് അടച്ചിട്ട് അപ്പോൾ കാലുമൊരു ഭാരം വരും. ആ ഭാരത്തിന് നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ ബോണറ്റ് പതുക്കെ ഇതിങ്ങനെ ഒന്ന് പൊന്തറ പോലെ തോന്നും നമുക്ക്. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നിർത്താം. അതിൻ്റെ പേരാണ് ബൈറ്റിംഗ് പോയിൻറ്റ്. ആ ബൈറ്റിംഗ് പോയിൻറ്റ് അതിന് ഹാഫ് ക്ലച്ച് എന്നും പറയും, റെഡി ടു മൂവ് എന്നൊക്കെ പറയും. അങ്ങനെ നിൽക്കട്ടെ. ആ നിൽക്കുന്ന കണ്ടീഷനിൽ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക. അപ്പോൾ പോകാനായിട്ടുള്ള വണ്ടിയുടെ എഞ്ചിൻ്റെ ശക്തിയും കൂടി ആ ലെവലിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ തലയ്ക്കൊരു ബട്ടൺ ഉണ്ട്, പ്രസ് ബട്ടൺ. ആ പ്രസ് ബട്ടൺ പതുക്കെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നേരെ ഹാൻഡ് ബ്രേക്ക് താഴേക്ക് പൊക്കോളും. വലിക്കുമ്പോൾ പാർക്ക് ചെയ്യാൻ വലിക്കുമ്പോൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വലിച്ചാലും മതി, പ്രസ് ചെയ്യാണ്ട് വലിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു 7 പൊട്ടൽ കേൾക്കാം. ജസ്റ്റ് ലൈക്ക് ദിസ്. നോക്കി കേട്ടോ. ഇതാ 1
2, 3, 4, 5, 6, 7. 5നും 7നും ഇടയ്ക്കുള്ള നമ്പർ സൗണ്ട് കേൾക്കാൻ പറ്റും. അതിനർത്ഥം ഫുൾ ലോക്കായി എന്നുള്ളതാണ് കേട്ടോ. 5നും 7നും ഇടയ്ക്കുള്ള പൊട്ടൽ കേൾപ്പിക്കണമെന്നൊന്നുമില്ല, ത്രൂ ഔട്ട് വലിക്കാം കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കും പൊക്കോളും. താഴേക്ക് കൊണ്ടുപോയി അറ്റം വരെ ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു സിഗ്നൽ കാണിക്കില്ല. ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടില്ലെങ്കിൽ റെഡ് സിഗ്നൽ കാണിക്കില്ല കേട്ടോ, ഒരു ഇൻഡിക്കേഷൻ കാണിക്കുക. അതിൻ്റെ അടുത്ത് ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടില്ലാന്നാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു, ഇൻഡിക്കേറ്റർ ഇട്ടു, വണ്ടി പുറപ്പെടാൻ പോവാണ്. ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് ലാസ്റ്റ് എന്ത് നോക്കണം? അല്പം ക്ലച്ച് അടിച്ചിട്ടുണ്ട്, ആക്സിഡൻറ്റ് റെഡി ആയി, വണ്ടി നീങ്ങണില്ല കേട്ടോ, അവിടെ നിൽക്കുകയാണ്. എന്ത് നോക്കണം? എന്ത് സ്പോട്ട് നോക്കണം? ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, വണ്ടി മുന്നോട്ട് നീങ്ങാം, പതുക്കെ നീങ്ങാം. നീങ്ങിയിട്ട് റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ക്യാൻസൽ ചെയ്യണം, മറക്കരുത്, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ആവും. ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിരിക്കും. ഈ സിഗ്നൽ ഇടുന്നതിന് ചില നിയമങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് ഇട്ടോളണം, സമയത്തിന് ഇട്ടോളണം, കറക്റ്റായിട്ടുള്ള സിഗ്നൽ കൊടുക്കണം, സമയത്തിന് കൊടുത്തോളണം, വിത്തൗട്ട് മിസ്ലീഡിങ് ആയിരിക്കണം. ആർക്കും സംശയം ഉണ്ടാക്കണ പോലെ ചെയ്യരുത്. അതുകൊണ്ടാണ് പറയണം, മനസ്സിലായോ? നമ്മൾ വണ്ടി ഓടിച്ച് വന്ന് നിർത്താൻ നേരത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് വണ്ടി സൈഡ് ഒതുക്കി നിർത്തുക. നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തോളണം. അങ്ങനെയുണ്ട് നയം കേട്ടോ. അപ്പോൾ ഇനി ഒബ്സർവേഷൻ. ഈ മിറർ റെക്കോർഡ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, സെൻട്രൽ മിറർ നോക്കണം. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ കണക്ക് പഠിപ്പിച്ചു തരാം. ഒബ്സർവേഷൻ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒബ്സർവേഷൻ പറഞ്ഞ് കൊടുത്താലുണ്ടോ കണ്ടോ, 6 പോയിന്റുകൾ. വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടില്ല, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ ഡ്രൈവർമാരും വണ്ടി എടുക്കാൻ നേരത്ത് മിറർ റെക്കോർഡ് നോക്കി ഒബ്സർവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നാ നിരീക്ഷണം. എന്താണ് നിരീക്ഷണം? 6 നിരീക്ഷണങ്ങളാണ്. 1, ഇടത്തെ കണ്ണട നോക്കുന്നു, കോൺവെക്സ് മിറർ നോക്കുന്നു, അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കുന്നു. ബ്ലൈൻഡ് സ്പോട്ട് നോക്കാം. 1 ഇടത്തെ മിറർ നോക്കുന്നു, അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കുന്നു. 1. 2 സെൻട്രൽ മിറർ നോക്കുന്നു, ഫ്ലാറ്റ് മിറർ. 2 പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ മുന്നിൽ വല്ല തടസ്സമുണ്ടോ നോക്കുന്നു. അത് 3. പഠിച്ചാ? 4-മത്തത് വലത്തെ സൈഡിൽ അറ്റത്തെ സൈഡ് മിറർ നോക്കുന്നു. 4 അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കുന്നു. 5 ഇത് രണ്ടും കൂടി ഒന്നാട്ടോ, ഇടത്തെ മിററും ബ്ലൈൻഡ് സ്പോട്ടും ഒന്നാക്കി എടുത്താൽ മതി. 2 പറഞ്ഞ് ഫ്ലാറ്റ് മിറർ നോക്കുന്നു, വണ്ടി വരണ്ടോ നോക്കുന്നു. 3 എന്താ? ഫ്രണ്ടിലെ ക്ലാസ്സിൽ കൂടെ അകലേക്ക് നോക്കുന്നു, വല്ല മാർഗ തടസ്സം ഉണ്ടോ. 4 എന്താ? വലത്തെ സൈഡ് മിറർ നോക്കുന്നു. 5 എന്താ? അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കുന്നു. 6 സുരക്ഷിതമാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇതാണ് 6 നിരീക്ഷണങ്ങൾ കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. അടുത്തത് ഇപ്പോൾ 2 തരം കൺട്രോളുകളുണ്ട്. ഒരു കൺട്രോളിൻ്റെ പേര് ഫുഡ് കൺട്രോൾ, കാലുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് ഫുഡ് കൺട്രോൾ. ഈ ഫുഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ എടുത്ത് പറയണേ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പോരെ. ഫുഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചില വണ്ടികൾക്ക് കൈ കൊണ്ടാണ് ബ്രേക്ക്, കൈമുള്ള ബ്രേക്ക്. ഇപ്പോൾ ഈ ആക്റ്റീവയ്ക്ക് എവിടെയാണ് ബ്രേക്ക് ഓടിച്ചിട്ടുണ്ടോ? ആക്റ്റീവ വിത്തൗട്ട് ഗിയറായി, അത് കാലല്ലല്ലോ, കൈയല്ലേ? ഫുഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന വാക്ക് ഓർത്തേക്കണം, കാൽ കൊണ്ടുള്ള ബ്രേക്ക്. റൈറ്റ്, മനസ്സിലായോ? കാല് കൊണ്ടുള്ള ബ്രേക്ക്. അപ്പോൾ ഫുഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ. ABC. A ഫോർ ആക്സിലറേറ്റർ, B ഫോർ ബ്രേക്ക്. വലത് കാലുകൊണ്ടാണ് ബ്രേക്കും ആക്സിലറേറ്ററും ഉപയോഗിക്കുക കേട്ടോ. ഇടത് കാലുകൊണ്ടാണ് ക്ലച്ച് ഉപയോഗിക്കുക. ക്ലിയറായ? ഓക്കെ, ഇടത് കാലുകൊണ്ട് മാത്രമാണ് ക്ലച്ച് ഉപയോഗിക്കുക. ഇതിൻ്റെ മൊത്തത്തിലുള്ള പേരാണ് ABC കൺട്രോൾ ഓർ ഫുഡ് കൺട്രോൾ. പഠിച്ചു വെച്ചോ. നിങ്ങൾക്കിതൊന്നും അറിയില്ല, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേ. വലത് കാലിൻ്റെ ഉപ്പിറ്റി താഴെ കുത്തുക ഡ്രൈവ് പഠിക്കുമ്പോൾ, എന്നിട്ട് ചെരുപ്പിട്ട് ഡ്രൈവ് പഠിച്ചോ, ഒരു കുഴപ്പമില്ല. തള്ളവിരൽ ഫോക്കസ് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് തള്ളവിരലിൻ്റെ ഭാഗം ചെരുപ്പ് ആക്സിലേറ്ററുമ്പോൾ തൊടുക. തൂവൽ സ്പർശം പോലെ കടലാസ്കനം പോലെ തൊടുക. ഉപ്പിരി താഴെ കുത്തിയണ കാരണം കൊണ്ട് ആക്സിലേറ്റർ കൂടുതലാവില്ല. എപ്പോൾ കൊടുത്താലും ലളിതമായിട്ടുള്ള കൊടുക്കലായിരിക്കും. ഉപ്പിറ്റി പൊക്കി പിടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഡ്രൈവ് പഠിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഓവറായി പോകും ആക്സിലേറ്റർ. ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് എഞ്ചിനിലേക്ക് യന്ത്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പെട്രോൾ ചീറ്റിക്കുന്ന മുതലാണ് എന്ത് ഈ ആക്സിലേറ്റർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ കുറേശ്ശെ കൊടുക്കാവൂ കേട്ടോ, ഫെദർ ടച്ചിൽ കൊടുക്കാവൂ. അപ്പോൾ ബ്രേക്കും ആക്സിലറേറ്റർ ചെയ്ത് കാലം ഉണ്ടാ ബ്രെയിൻ തുറക്ക്
വലത് കാലമുണ്ട്. ബ്രെയിനിനെ പഠിപ്പിക്കുക ഏത് കാലം കൊണ്ടാണ്? വലത് കാലം കൊണ്ടാണ്. റൈറ്റ്. ഇടത് കാലം കൊണ്ട് എന്താ? ക്ലച്ച് പെടലാണ് കേട്ടോ. മനസ്സിലായില്ലേ? അത് സ്പോണ്ടേനിയസ് ആവാൻ വേണ്ടിയിട്ടേ നിങ്ങളിവിടെ ഡ്രൈവ് പഠിക്കാൻ വരുമ്പോഴേ ഒരു എളിയ കാര്യം ചെയ്യണം. അത് നിങ്ങളൊന്ന് അനുസരിക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നമുക്ക് ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും അറിയാൻ പാടില്ലാത്തൊരു കൊച്ചു കുട്ടികൾ വരില്ല ഇന്നത്തെ തലമുറയിൽ. പക്ഷെ തലച്ചോറിന് അറിയില്ല. നമ്മൾ ഡ്രൈവ് പഠിക്കുമ്പോൾ കണ്ടമാനം പിള്ളേർ ചെയ്യണ തെറ്റാണ്. അതായത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കും. ആ ചവിട്ടണവരാരെന്നറിയോ? അവർ ഈ അനുസരിക്കാത്തവരാണ്. അതായത് നിങ്ങളിവിടെ വന്നിരുന്നിട്ട് നേരെ നോക്കിയിരുന്നിട്ട് ദയവ് ചെയ്ത് ഉപ്പിൽ പൊന്താതെ പിവറ്റ് രീതിയിൽ, പിന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ പേരാണ് പിവറ്റ് രീതിയിൽ ബ്രേക്ക് കമൻറ്റ് ചെയ്യണം മനസ്സിൽ. ആരും കേൾക്കണമെന്നില്ലല്ലോ. ബ്രേക്ക് ആക്സിലേറ്റർ, ബ്രേക്ക് ആക്സിലേറ്റർ 50 തവണ ചെയ്യണം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലെ അത് ഉറങ്ങിക്കിടക്കണ്ടാവും. എന്ത്? അറിവില്ലായ്മ. അത് എവിടെ കയറി ചവിട്ടും? ആക്സിഡൻറ്റ് കയറി ചവിട്ടും. ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇപ്പോഴല്ല, വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാതിരിക്കണമെങ്കിൽ പറയണത് അനുസരിക്കും. ഇവിടെ വന്നിരുന്നിട്ട് 50 പ്രാവശ്യം കൂടിക്കോട്ടെ, കുറയരുത്. ആ പിവറ്റ് രീതിയിൽ ഇങ്ങനെ കാല് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്താൽ പോരാ, കമൻറ്റ് ചെയ്യണം. ബ്രേക്ക് ആക്സിലേറ്റർ, ബ്രേക്ക് ആക്സിലേറ്റർ. നമ്മൾ വലത് കൈ കൊണ്ടല്ലോ എഴുതി പഠിച്ചേക്കണേ. ഇതുകൊണ്ട് പറ്റുമോ? എന്താ പറ്റാത്ത? നേരത്തെ പറഞ്ഞില്ലേ? ശീലമില്ല. ശീലിക്കാത്തതൊന്നും പാലിക്കാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് വെച്ചോ. ഓക്കെ. നമ്മുടെ ചിന്തകളിൽ അത് വരുത്തി വെക്കണം. ഓക്കെ. ഇത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കണം എന്തിനാ? യന്ത്രത്തിൻ്റെ ഗ്യാസ് പെഡൽ എന്ന് പറയും. അതിനെ ഗ്യാസ് പെഡൽ എന്ന് പറയും ആക്സിലേറ്ററിനെ. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണ്ടേ? വളരെ സോഫ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് കൊടുക്കാവൂ. അത് ഓർത്ത് വെച്ചാൽ മതി. ആ കാര്യം എടുത്തിട്ട് എവിടേക്ക് വയ്ക്കണം? ബ്രേക്കിലേക്ക് വയ്ക്കണം. ഇനി ബ്രേക്കിനെ കുറച്ച് പറഞ്ഞുതരാം. ബ്രേക്ക് ചവിട്ടണേ 2 രീതികളുണ്ട്. ഒരു രീതിയുടെ പേര് പ്രോഗ്രസീവ് ബ്രേക്കിംഗ് എന്ന് പറയും. പ്രോഗ്രസീവായിട്ട് നിങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോഴേ ഭാവിയിലേ എവിടെ വണ്ടി ചവിട്ടേണ്ടി വന്നാലും ആദ്യം കുറേശ്ശെ ലൈറ്റായിട്ട് ചവിട്ടുക. അങ്ങനെ ചവിട്ടി പഠിക്കുക. പിന്നെ ഇത്തിരി ഫേമായിട്ട് ചവിട്ടുക, ഇത്തിരി ദൃഢമായിട്ട് ചവിട്ടുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ലൂസാക്കാം, പിന്നെ ലൈറ്റായിട്ട് ചവിട്ടുക. ലൈറ്റ്, ഫേം, ലൈറ്റ് എന്നാണ് ഈ പ്രോഗ്രസീവ് ബ്രേക്കിൻ്റെ അർത്ഥം. അപ്പോൾ ബാക്കിൽ ചിന്തിച്ചോളൂ. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഇല്ലേ? 2 വീലറിനായാലും കാറിനായാലും അത് ഒരു വാർണിംഗ് സിഗ്നലാണ് ഈ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ്. അത് കത്തന കാണുമ്പോൾ ബാക്കിൽ ബ്രേക്ക് കുറഞ്ഞവർ വരണ്ടാവും, കള്ളുടിയന്മാർ വരണ്ടാവും, ഓവർ സ്പീഡുകാർ വരണ്ടാവും. ഒരുത്തനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വണ്ടിയുമ്പോൾ ഇടിക്കില്ല. അവരൊന്നില്ലെങ്കിൽ ആരെങ്കിലും പൊക്കണം. അപ്പോൾ നമ്മൾ പ്രോഗ്രസീവ് ബ്രേക്ക് ചവിട്ടി പഠിക്കണം കേട്ടോ. ഡ്രൈവ് പഠിക്കുമ്പോൾ അകലിൽ നിന്ന് ബ്രേക്കിൽ കാലെടുത്ത് വയ്ക്കുക. അത് സ്പോണ്ടേനിയസ് ആക്കി മാറ്റം ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അകലെ. അപ്പോൾ പ്രോഗ്രസീവ് ബ്രേക്കിൻ്റെ ഇത് പഠിച്ചു വെച്ചോ. ലൈറ്റ്, പിന്നെ ഫേം, പിന്നെന്താ? ലൈറ്റ്. നമ്മുടെ നാട്ടിൽ ഒരുവിധം ഡ്രൈവർമാർക്ക് ചെയ്യുന്ന അക്രമം എന്നിട്ടാണെന്നറിയോ? എന്ത് തടസ്സം കണ്ടാലും കാലൊന്നും ബ്രേക്കിൽ വയ്ക്കൂല. അടുത്ത് വന്നിട്ട് ഒറ്റ ചോട്ടം ചോടും. എന്നിട്ട് കുറേ എണ്ണം ബാക്കിൽ ഒന്ന് ഇടിച്ച് ചാവും. ചെയ്യരുത്. നല്ലത് പഠിക്കുക, നല്ലത് ചെയ്യുക കേട്ടോ. മറക്കരുത്. ഈ ഡ്രൈവ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് വണ്ടി ഓടിക്കണം. എനിക്കൊക്കെ അതിശയം തോന്നിയിട്ട് ചിലരൊക്കെ പഠിപ്പിക്കുമ്പോഴേ 2-3-4 ദിവസം കൊണ്ടൊക്കെ അവർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാറാവും. ഞാൻ എത്ര പേർക്ക് ഇവിടെ ഇറങ്ങി നിന്ന് കൊടുത്തിട്ടുണ്ടെന്നറിയോ? പോയിട്ട് വരാൻ പറയും. ഞാൻ മുരുകർ പോയിട്ട് പോവാ, പരിഹാരം പോയിട്ട് വന്നാൽ ഞാൻ അവിടെ നിൽക്കുള്ളൂ. പോയിട്ട് വരാൻ പറയും. അത്രയ്ക്കും ഏകാഗ്രത, ക്ഷമ ഒക്കെ നമുക്ക് വേണം. എന്നാലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ദൈവം വലിയൊരു കഴിവ് തന്നുണ്ട് മനുഷ്യന്. എന്നിട്ടാ മനുഷ്യൻ മാത്രമുള്ള കഴിവ്? ചിന്തിക്കാനുള്ള കഴിവ്. എന്താണ്? 4 കഴിവാണ് മനുഷ്യന്. 3 കഴിവ് മൃഗത്തിനാണ്. ഉണ്ണുന്നു, ഉറങ്ങുന്നു, സന്താന ഉൽപാദനം നടത്തുന്നു മൃഗം. മനുഷ്യൻ മാത്രം പ്ലസ് എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. വലിയൊരു വരാണ് അത്. ചിന്തിച്ച് വണ്ടി ഓടിച്ചോളൂ കേട്ടോ. ചിന്തിച്ചാൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മറക്കരുത്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എത്ര തരം ബ്രേക്കിംഗ് ഉണ്ട്? 2 തരം. ഏതൊക്കെയാ? പ്രോഗ്രസീവും എമർജൻസി. എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ടൗണിലേക്ക് വെച്ചിട്ടുണ്ടാവുന്നത്. അകലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ എമർജൻസി ബ്രേക്ക് വരാൻ വളരെ അപൂർവം വരുള്ളൂ. അത് നമ്മുടെ കെയർലെസ് കൊണ്ട് സംഭവിക്കേണ്ടതാണ്. ടൗൺ ഏരിയയിലൊക്കെ പതുക്കെ പോവുകയാണെങ്കിൽ ഒരു തടസ്സം പെട്ടെന്ന് ഉണ്ടായി, ഒരാൾ വട്ടം ചാടി റോഡ് ധൈര്യമായിട്ട് ഒരു കണ്ണാടയും നോക്കണ്ട,
ഒന്നും നോക്കണ്ട, എടുത്ത വഴി ചവിട്ടിക്കും. ബാക്കിൽ വണ്ടി ഇടിച്ചാലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്. മനസ്സിലായ? അവിടെ ഒരു പ്രമാണം നോക്കണ്ട. എമർജൻസി, പക്ഷേ എമർജൻസി ബ്രേക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് എന്ത് ഒഴിവാക്കണം? എമർജൻസി ബ്രേക്ക് ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ രാജമാഷ് ഇങ്ങനെ പറഞ്ഞല്ലോ, അത് കീറിക്കളയാനൊന്നും തോന്നരുത് കേട്ടോ ഭാവിയിലേ. അത് ചെയ്യരുത് ഒരിക്കലും. എമർജൻസി ബ്രേക്ക് അർത്ഥവത്തായിരിക്കണം. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ, ഡ്രൈവിംഗ് പഠിക്കുമ്പോഴേ 4 തരം തടസ്സങ്ങൾ റോഡിൽ മനസ്സിലാക്കണം. ഒരു തടസ്സത്തിൻ്റെ പേര് ടെമ്പററി ഹസാർഡ് എന്ന് പേര് കൊടുക്കുക. അടുത്ത തടസ്സത്തിൻ്റെ പേര് പെർമനൻറ്റ് തടസ്സം എന്നും പേര് കൊടുക്കുക, സ്ഥിരമായ തടസ്സങ്ങൾ. അടുത്ത തടസ്സം ചലിക്കുന്ന തടസ്സങ്ങൾ. മറ്റുള്ളവ എന്ന് പറയുന്നത് അതേഴ്സ്, ക്ലൈമറ്റൊക്കെയാണ്. ഓരോന്ന് പറയാം. നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോഴേ സൈഡിൽ ലോറി കിടക്കണ്, കാറ് നിർത്തിയേക്കണ്, ഒരു 2 വീലറിൽ ഒരാളിങ്ങനെ നിൽക്കണ്, സൈക്കിൾ നിൽക്കണ്, ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്. ഇവരൊന്നും വിശ്വസിക്കരുത്. അവരെപ്പോൾ വേണമെങ്കിലും ചലിക്കാം. അതിന് പേരാണ് ടെമ്പററി ഹസാർഡ് എന്ന് പറയും. ഒരു റോഡ് പണി നടക്കണത് അതും വേണമെങ്കിൽ ടെമ്പററി ഹസാർഡായിട്ട് എടുക്കാം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഒരെണ്ണത്തിന് വിശ്വസിക്കരുത്. ആ ഒരു സ്കാനിങ് ലുക്കിങ് നടത്തണം നമ്മൾ. സ്കാനിങ് വെറുതെ നോക്കണമല്ല. എങ്ങനെ നോക്കട്ടെ? ഡോക്ടറെ അടുത്ത് കൊണ്ടുചെല്ലുമ്പോൾ ഡോക്ടർക്ക് രോഗം മനസ്സിലാവണില്ല. അപ്പോൾ ഡോക്ടർ എന്നാ പറയുക? ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ആ രോഗം കണ്ടുപിടിക്കാൻ പറ്റും. അന്നപ്പോൾ അവർ നോക്കിക്കോളും. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വരെ ഞങ്ങൾക്ക് മതിയാവണില്ല. ഞങ്ങൾ ഇത്ര കാലം വണ്ടി ഓടിച്ചിട്ട് എത്ര സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ചില പ്രാന്തന്മാരെ മനസ്സിലാവണില്ല നമുക്ക് കേട്ടോ. അതേപോലെ നോക്കിക്കോളും. സ്കാനിങ് ലുക്കിങ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ എന്നോട് പറയും ഇങ്ങനെ നോക്കണമെന്ന് പഠിച്ചേക്കണമെന്ന് ചോദിക്കുമ്പോൾ സ്കാനിങ് ലുക്കിങ് സാർ ഇത് എന്നോട് പറഞ്ഞോളൂ കേട്ടോ, മറക്കുക. അപ്പോൾ എത്ര തരം തടസ്സങ്ങളുണ്ട്? ടെമ്പററി ഹസാർഡ് എന്ന് പറഞ്ഞ്, ടെമ്പററി ഹസാർഡ്, പെർമനൻറ്റ് ഹസാർഡ്, മൂവിങ് ഹസാർഡ് ആൻഡ് അതേഴ്സ് കേട്ടോ. ടെമ്പററി ഹസാർഡിന് പിടികിട്ടിയ മനസ്സിലായ? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ വിശ്വസിക്കരുത് കേട്ടോ. പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യും. അമ്മയും പിടിച്ച് നിൽക്കുന്ന കുഞ്ഞില്ലേ വണ്ടിയുടെ എനിക്ക് ഓടി വരും. സൈക്കിളുകാരല്ലേ ചിറ്റിക്കളിയാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുമ്പോഴത്തേക്കൊക്കെ മനസ്സിലായ? ചവിട്ടി പോണ അത് കൂടാതെ നിൽക്കണ സൈക്കിളുകാരായാലും 2 വീലറുകാരൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒട്ടെടുക്കണം അവർ മിററൊക്കെ അവിടെ നോക്കൂല. കാറുകാരെ ഒട്ടും വിശ്വസിക്കരുത്. കാറിൻ്റെ ബാക്കിലെ ഡോറില്ലേ തുറന്ന് പെട്ടെന്ന് ഈ ഡ്രൈവറായാലും ഡോറ് തുറന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് നിൽക്കണ കാറിൻ്റെ അടുത്ത് കൂടെ പതുക്കെ കാറിൻ്റെ ഒരു സൈക്കിൾ പോകണ വേഗതയിലൊക്കെ ആണെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഒരിക്കലും അതിൻ്റെ അടുത്ത് കൂടെ പോരുത്, ചതിക്കും കേട്ടോ. അപ്പോൾ ടെമ്പററി ഹസാർഡ് മനസ്സിലായി. ഇനി ചലിക്കണ ഹസാർഡ് നോക്കാം നമുക്ക്. നമ്മുടെ മുന്നിൽ പോണ വണ്ടി ബ്രേക്ക് ലൈറ്റൊന്നും കത്തുണ്ടാവില്ല, പെട്ടെന്ന് ചവിട്ടുമെന്ന് വിചാരിക്കാം. ചവിട്ടി പോണ സൈക്കിൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു വിചാരിക്കാം. നേരെ പോണ ഒരു സ്കൂട്ടർ, ഒരു നിസ്സാര കുഴി ഉണ്ടാൽ മതി, ചിലപ്പോൾ കയറി പോകുന്ന കുഴിയായിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കുഴി വെട്ടിക്കേണ്ടതാണ്. ഒരു മിററും നോക്കില്ല, ഒരൊറ്റ മരവും ഇവിടെ അടുത്തേക്ക് വരും. ചലിക്കുന്ന തടസ്സങ്ങൾ സൂക്ഷിക്കണം, മനസ്സിലായോ? സോറി, നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ചലിക്കുന്ന തടസ്സങ്ങൾ അല്ലേ? എന്നാൽ അതിൻ്റെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പെർമനൻ്റ് വിട്ട് പറയാൻ വിട്ടുപോയി, പറയാം. എതിരെന്ന് പറഞ്ഞ വണ്ടിനെ വിശ്വസിക്കരുത്. അവൻ പെട്ടെന്ന് അടുത്തേക്ക് വരും. അതിൻ്റെ ബാക്കിൽ നിന്ന് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് വണ്ടികൾ വരുന്നൊക്കെ വെറുതെ വിചാരിക്കുക കേട്ടോ. നമ്മുടെ മുന്നിൽ പോണ വണ്ടി പെട്ടെന്ന് സിഗ്നൽ കൊടുത്ത് ചിലപ്പോൾ റോഡ് ദിശ മാറ്റും. അവർ എതിരെന്ന് പറഞ്ഞ വണ്ടിയും ദിശ മാറ്റും. ചിലപ്പോൾ ബാക്കിൽ നിന്ന് കടന്നു പോണ വണ്ടി അടുത്തേക്ക് പെട്ടെന്ന് വരുന്നത് വെറുതെ വിചാരിക്കുക. അപ്പോൾ ചലിക്കുന്ന തടസ്സങ്ങളെ മുഴുവൻ ആ ഒരു കണ്ണോട് കാണണം. നമ്മൾ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാൾ ചിലപ്പോൾ പൊട്ടനായിരിക്കും. നമ്മൾ ഓണടിച്ചിരുന്ന ആൾ കേൾക്കൂല, ചിലപ്പോൾ നമുക്ക് തടസ്സമായിട്ട് അവർ വരും. ഹസാർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തടസ്സം എന്നാണ്. തടസ്സങ്ങൾ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ തടസ്സങ്ങൾ: ടെമ്പററി ഹസാർഡ്, പെർമനൻറ്റ് ഹസാർഡ്, മൂവിങ് ഹസാർഡ്, പിന്നെ അതേഴ്സ്. പെർമനൻറ്റ് ഹസാർഡിനെ കുറിച്ച് പറയാം. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എല്ലാ വളവിലും ഒരു ഡിവൈഡർ ഉണ്ടാവും എന്ന് വിചാരിച്ചോളൂ. ഇപ്പം ജഗതി ശ്രീകുമാർ ഇങ്ങനെ കിടക്കണമെന്നുണ്ടാ ആ ഡ്രൈവറുടെ അറിവില്ലായ്മയാണ്. ഒരു വളവ് തിരിഞ്ഞ് കയറി ചെന്നതാണ്, ഡിവൈഡറിലിടിച്ച് വെളുപ്പാൻ കാലത്ത് ആ ഡിവൈഡർ വണ്ടിയുടെ സെൻറ്റർ വരെ ഇടിച്ച് കയറിപ്പോയി. ചത്തതിനൊക്കെ പോയി ജീവിച്ചിരിക്കില്ല, കിടക്കണ്ടില്ലേ ആ ഡ്രൈവറുടെ അശ്രദ്ധ. എല്ലാ രാജ്യത്ത് എവിടെ വണ്ടി ഓടിക്കാൻ പോയാലും വിദേശത്ത് പോയാലും വളവുകളിൽ ഡിവൈഡർ ഉണ്ടാവുമെന്ന് വിചാരിച്ചോളൂ. അതൊരു പെർമനൻറ്റ് ഹസാർഡാണ്. പിന്നെ റോഡിൻ്റെ കയറ്റം, ഇറക്കം, ഭയങ്കരമായ വളവുകൾ, ഇതൊക്കെ പെർമനൻറ്റ് ഹസാർഡിൽ പെടുത്തിക്കോളൂ. നമ്മൾ മെയിൻ റോഡിൽ കൂടെ സുഗമമായിട്ട് യാത്ര ചെയ്യണം. സൈഡ് റോഡ് ലെഫ്റ്റ് ഒരു ബോർഡ് വെച്ചേക്കാം. നമ്മളെന്തോരം സൈഡ് റോഡ് ലെഫ്റ്റ് കാണുന്നതാ, അങ്ങനെ കണ്ടാൽ പോരാ. അതിൻ്റെ ആ വഴിയിൽ നിന്ന് പെട്ടെന്ന് ബൈക്കുകാരോ കാറുകാരോ മെയിൻ റോഡിലേക്ക് പെട്ടെന്ന് വരുന്നു വിചാരിക്കുക.
മനസ്സിലായത്? അത് പെർമനൻ്റ് ഹസാർഡാണ് അതൊക്കെ. മറക്കോ? ഇപ്പം എന്തൊക്കെയാണ് പെർമനൻ്റ് ഹസാർഡുകൾ? കയറ്റം, ഇറക്കം, ഡിവൈഡർ അല്ലേ? പിന്നെ വണ്ടി ഓടിച്ചപ്പോൾ നോക്കിക്കൊക്കെ പോകുമ്പോൾ കാണാം ഗ്യാപ്പ് ഇൻ മീഡിയൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ ഗ്യാപ്പ് ഇൻ മീഡിയൻ? വല്ല അറിയോ? നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സെൻട്രൽ ഡിവൈഡർ ഉണ്ട്. ആ ഡിവൈഡർ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പാവും. എന്നിട്ട് അവിടെ വലിയൊരു ഗ്യാപ്പായിരിക്കും. അപ്പോൾ ആ സൈഡിലുള്ളവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങോട്ട് റോഡിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വെച്ച് കയറി പോകാമായിരിക്കും 80-90-ലൊക്കെ. അത് പറ്റില്ല. ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും വണ്ടി അകലേന്ന് ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി സൂക്ഷിച്ച് വേണം ചെല്ലാൻ. ഏതെങ്കിലും പ്രാന്തന്മാർ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത ചവിട്ടേ കിട്ടില്ല. 100 കിലോമീറ്റർ സ്പീഡിൽ പോണ വണ്ടി സത്യമായിട്ടും 10 സെക്കൻഡ് കഴിയാതെ ഈ ലോകത്തൊരു വണ്ടി നിൽക്കില്ല. എത്ര സെക്കൻഡ്? അപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിൽ പോകണമെങ്കിൽ എത്ര സെക്കൻഡ് കഴിഞ്ഞാൽ നിൽക്കുക? 6 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിൽക്കുള്ളൂ. സ്കൂളിൽ അവിടെ 30 കിലോമീറ്റർ സ്പീഡ് താഴെ ഓടിക്കാൻ പാടില്ലെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് പറയണത്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ആ കുട്ടി റോഡ് വട്ടം ചാടണം നമ്മുടെ കണ്ണ് നോക്ക് മാത്രമേ ഉള്ളൂ. കണ്ണ് കാണിച്ചു തരില്ല കേട്ടോ. കണ്ണ് കാണിച്ചു തരില്ല. കണ്ണിൻ്റെ സയൻസ് ഇതാ. കണ്ണ് നോക്കും, തലച്ചോറ് കാണിച്ചു തരും. എന്നിട്ട് മെസ്സേജ് കാലിലേക്ക് പറഞ്ഞേക്കും. ആ കാല് ബ്രേക്കിലേക്ക് വരും. ബ്രേക്കിലേക്ക് വന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നിൽക്കണമെങ്കിൽ 3 സെക്കൻഡ് എടുക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ ആ കുട്ടി രക്ഷപ്പെടും. 30 കിലോമീറ്റർ സ്പീഡ് താഴെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ് കേട്ടോ. ടൗണിൽ എത്ര കിലോമീറ്റർ താഴെ ബൈക്കും കാറും പോകണ്ടേ? ആർക്കെങ്കിലും അറിയാം? മിടുക്കത്തി 40 കിലോമീറ്റർ താഴെ പോകണം. എന്താ കാരണം? ഒരു അപകട സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ 4 സെക്കൻഡ് കൊണ്ട് വണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു മരണം സംഭവിക്കില്ല. ചെറിയ അപകടം പോലും സംഭവിക്കില്ല. എത്രയ്ക്ക് താഴെ പോകണം? അതിന് പറഞ്ഞ നിയമങ്ങൾ കർശനമായിട്ട് പഠിച്ച് പാലിക്കണം. നമ്മൾ 40 കിലോമീറ്റർ മേലെ ഒരുവിധ ആൾക്കാർ ടൗണിൽ കൂടെ പോവില്ല. അതിന് അപ്പുറം പോകണമെങ്കിൽ അവർ വലിയ തെറ്റാണ് ചെയ്യണത്. നാടിൻ്റെ ശാപമാണത്. അങ്ങനെ ചെയ്യരുത് മക്കളെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയാണ്, സൂക്ഷിച്ചോളൂ. ഞാൻ 40 കിലോമീറ്റർ മേലെ ടൗണിൽ കൂടെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കാറില്ല. അത്ര സൂക്ഷിച്ച വണ്ടി പോകാറുള്ളൂ. പഠിച്ചാ? അപ്പോൾ എത്ര തരം തടസ്സം ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? മറ്റുള്ളവർ പറഞ്ഞില്ല അല്ലേ? ചലിക്കേണ്ട തടസ്സങ്ങൾ പിടിയിട്ടില്ലേ? ചലിക്കേണ്ട തടസ്സങ്ങൾ മനസ്സിലായില്ലേ? അതേഴ്സ് എന്താണെന്ന്? ക്ലൈമറ്റ്. ഒരു ഭയങ്കര മഴ പെയ്യാണ്, റോഡിൽ കുഴികളുണ്ടാവും, മഴ പെയ്യണം. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ബ്രേക്ക് ഓടുമ്പോൾ ശരിയായ യഥാർത്ഥ ബ്രേക്ക് കിട്ടുമോ? മഴക്കാലത്തൊക്കെ കിട്ടില്ല. അതാണ് കണക്കാക്കി വണ്ടി ഓടിക്കുക. പിന്നെ ഭയങ്കര മൂടലും മഞ്ഞ്, കാലാവസ്ഥ മോശം, കോട ഇറങ്ങിയേക്കാണ് റോഡിൽ. നമ്മൾ സൂക്ഷിച്ച് പതുക്കെ പോകണ്ടേ? അല്ലാണ്ട് ഓവർ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് പോകുമോ? ഒരിക്കലും പോകാൻ പാടില്ല. ക്ലൈമറ്റിനനുസരിച്ചൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കണം. അടുത്തത് റിയാക്ഷൻ ഡിസ്റ്റൻസ് പറയും. നിങ്ങളൊരു കാർ ഓടിച്ച് പഠിക്കുക, ഇങ്ങനെ ചിന്തിച്ചോളൂ. അങ്ങനെ ഒരു തടസ്സം കണ്ടു, നിങ്ങൾ നോക്കിയപ്പോൾ ഒരു തടസ്സം കണ്ടു. അപ്പോൾ നിങ്ങൾ ആ തടസ്സം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് കടന്നു പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് വർക്ക് ചെയ്തു. കാലെടുത്ത് ബ്രേക്കിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. കണ്ടു കൊണ്ടുവന്നു കേട്ടോ. ആ സമയം കൊണ്ട് വണ്ടി ഓടില്ലേ? കൊണ്ടുവന്ന സമയം കൊണ്ട് വണ്ടി കുറച്ച് ഓടില്ലേ? അതിൻ്റെ പേരാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ്. പഠിച്ചാ? പിന്നെ നിങ്ങൾ ബ്രേക്ക് ഔട്ടി തുടങ്ങും, കുറേശ്ശെ ബ്രേക്ക് ഔട്ടി തുടങ്ങും. അവിടെ നിൽക്കുമോ വണ്ടി കുറച്ചും കൂടി ഓടി പോവും അല്ലേ? ആ ചവിട്ടുമ്പോൾ നിൽക്കണ വരെയുള്ള അകലത്തിൻ്റെ പേരാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് റിയാക്ഷൻ ഡിസ്റ്റൻസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഈക്വൽസ് ടു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അങ്ങനെയൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ചിന്തിച്ചോളൂ. പഠിപ്പിക്കുന്ന ആൾ നിർബന്ധിക്കാതെ അകലേന്ന് ബ്രേക്കിൽ കാല് വെച്ചിട്ട് കുറേശ്ശെ ലൈറ്റായിട്ട് ചവിട്ടി സ്ലോ ആക്കുക. അപ്പോൾ ആ റിയാക്ഷൻ ഡിസ്റ്റൻസ് നമുക്ക് മാത്രമല്ല ആർക്ക് കിട്ടും? ബാക്കിൽ വണ്ടിക്കാർക്ക് കിട്ടും. ഒരു പേടിയും വിചാരിക്കണ്ട. നിങ്ങൾ ഹൈവേ കൂടെയൊക്കെ അകലേക്ക്, ഇപ്പോൾ പാലക്കാടോ അകലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അകലേക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ ബാക്കിൽ വരുന്ന വണ്ടികൾക്കൊക്കെ അത് വലിയ ഉപകാരമായിരിക്കും. അകലേന്ന് മുതൽ നമ്മൾ റിയാക്ഷൻ ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കൊടുത്തിട്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റാന്നറിയോ? കൂട്ടടി അടക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കാർ ഓടിച്ചതല്ല, ട്രാഫിക് ഓട്ടോമാറ്റിക് ലൈറ്റിൽ മഞ്ഞ ലൈറ്റ് അകലേന്ന് കാണണം. നിങ്ങൾ അകലേന്ന് ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി. അപ്പോൾ ബാക്കിലെ വണ്ടികൾക്ക് റിയാക്ഷൻ ഡിസ്റ്റൻസ് കിട്ടി. പിന്നെ ബ്രേക്ക് ചവിട്ടി തുടങ്ങിയപ്പോൾ വണ്ടി വളരെയധികം സ്ലോ ആയി. കറക്റ്റ് റെഡ് ലൈറ്റ് ആകുമ്പോഴേക്കും വണ്ടി ഓടുന്ന ആ ഓട്ടോമാറ്റിക് ലൈറ്റ് വന്ന് നിന്നു. സങ്കല്പിക്കുക.
പുറകിൽ പറഞ്ഞ വണ്ടികൾ കംപ്ലീറ്റ് ഇടിക്കാതെ നിശ്ചിത ഗ്യാപ്പിൽ വന്ന് നിൽക്കുക. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഒരു മരണം സംഭവിക്കില്ല അവിടെ. നമ്മളോട് ആദ്യത്തെ ആളെന്ന് വിചാരിക്കുക. നമ്മൾ മഞ്ഞ ലൈറ്റ് കണ്ടു, ഒരു അക്രമം കാണിക്കണേ, വേഗം അങ്ങോട്ട് കിടക്കാൻ തോന്നി. അപ്പോൾ റെഡ് ലൈറ്റ് കത്തി, റൊട്ട ചവിട്ട് വെച്ച് കൊടുത്തു. ഞാൻ ചോദിക്കണം, അവിടെ റിയാക്ഷൻ ഡിസ്റ്റൻസ് ഉണ്ടാ? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാ? ഇല്ല. ആർക്കെങ്കിലും കൂട്ടിയിടിക്കാണ്ട് നിൽക്കാൻ പറ്റുമോ? എന്തോരം വണ്ടികളെ ട്രാഫിക്കിൽ ഇടിക്കണമെന്ന് അറിയാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മക്കളത് പഠിക്കണം. റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്താണ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്താണ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കണം. പഠിച്ചില്ലേ? ഇതൊക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് നിങ്ങളടുത്ത് പറയാൻ തലയിൽ കയറില്ല. ഇത് വെറുതെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വെറുതെ കേട്ടിരുന്നാൽ മതി. ഈ കള്ളാസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നേക്കുന്നുണ്ട്, വെറുതെ നിങ്ങൾ വായിച്ചാൽ മതി. അത്ര അറിവും കഴിവും പഠിപ്പിക്കുന്ന ആളുടെ കടമ കേട്ടോ. നിങ്ങൾക്ക് എല്ലാത്ത അറിവുകൾ ഉണ്ടാക്കി തരാൻ ഞങ്ങളുടെ കടമയാണ്. അതിനുവേണ്ടി ഞാൻ ഇതിങ്ങനെ തയ്യാറാക്കിയാണ് കേട്ടോ. മറക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചോളൂ. നമ്മൾ ക്ലച്ച് അടിക്കുമ്പോൾ കാലുമ്പോൾ വണ്ടി സ്റ്റാർട്ടായ വണ്ടിയെ ക്ലച്ച് അടിക്കുമ്പോൾ കാലുമ്പോൾ ഒരു ലോഡ് വരുമെന്ന് പറഞ്ഞില്ലേ? അവിടെ എഞ്ചിനും ഗിയർ ബോക്സ് തമ്മിലിങ്ങനെ യോജിച്ച് വരുന്നൊരു സ്ഥലമാണത്. വണ്ടി നീങ്ങൂല. അതിൻ്റെ പേരാണ് ബൈറ്റിംഗ് പോയിന്റ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? ഓർമ്മയില്ല? ആ പേരൊന്ന് പഠിച്ചു വെച്ചോ. എന്താണ്? അവിടെ വണ്ടി നീങ്ങില്ല കേട്ടോ. ഹാഫ് ക്ലച്ച് എന്നാണ് പണ്ടൊക്കെ ആൾക്കാർ പറയാറ്. പിന്നെ റെഡി ടു മൂവ്, വണ്ടി നീങ്ങൂല കേട്ടോ. അടുത്തത്, നിങ്ങളുടെ കാറ് നടന്ന് പോണ സ്പീഡിൽ പോകണമെന്നായിരിക്കും. നിങ്ങളുടെ കാറ് വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് 0 മുതൽ 10 കിലോമീറ്റർ സ്പീഡിൻ്റെ പേരാണ് വാക്കിംഗ് സ്പീഡ് ഓർ ജോഗിങ് സ്പീഡ് എന്നൊക്കെ പറയും. ഡെഡ് സ്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ജോഗിങ് സ്പീഡിൽ വണ്ടി പോകുമ്പോഴേ നിങ്ങളുടെ വണ്ടി ഒന്ന് സ്പീഡ് കുറയ്ക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ കുറച്ച് ക്ലച്ച് അടച്ചിട്ടുള്ളൂ. വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് പോകണത് കേട്ടോ. കുറച്ച് ക്ലച്ച് അടച്ചിട്ടുള്ളൂ. അപ്പോൾ ചക്രം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വണ്ടി ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വീടിൻ്റെ ഗേറ്റ് അടക്കാൻ, ഹമ്പ് അടക്കാൻ, കാർ ഷെഡിലേക്ക് പതുക്കെടുക്കാൻ പൊട്ടിക്ക് ക്ലച്ച് അടയ്ക്കുക. അപ്പോൾ വണ്ടി ഇങ്ങനെ അനങ്ങി പോകും. ഇടയ്ക്കിടയ്ക്ക് ആ ക്ലച്ച് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ എഞ്ചിന് ഗിയർ ബോക്സും വിടും. അപ്പോഴാണ് നമുക്ക് കാർ ഷെഡിലേക്കൊക്കെ കയറിയിടാൻ പറ്റുക. ടൗണിലൊക്കെ വണ്ടിയിൽ പിന്നിൽ നിൽക്കാൻ പറ്റുക. നിർത്തണം എന്നുണ്ടെങ്കിൽ മാത്രം, സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ മാത്രം ക്ലച്ചും ബ്രേക്കും കൂടി ഒന്ന് ഈക്വലായിട്ട് അമർത്തി നിർത്തിയാൽ മതി. സ്ലോ ആക്കാനാണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ക്ലച്ചൊന്ന് അടയ്ക്കുക, ക്ലച്ചൊന്ന് അമർത്തുക, ക്ലച്ചൊന്ന് അടയ്ക്കുക, ക്ലച്ചൊന്ന് അമർത്തുക. ഡ്രൈവ് പഠിക്കുമ്പോഴേ ടീച്ചറെ പഠിപ്പിച്ചു തരും. അത് പഠിപ്പിക്കുന്ന മാഷ് പഠിപ്പിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു മേടിച്ചോളൂ. വണ്ടി പതുക്കെ ഒന്ന് നീക്കുക, ഒന്ന് സ്ലോ ആക്കുക. എന്നിട്ടൊരു ചെറിയ കയറ്റത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ഒന്ന് നിർത്താം. എന്നിട്ട് ഇതേപോലെ ബൈറ്റിംഗ് പോയിൽ കൊടുത്തിട്ട് വണ്ടി കയറ്റത്ത് പതുക്കെ ഒന്ന് ഉരുട്ടുക വാക്കിംഗ് സ്പീഡിൽ. ക്ലച്ച് അടി വരെ ഒന്ന് ചവിട്ടി നോക്കുക. എന്താ സംഭവിക്കുക? നേരത്തെ നമ്മൾ പൊടിക്ക് ക്ലച്ച് അമർത്തി സ്ലോ ആക്കാനാണ് പഠിച്ചത്. വാക്കിംഗ് സ്പീഡിൽ പോണ വണ്ടി കൂടുതൽ ക്ലച്ച് അമർത്തി എന്ത് പറ്റും? ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. മുന്നിലേക്ക് പോയ വണ്ടി നേരെ ബാക്കിലേക്ക് ഇറങ്ങിപ്പോവും. അത് മനസ്സിലാക്കണം. അപ്പോൾ കാർ ഷെഡിലേക്കൊക്കെ കയറുമ്പോൾ കൂടുതൽ ക്ലച്ച് എവിടെ പുറകിലേക്ക് ഇറങ്ങിയാൽ പോകും വണ്ടി കേട്ടോ. വീട്ടിൽ കാറുണ്ടെങ്കിൽ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിടാം. നമുക്ക് കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ച് പൊടിക്ക് ക്ലച്ച് അടിച്ച് പൊടിക്ക് ക്ലച്ച് അമർത്തി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീക്കിയിടാൻ പഠിക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തോളൂ. സ്ലോ ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബ്രേക്ക് വേണ്ട. സ്റ്റോപ്പാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ ചെയ്യണം. B+C. എന്താണ് B+C? ബ്രേക്കും ക്ലച്ചും ഈക്വലായിട്ട് അമർത്തി നിർത്തണം കേട്ടോ. ഇനി നമുക്ക് ഹാൻഡ് കൺട്രോളിലേക്ക് കിടക്കാം. ക്ലച്ചിനെ പറ്റി മനസ്സിലായോ? എന്തിനാ ക്ലച്ച് ഉപയോഗിക്കണേ? ഏത് കാലം കൊണ്ടോ ഉപയോഗിക്കുക ക്ലച്ച്? ഹാൻഡ് കൺട്രോളിലേക്ക് പോകാൻ പറ്റേ ഇടത്തെ കാലം കൊണ്ടാണ് ഉപയോഗിക്കുക കേട്ടോ. എന്തിനാ ക്ലച്ച് ഉപയോഗിക്കണേ? ഗിയറുകൾ മാറാനായിട്ട്. ഗിയർ മാറുമ്പോൾ എന്താ ചെയ്യണ്ടേ? ക്ലച്ച് വേഗത്തിൽ അടിവരെ ചവിട്ടണം. എങ്ങനെ ചവിട്ടണം? വേഗത്തിൽ അടിവരെ ചവിട്ടണം. പകുതി ചവിട്ടണോ? ഒന്ന് ചിന്തിച്ചേ. വണ്ടി ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ ആക്സിഡൻറ്റ് ലൂസ് ആവണോടൊപ്പം ക്ലച്ച് അടിവരെ ചവിട്ടണം കേട്ടോ. അത് ചെയ്യാതെ ഒരിക്കലും ഗിയർ ഇടാൻ പാടില്ല. ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്ക് ക്ലച്ചും ഇല്ല, ഗിയറും ഇല്ല. വെറുതെ സ്റ്റാർട്ടാക്കി ആക്സിഡൻറ്റ് കൊടുത്ത് ബ്രേക്ക് വേണ്ടിയിട്ട് പോയാൽ മതി ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് 2 ദിവസം ഇവിടെ ഓട്ടോമാറ്റിക് ഗിയറിൽ പ്രാക്ടീസ് തരും കേട്ടോ. ചോദിച്ചു മേടിക്കണം. ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ സുഖം എന്ന് മനസ്സിലാക്കുക. ഈ കുരിശൊന്നുമില്ല. എന്ത് കുരിശ്? ഈ വലിച്ച് പറിച്ച് എപ്പോൾ നോക്കിയാലും ഗിയർ ഇടൽ. അത് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചേച്ചി ഒക്കെ ആ അറിവ് മേടിക്കുള്ളൂ. പിന്നെ വീട്ടിൽ ഓട്ടോമാറ്റിക് ഗിയർ ഭയങ്കര സുഖമാണ്. ഓടിക്കാനും സുഖം, പഠിക്കാനും സുഖമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. 2 ദിവസം ക്ലാസ് തരാം കേട്ടോ അതിൽ. ഓക്കെ. അപ്പോൾ അടുത്ത് ക്ലച്ചിനെ കുറിച്ച് ബ്രേക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കട്ടെ.
ഈ ക്ലച്ചേ നിങ്ങൾ വന്നിരുന്നിട്ടേ തലച്ചോറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രേക്കും ആക്സിലേറ്ററും മാറി മാറി കാല് വയ്ക്കാൻ പറഞ്ഞില്ലേ? ആ ഓർമ്മയിലുണ്ടാ? ഉണ്ടാ? ഉപ്പിറ്റി പൊക്കി പിടിച്ചിട്ടാ കുത്തി പിടിച്ചിട്ടാ? താഴെ കുത്തി പിടിച്ചിട്ട് പൊക്കി പിടിച്ചിട്ടാ? കുത്തി പിടിച്ചിട്ട്. അതേപോലെ അത് മാറ്റണതിൻ്റെ ഒപ്പം ക്ലച്ചും അടിവരെ വെറുതെ ഇരുന്ന് ചവിട്ടുക. ക്ലച്ച് 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 പറഞ്ഞ് 10-15 പ്രാവശ്യം വെറുതെ ചെയ്യുക. അത് അറിവ് നമുക്ക് എത്ര അറിവുണ്ടായാലും അത് പ്രാക്ടീസാണ് മുഖ്യം. അതുകൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ABC പ്രാക്ടീസ് ചെയ്തോളൂ. റൈറ്റ്? അത് സ്പോണ്ടേനിയസ് ആക്കിയ വേറൊരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ? ഇനി ഹാൻഡ് കൺട്രോളിലേക്ക് കിടക്കണം. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഹാൻഡ് കൺട്രോൾ. അതിൽ മെയിനാണ് സ്റ്റിയറിങ് കേട്ടോ. പിന്നെ കൈകൊണ്ട് എന്തൊക്കെ പ്രവർത്തിക്കുക? സീറ്റ് ബെല്ലിടുന്നത് എന്തുകൊണ്ടാ? കൈകൊണ്ട്. ഹാൻഡ് ബ്രേക്കോ? ഗിയർ ചേഞ്ച് ചെയ്യണതോ? സീറ്റ് സെറ്റ് ചെയ്യണതോ? ഇതിൻ്റെ ഒരു സ്റ്റിയറിങ് കോളം മനസ്സിൽ വിചാരിക്കുക. ഒരു സ്റ്റിയറിങ് കോളം. ഇതിന് ഓക്സിലറി കൺട്രോൾ എന്ന് പറയും. ഓക്സിലറി കൺട്രോളിൽ ലിവറുകളൊക്കെ ഉണ്ട്. ഇത് വൈപ്പറിൻ്റെ ലിവർ. ഇതൊക്കെ എന്തുകൊണ്ടാണ് വെച്ചാൽ പ്രവർത്തിക്കുക? കാലുകൊണ്ട. ഇത് ലൈറ്റിൻ്റെയാണ്. ഡിമ്മ് ബ്രൈറ്റ്, മുകളിലേക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ്, താഴേക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ്. ഇതൊക്കെ ഇത് കൈകൊണ്ട് പ്രവർത്തിക്കുക, കാലുകൊണ്ട് പ്രവർത്തിക്കുക. ഇതൊക്കെ കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഹാൻഡ് കൺട്രോളിൽ പെട്ടതാണ്. ഇതിന് ഓക്സിലറി കൺട്രോൾസ് പറയും. ഒരു വണ്ടി പാർക്ക് ചെയ്യണം. നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ രാത്രി പാർക്ക് ചെയ്യണം. ഒരു അപകടകരമായ സ്ഥലമാണത്. വണ്ടികളൊക്കെ പാഞ്ഞു വരുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നാ ചെയ്യും? പെട്ടെന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? പകലായാലും അത് ചെയ്യണം പെട്ടെന്ന്. ഒരു ത്രികോണാകൃതിയിലൊരു ലൈറ്റിൻ്റെ കട്ടയുണ്ട് കണ്ടോ? ആ സാധനം അമർത്തിക്കണം. അപ്പോൾ 4 ഇൻഡിക്കേറ്റർ മുന്നേ കിടന്ന് കത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ പേര് ഹസാർഡ് ലൈറ്റ് എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് ചെയ്യണേ? കാലുകൊണ്ടാ? കൈകൊണ്ട്. ഹാൻഡ് കൺട്രോളിൽ പെട്ടതാണ്. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇൻഡിക്കേറ്റർ ഇടാൻ പഠിക്കണം. ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോൾ കൈ സ്റ്റിയറിങ്ങിൽ നിന്ന് മാറരുത്. വിരലുകൊണ്ട് മാത്രം തട്ടണം. കൈ സ്റ്റിയറിങ്ങിൽ നിന്ന് എടുക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് തട്ടി കാണിച്ചു കൊടുത്തപ്പോൾ മുകളിലേക്ക് തട്ടി അങ്ങനെ പഠിക്കണം കേട്ടോ. ഇത് സ്റ്റിയറിങ്ങിനോട് അടുപ്പിച്ച വെള്ളം ചീറ്റും. വിൻസ്ക്രീൻ വാഷിങ്ങിലേക്കുള്ള വെള്ളം ചീറ്റും. ഇതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞ പേരാണ് ഓക്സിലറി കൺട്രോളുകൾ. അതിൽ പെട്ടതിനാണ് ഗേജുകൾ. ഇതിനുള്ളിൽ കുറേ ഗേജുകളൊക്കെ ഉണ്ട്. സ്പീഡോമീറ്റർ കേട്ടോ. പിന്നെ വണ്ടിയുടെ എല്ലാവിധ കൺട്രോളും ഇതിനകത്ത് കാണാം. വണ്ടിക്ക് എത്ര കിലോമീറ്റർ ഓടി, വണ്ടി എത്ര പെട്രോൾ എന്തോരം ബാക്കിയുണ്ട്, ഓയിൽ എന്തോരമുണ്ട്, വണ്ടിയുടെ ഓയിൽ പ്രഷർ എന്തോരമുണ്ട്, ഇതൊക്കെ ഇതിനകത്ത് ഗേജുകളിൽ കാണിച്ചു തരും. ഗേജുകളും ഓക്സിലറി കൺട്രോളിൽ പെട്ട സംഭവങ്ങളാണ് കേട്ടോ. ഓക്സിലറി കൺട്രോൾസ്. ഓക്കെ. ഒരു വണ്ടിയിൽ ഒരാൾ കയറിയിരുന്നതിന് ശേഷം ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ് D++M. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണേ. ഡോറ് ചെക്ക് ചെയ്യണം. ഇരുന്ന് കഴിഞ്ഞിട്ട് ഡോർ ചെക്കിങ് ഉണ്ട്. മിറർ റെക്കോർഡ്, റൂഫ് ലൈറ്റ് കത്തണ്ടോ നോക്കുക. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ബോർഡിൽ ലൈറ്റ് കത്തണ്ടോ നോക്കുക. ഇത്ര ചെയ്താൽ മതി. അപ്പോൾ എന്തറിയാൻ പറ്റും? ഡോർ ഏതെങ്കിലും തുറന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാലോ. ഓക്കെ. അടുത്തത് എന്താണ്? സീറ്റ് സെറ്റ് ചെയ്യണം അല്ലേ? സീറ്റ് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. മുളക് പിടിച്ചോ. സീറ്റ് സെറ്റ് ചെയ്യാൻ പോണ്. അതിനെന്താ ചെയ്യണ്ടേ? അടിയിലെ കമ്പിയുമ്പോൾ പിടിച്ചോ. കമ്പിയുമ്പോൾ ആ കൈ പോണണ്ട ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ കൈ അടിയിൽ പിടിച്ചോ. കൈ എന്തിനാ അവിടെ അടിയിൽ പിടിച്ചേക്കണമെന്ന് അറിയോ? സീറ്റ് അങ്ങോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ഒരു പിടുത്തം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് അടിയിൽ പിടിക്കാൻ കുറച്ചുകൂടി ഉചിതം. അതുകൊണ്ട് പറഞ്ഞു മാത്രം. മോൻ കമ്പി പൊക്കിയിട്ട് വണ്ടി അതങ്ങനെ നീക്കുക. നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്താം. ചാരി ഇരിക്കുക. ഇരുന്നിട്ട് ക്ലച്ച് പെടലുമ്പോൾ കാല് വയ്ക്കുമ്പോഴേ നമ്മൾ തള്ളവിരലിൻ്റെ അടിയിൽ ഇറച്ചി കട്ടില്ലേ, അത് ചെരുപ്പിട്ടിട്ട് എടുക്കണം നമ്മൾ. എങ്കിലും ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ക്ലച്ച് വിട്ടാം. അപ്പോൾ ബലവും കിട്ടും, സ്കിഡ് ചെയ്യില്ല, കാല് ചേഞ്ച് ആവില്ല. തന്നെയല്ല അങ്ങനെ വയ്ക്കുമ്പോൾ ഈ തള്ളവിരലിൽ ഇടത്തെ കാലിൻ്റെ അത് ആ പെഡലിൽ ടിപ്പായിട്ട് കറക്റ്റായിരിക്കും. ആ കൈ ഇതിങ്ങനെ ഒന്ന് തടവി നോക്കണം. ഇത് ശരിയല്ല ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ. ഇനി ആ സൈഡിലേ ഒരു ലിവറുണ്ട്. ആ ഈ കൈ ഇവിടെ വളച്ചുകൊണ്ട് ഇവിടെ പിടിക്കും, മുകളിൽ പിടിക്കും. എല്ലാവരും ശ്രദ്ധിക്കണേ. ആ മടക്കിലൊരു ലിവറുണ്ട്, അത് പിടിച്ച് വലിക്കും. ദയപോട് താഴ്ത്തിക്ക് കണ്ടാ മുകളിലേക്ക് വരട്ടെ. വാ വിട്. അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. കൈ ഇട്ട് നോക്ക്.
ഇതങ്ങനെ വെച്ച് നോക്കാം. ഈ ആംഗിൾ കറക്റ്റ് ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം. സീറ്റ് സെറ്റ് ചെയ്തു. ഇനി സ്റ്റിയറിങ്ങിൽ കൈ വെക്കേണ്ട വിധങ്ങൾ പറഞ്ഞുതരാം. കൈ വെച്ചോ. സ്റ്റിയറിങ്ങിനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, അത് പറയാനാ പോണേ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ജെൻറ്റിൽ ഗ്രിപ്പ് എന്ന് പേര് കൊടുക്കുക. കയ്യിലൊരു കോഴിമുട്ടയുണ്ടെന്ന് വിചാരിക്കുക. ഇവൻ്റെ കയ്യിലൊരു കോഴിമുട്ടയുണ്ട്. മുറുക്കി പിടിച്ചാൽ എന്ത് പറ്റും? പൊട്ടിപ്പോവും. അലസമാറ്റി പിടിച്ചാലോ താഴെ വീണ് പൊട്ടിപ്പോവും. ഈ തള്ളവിരൽ എപ്പോഴും നിവർത്തി പിടിക്കണം. കൈ ഫെദർ ടച്ചിൽ പിടിക്കണം. ഒരു ക്ലോക്കായിട്ട് വിചാരിക്കുക. ഇവിടെ 12, 1, 2, 3, 10, 2 എന്നൊക്കെ പറയും. പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് 3-9 പൊസിഷനാണ് നല്ലത്. ഫെദർ ടച്ചിൽ പിടിച്ചാൽ മതി. ഓക്കെ, ഫെദർ ടച്ചിൽ പിടിച്ചു. ഇവൻ്റെ കൈ നല്ല ഫ്രീ ആണ്. ഇപ്പോൾ എൻ്റെ കൈ തൊടുമ്പോൾ തന്നെ എനിക്കറിയാം അവൻ കൈ നല്ല ഫ്രീ ആയിട്ട് പിടിച്ചേക്കണേ. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ഡ്രൈവർക്ക് വണ്ടിയിലിരുന്ന ചക്രം ഫ്രണ്ട് വീൽ കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഡ്രൈവർക്ക് വണ്ടിയിലിരുന്ന ഫ്രണ്ട് വീൽ കാണാൻ പറ്റുമോ? ഇല്ല. ബാക്ക് വീൽ കാണാൻ പറ്റുമോ? അതും പറ്റില്ല. ശരിക്കും കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഫ്രണ്ട് വീലും ബാക്ക് വീലൊക്കെ നമ്മൾ ഉൾക്കാഴ്ചയിൽ കാണണം. ഇപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഫ്രണ്ട് വീൽ ഉണ്ടാവണം. നേരെ നോക്കിയിരുന്നു. ഫ്രണ്ടിൽ 2 ടയർ മനസ്സിൽ കാണാം. ശ്രദ്ധിച്ച് കേൾക്കണേ. സ്റ്റിയറിംഗ് സ്റ്റഡി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാൻ പോണേ. ഫ്രണ്ടിലെ വീലില്ലേ, ഫ്രണ്ടിൽ വീല് തിരിയാനാണല്ലോ സ്റ്റിയറിംഗ് തിരിക്കണേ. നിങ്ങൾ ഒന്നും അറിയാത്തവരുണ്ടായത് എങ്ങനെ പറയണേ? ഫ്രണ്ടിൽ വീല് എത്ര കണക്കിൽ തിരിച്ചുവോ കറക്റ്റ് കണക്കിൽ, ആ വാക്ക് മറക്കല്ലേ, കറക്റ്റ് കണക്കിൽ നേരെയാക്കിയാൽ അതിൻ്റെ പേരാണ് സ്റ്റിയറിംഗ് സ്റ്റഡി. ഒരു ഇൻസൈറ്റ് വേണം നമുക്ക് വീലിനെ കുറിച്ച്. ഞാൻ ഒന്ന് പരീക്ഷിക്കാം. നിങ്ങളെ ശ്രദ്ധിക്കണേ, നോക്കിക്കോ കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ വീല് വളയ്ക്കാൻ പോണേ. എൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് ആണ്. ഫ്രണ്ടിൽ വീല് എൻ്റെ മനസ്സിലുണ്ട്. നോക്കിയോട്ടോ, ഞാൻ വളയ്ക്കണേ. നോക്കണേ, വളച്ചോ? ആരും കണ്ടില്ല, ഞാൻ വളച്ചു. അനക്കാ കണക്ക് വേണം. നോക്കിയോട്ടോ, ഒന്നും കൂടി നോക്കിയോ. വളച്ചാ ആ ചെറിയ കണക്ക് അതിൽ കറക്റ്റ് നേരെയാക്കണം. ഇനി ഞാൻ വളയ്ക്കാൻ പോണേ. നോക്കിക്കോ, ഫ്രണ്ട് വീല് വളച്ചു. ഹാൻഡ് ഫോളോ ഐസ് എന്നാണ് നിയമം. ഞാൻ എവിടേക്ക് നോക്കുന്നു ആ സൈഡിലേക്കാണ് ഞാൻ വളയ്ക്കേണ്ടത്. വശം അങ്ങനെയാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഹാൻഡ് ഫോളോ ഐസ്. ഏത് വശത്തേക്ക് നോക്കുന്നോ ആ വശത്തേക്ക് വളയ്ക്കണം. അതാണ് അതിൻ്റെ ദിശ. ഞാൻ സ്റ്റഡിയാക്കാൻ പോണ്. സ്റ്റഡിയായോ? ആയോ? കണക്ക് കറക്റ്റായോ? ഇതിപ്പോഴും കണക്ക് കറക്റ്റായ മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട് വീല് ലെവലായി. ഒന്നുകൂടി വളയ്ക്കാം. നോക്കിയോട്ടോ, വളച്ചു. കറക്റ്റല്ലേ? അല്ലേ? കൂടുതലോ കുറവോ? കുറച്ച് കൂടിപ്പോയി. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. എത്ര കണക്കിൽ വളച്ചുവോ കറക്റ്റ് കണക്കിൽ നേരെയാക്കണതിൻ്റെ പേരാണ് സ്റ്റിയറിംഗ് സ്റ്റഡി എന്ന് പറഞ്ഞേ. എത്ര കണക്കിൽ വളച്ചുവോ അത്ര കറക്റ്റ് കണക്കിൽ നേരെയാക്കണേ എന്താണ്? ഒരാൾ കുറേ കാലം വണ്ടി ഓടിച്ച ഡ്രൈവറാണ്. ഒരു ഹൈ റേഞ്ച് വഴിക്ക് പോവുക. അവിടെ കൊക്ക ഇവിടെ കൊക്ക. അയാൾ ഇങ്ങനെ വളച്ചു. കൃത്യം കണക്കിൽ മറിച്ചടിക്കാൻ മറന്നുപോയി പുള്ളിക്കാരൻ. എന്തുണ്ടാവും? വണ്ടി വല്ല ഒഴിക്കുമ്പോൾ എത്ര വലിയ ഡ്രൈവറായാലും ഇത് ഒട്ടിച്ച് വെച്ച് സ്ഥിരമാക്കി വെച്ചേക്കല്ല. എത്ര വലിയ, അതായത് ഉറങ്ങിപ്പോവരുത്, മയങ്ങിപ്പോവരുത്. അതാണ് പറയുന്നത്, മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, അലസമായിട്ട് വണ്ടി ഓടിക്കരുത്. ഈ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടരുത്. നേരെ നോക്കുന്നതിൻ്റെയും വളച്ച് സ്റ്റഡിയാക്കണതിൻ്റെയും നല്ല ഉണർവ് വേണം നമുക്ക്. ഒന്നുകൂടി ഞാൻ വളയ്ക്കാട്ടോ. വളച്ചു അല്ലേ? നേരെയാക്കട്ടെ? കറക്റ്റാണോ? ആണ്, കറക്റ്റാണ്. മനസ്സിലായ? കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നോക്കിയോ. ഇത് കറക്റ്റാണോ നോക്കി. കറക്റ്റാണോ? കുറച്ചും കൂടി ഉണ്ട് അല്ലേ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി എന്താണെന്ന് പഠിച്ചു. ഫ്രണ്ടിലെ ടയർ മനസ്സിൽ കണ്ടാൽ മതി. പഠിപ്പിക്കുന്ന ആൾ അധികം സ്റ്റിയറിംഗ് കയറി പിടിക്കാണ്ട് നോക്കണം. അവരെ ബ്രെയിൻ വർക്ക് ചെയ്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. ഏറ്റാ? ഇനി തിരിക്കേണ്ട രീതി 2 രീതിയുണ്ട്. നോക്കി കണ്ട് പഠിച്ചോ. അത് നാട്ടുകിടപ്പാണ്. നോക്കിയോട്ടാ. ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? ഏതാ നല്ലത്? ഏത് തിരിയാ നല്ലത്?
ഇതിന് നമുക്കൊരു പേരിടാം, യൂണിഫോം സ്പീഡ്. അതിന് പേരിട്ടുള്ളൂ, ജീവിതത്തിൽ മറക്കരുത്. അത് ഓടിക്കുമ്പോൾ ആൾക്കാർക്ക് നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള കൊതിയാവും. നിങ്ങൾ തിരിക്കണത് ആരും അറിയരുത്, നമ്മൾ ബ്രേക്ക് വിടണത് ആരും അറിയരുത്, ഗിയർ മാറണത് ആരും അറിയരുത്. അതേപോലത്തെ ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ ആസ്വദിച്ച് ഓടിക്കാം. മനസ്സിലായില്ല? ഞാൻ ചില ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് നോക്കിയിരുന്നുണ്ട്. ഇങ്ങനെ എത്ര യാത്ര ചെയ്താലും ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് ഓരോ ഡ്രൈവർമാരെ. ചിലർ അതുകൊണ്ട് ഈ പേട്ടയിൽ ഒരു നല്ല ഡ്രൈവറുണ്ട്. ഞാൻ അകലേക്കൊക്കെ യാത്ര പോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവനെ വിളിച്ചിട്ട് പോവുള്ളൂ. അവൻ്റെ വണ്ടിയിൽ സ്വസ്ഥമായിട്ടിരിക്കുക. അവൻ ചവിട്ടി അറിയില്ല, ഗിയർ മാറുന്നത് അറിയില്ല. അത്ര നല്ല ഡ്രൈവറാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഓർമ്മയിലേക്ക് വയ്ക്കാൻ പറ്റില്ല. നിങ്ങളാരും ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. നിങ്ങളിങ്ങനെ വീട്ടുകാരും കയറ്റി ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോയി അവർ വിചാരിക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടിടിക്കുക അവൻ്റെ ഈശ്വരാന്ന് വിചാരിക്കും. ഇതിൻ്റെ പേര് വെട്ടിക്കൽ. മറ്റേതിൻ്റെ പേരിട് യൂണിഫോം സ്പീഡ്. നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി പഠിച്ചു, യൂണിഫോം സ്പീഡ് പഠിച്ചു. അതിലുണ്ട് നോക്കിയേ, എഴുതിയില്ല? അത് കണ്ടില്ല? ഹാൻഡ് കൺട്രോളിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്കിത് വരാനായിട്ട് ഇത്തിരി സമയമെടുക്കും. അതിന് ഒരു സൂത്രം പറഞ്ഞുതരാം. ജെൻറ്റിൽ ഗ്രിപ്പിൽ പിടിക്കുക. കേൾക്കണ്ട മോനെ? ജെൻറ്റിൽ ഗ്രിപ്പിൽ പിടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിരിക്കുക, കണ്ണ് നേരേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു 50 തവണ ഏറ്റവും സ്പീഡ് കുറവിൽ സെമി സർക്കിൾ വരെ ഒരു 50 തവണ ഒരു സൈഡിലേക്ക് വളയ്ക്കാം. അപ്പോൾ കൈ ഫ്രീ ആവും, സ്പോണ്ടേനിയസ് ആവും. പതുക്കെ വളയ്ക്കാവും കേട്ടോ. നാളെ ഞാൻ നോക്കുമ്പോൾ ക്യാമറയൊക്കെ അവിടെ നോക്കുക. ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരെ. ഒരു ടീച്ചറാണ്, ടീച്ചർ കാണിക്കുന്നതാ വന്നിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പ്രാക്ടീസ് ചെയ്യണതാണ്. ഞാൻ ഓടി താഴ്ത്തിക്ക് വന്നു. എൻ്റെ പൊന്നു ടീച്ചർ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ റോട്ടിൽ പിന്നെ ആരെങ്കിലും ബാക്കിയുണ്ടോ എല്ലാവരും കയറി ഇടിക്കും. ശരിയല്ലേ? ആരും ഉൾക്കാഴ്ച പറഞ്ഞു കൊടുത്തു ടീച്ചർക്ക്. ടീച്ചർ അങ്ങനെ തിരിക്കരുത്, തിരിച്ചാൽ അടുത്ത കൂടെ വണ്ടികളൊക്കെ പോകണം, സൂക്ഷിക്കണം, അനക്കണതിന് കണക്ക് വേണം. നിങ്ങൾ വന്നിരുന്ന് പതുക്കെ തിരിച്ച് പഠിച്ചോളൂ. എത്ര പ്രാവശ്യം തിരിക്കരുത്. എത്ര പ്രാവശ്യം തിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ? 50 തവണ തിരിക്കണം. മടി കാണിച്ചാൽ പഠിക്കില്ല. പറയണത് അക്ഷരം വെറുതെ അനുസരിക്കണം. അത് നിങ്ങളുടെ കടമയാണ് കേട്ടോ. വന്നിരുന്ന് ഒരു അരമണിക്കൂർ കൂടെ ചിലവാക്കണം. കാല് മാറ്റണ കാര്യത്തിലും ഈ തിരിക്കലും. കൈ തളരുകയും ചെയ്താൽ എക്സ്പീരിയൻസ് ആവും. 2 സൈഡിലേക്ക് 50 ടൈംസ് ചെയ്യണം. ഓക്കെ? അത് കഴിഞ്ഞിട്ട് ഒരു കൈ ഗിയറിൽ വയ്ക്കുക. ഒറ്റ കൈ കൊണ്ട് ചെയ്യണം ഒരു 50 പ്രാവശ്യം. അത് എക്സ്പീരിയൻസ്ഡ് ആവും. ഈ കൈ താഴ്ത്തിടുക. ഇടത്തെ കൈ കൊണ്ട് മാത്രം ചെയ്യണം 50 പ്രാവശ്യം. 2 കൈ കൊണ്ടും 2 സൈഡിലേക്ക് ചെയ്യണം. ഒരു കൈ കൊണ്ട് 2 സൈഡിലേക്കും ചെയ്യണം. ഈ കൈ കൊണ്ട് 2 സൈഡിലേക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒഴുക്കും ശരിയാവുള്ളൂ, കൈയും ഫ്രീ ആവുള്ളൂ. വാക്കുകൾ മറക്കല്ലേ? ഒഴുക്കും ശരിയാവുള്ളൂ, കൈയും ഫ്രീ ആവുള്ളൂ. സ്പോണ്ടേനിയസ് ആയിട്ട് വരും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? പഠിപ്പിക്കുന്ന ടീച്ചറോട് പറയുക, ഞാൻ ഗിയറിൽ നിന്ന് കൈ വെച്ചോട്ടെ ടീച്ചറെ, എന്നിട്ട് ഒറ്റ കൈ കൊണ്ടൊന്ന് വളവ് വളച്ചോട്ടെ എന്ന് ചോദിക്കുക. എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് വളവ് വളച്ച് പഠിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം, ടീച്ചറോട് പറയുക, ആ വളയ്ക്കണ സമയത്ത് ഞാൻ ഒന്ന് ഗിയർ ഇട്ടോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ വളയ്ക്കണ്ട. നിങ്ങൾ ആ വളവിൽ വെച്ച് ഗിയർ ഇട്ടാലും നിങ്ങൾ വളയ്ക്കേണ്ട, തന്നെ കറക്റ്റ് വളഞ്ഞ് തന്നെ നിരയായിക്കോളൂ. മനസ്സിലായി? എന്തുകൊണ്ടാണ്? ഇവിടെ വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്തതിൻ്റെ കാര്യമുണ്ട്. അല്ലാത്തവർക്ക് വരുമോ? പറ്റില്ല. അതിൻ്റെ പേരാണ് സ്പോണ്ടേനിയസ്, സ്വാഭാവികമായിട്ട് പറഞ്ഞത്. ചെയ്യോ? ഓക്കെ? പ്രാക്ടീസ് മറക്കരുത്. കാല് മാറ്റിൽ ഞാൻ പറഞ്ഞു, സ്റ്റിയറിംഗ് തിരിക്കൽ 50 ടൈംസ് വെച്ച് ചെയ്യണം. ഒറ്റ കൈ കൊണ്ട് ചെയ്യണം. ചെയ്തോളൂ കേട്ടോ. ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് എന്നെ ഒന്ന് കാണണം. റൈറ്റ്. അടുത്ത് പറയട്ടെ, പുഷ് ആൻഡ് പുള്ള് എടുത്തോ. ആദർശിൻ്റെ കണ്ണുകൾ 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ നേരെ നോക്കിയിരുന്ന് പഠിച്ചാൽ അത് നല്ലൊരു തുടക്കമായിരിക്കും. നിങ്ങളിവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറും 2 മിനിറ്റ് കണ്ണിനെ അനങ്ങാണ്ട് പിടിക്കുക. അപ്പോൾ അത് തുടർന്ന് ആയിക്കോളും കേട്ടോ. ഇനി താഴേക്ക് നോക്കും. പഠിക്കാൻ വരുന്ന എല്ലാവരും താഴേക്ക് നോക്കും. അത് ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എണ്ണം പിടിക്കണം. അപ്പോൾ ആ തെറ്റ് തിരുത്താൻ പറ്റും. ഒരു എക്സ്പേർട്ട് ഡ്രൈവർ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ ഒരു പ്രാവശ്യം വണ്ടിയിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉറങ്ങിയെന്നുണ്ടാവും. പറ, വണ്ടി ആക്സിഡൻ്റ് ആവും. സത്യമല്ലേ? അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുന്നത് ശരിയോ തെറ്റോ? ഭയങ്കര ഗുരുതരമായ തെറ്റാണ് കേട്ടോ. ഒരിക്കലും താഴെ നോക്കരുത്. ഞാൻ ആ ചുവന്ന നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും
നാം എപ്പോഴും നേരെ നോക്കി വണ്ടി ഓടിക്കണം. ഒരിക്കലും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ആ വാക്ക് ഉപയോഗിച്ചതിന് അത്രയും നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോണത് ശ്രദ്ധിക്കണം. 2 താഴെ നോക്കി വേണ്ട. ആദർശ് താഴെ നോക്കി. 1 എണ്ണിക്കോ. ഞാൻ എണ്ണം പറയാം. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലാവരും കേട്ടോ? വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു വലിയ വളവ് വരാണ്. എതിരത് ലോറി വരുന്നുണ്ട്, കാറ് വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്. ആദർശിൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ കാറ് ലോറിയിൽ നിന്ന് ഇടിക്കാൻ പാടില്ല. അതിൻ്റെ പേര് വെഹിക്കിൾ വിഷൻ. വണ്ടിയുടെ വാലറ്റം വരെ മനസ്സിൽ വേണം. ആദർശ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതിയോളായപ്പോൾ പിന്നെയും തിരിക്കാനുണ്ട്, പിന്നെയും കുറച്ചും കൂടി തിരിക്കാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കൈ ബ്ലോക്കായി അവിടെ അല്ലേ. അപ്പോൾ പുഷ് ആൻഡ് പുള്ള് വരുന്നത് അവിടെയാണ്. ശ്രദ്ധിക്കുക, നോക്കാം. കൈ ഫ്രീ ആയിട്ട് പിടിച്ചോ. ഇതാ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കില്ലേ. സെമി സർക്കിൾ ആവാറാവുമ്പോൾ ആ വണ്ടി പെട്ടെന്ന് വളയ്ക്കരുത്, പെട്ടെന്ന് കൈ എടുക്കരുത്. ഈ കൈ കൊണ്ട് പുഷ് ചെയ്യുക, ഇത് പുൾ ചെയ്യുക, പതുക്കെ വലിക്കുക, വളയ്ക്കുന്നതിനനുസരിച്ച് പുൾ ചെയ്യുക. ഇത് എത്ര ഉള്ള കാര്യം. ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന പിള്ളേർ എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് വളയ്ക്കും, പെട്ടെന്ന് കൈ നീക്കും. അപ്പോൾ വണ്ടി ടീച്ചർ ഭാഷ കയറി പിടിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വളരെ ലളിതമായിട്ട് വളയ്ക്കുക, പതുക്കെ പുഷ് ചെയ്യുക, പതുക്കെ പുൾ ചെയ്യുക. ദാറ്റ്സ് ഓൺലി. നല്ല വളവ് വളയ്ക്കാൻ പറ്റും. ആദർശന് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? പതുക്കെ വളയ്ക്കുക. എന്നിട്ട് മോനെ സെമി സർക്കിൾ ആവാറാകുമ്പോൾ പുഷ് ആൻഡ് പുൾ. വെരി ഗുഡ്, നൈസ്, സൂപ്പറായിട്ട് ചെയ്തവൻ. സ്റ്റഡിയാക്കിക്കോ. ഇതിൻ്റെ പേരാണെന്ത്? പുഷ് ആൻഡ് പുൾ. ചാടരുത് കൈ. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും ഒരിക്കൽ സൈഡ് തട്ടും. സെയിം ടു ദ ലെഫ്റ്റ് സൈഡ്. വളച്ച് ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് വെച്ചാൽ പുഷ് ആൻഡ് പുൾ വേണ്ട കേട്ടോ. വളവ് ഇത്ര ഉള്ളൂങ്കിൽ പുഷ് ആൻഡ് പുൾ വേണോ? വേണ്ട. അത് കഴിഞ്ഞ് വളയ്ക്കുമ്പോൾ പുഷ് ആൻഡ് പുള്ള് കൊടുക്കുക. ഇത് പുഷ് ചെയ്യുക, ഇത് പുൾ ചെയ്യുക. തള്ളുക, വലിക്കുക, സ്റ്റഡിയാക്കുക. ക്ലിയറായ? ഇതും നിങ്ങൾ വന്നിരുന്ന് ചെയ്തു നോക്കണം. എന്താ പറയാൻ? പുഷ് ആൻഡ് പുൾ. ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എങ്കിലും സൗകര്യപ്രദമായിട്ട് ചെയ്യാം. വണ്ടി നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പതുക്കെ ഓടിക്കുള്ളൂ എല്ലാവരും. ഫസ്റ്റ് ഗിയറിൽ കുറച്ച് സ്പീഡ് ഉണ്ടാവുള്ളൂ, ക്ലച്ച് അധികം അടയ്ക്കില്ല, കുറച്ച് അടയ്ക്കുള്ളൂ. ആ സ്പീഡിൽ പോകുമ്പോൾ ഒരു വലിയ വളവ് വളയ്ക്കണം എന്ന് പറഞ്ഞാൽ യു ടേൺ തിരിയാനൊക്കെ വേണമെങ്കിൽ ഈ സ്റ്റൈൽ ഉപയോഗിക്കാം. ഈ കൈ ആകാശത്ത് കൂടെ വന്നിട്ട് ഇങ്ങനെ വളയ്ക്കാം. പക്ഷേ കണക്ക് വെച്ച് വളയ്ക്കണം. കണക്ക് വെച്ച് മറിച്ചോടിക്കും. പതുക്കെ മറിച്ചോടിച്ചോ. കണ്ടല്ലേ ഡ്രൈവർമാർ കാണിക്കണ്ടല്ലേ? ഇതിനെ പറയാം ഓവർലാപ്പ് സ്റ്റൈൽ എന്നാണ് പറയുക. പക്ഷേ ഇത് നിയമവിരുദ്ധമാണ്. കൈ ക്രോസ് ചെയ്യാൻ പാടുള്ള നിയമമുണ്ട്. ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ റോഡിലിട്ട് പട്ടം വിളയ്ക്കുമ്പോൾ പുഷ് ആൻഡ് പുള്ളിയിൽ വളച്ച് കാണിക്കണം. രാജമാഷ ഇങ്ങനെ പഠിപ്പിച്ചു എന്നും പറയരുത് ആരോടും. മനസ്സിലായ? എന്നാൽ പ്രാക്ടിക്കൽ സൈഡിൽ കണക്ക് വെച്ചിട്ട് വളയ്ക്കാനായിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുക. കൈ ഉള്ളിൽ കൂടെയൊക്കെ പുറത്ത് മോനൊന്ന് കാണിച്ച്, ആദർശം ഒന്ന് കാണിച്ച്, പതുക്കെ മതി. ടെസ്റ്റ് ചെല്ലുമ്പോൾ പുഷ് ആൻഡ് പുള്ള എടുക്കാവും കേട്ടോ. മനസ്സിലായ? പതുക്കെ. ഇനി ഞാൻ പഠിപ്പിക്കാൻ കൂടെ ശ്രദ്ധിക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആദർശ് ശ്രദ്ധിക്കണം. നേരെ നോക്കിയിരുന്നോ. ഫ്രണ്ട് വീല് മനസ്സിൽ കാണുക. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയണേ. ഞാൻ വളയ്ക്കാൻ പോണ്. ആദർശ് നേരെയാക്കണം. അവൻ കറക്റ്റായിട്ട് ചെയ്തു. ഞാനൊരു പൊടിക്കാനൊക്കെയുള്ളൂ, അവൻ കറക്റ്റ് സ്റ്റഡിയാക്കി. ഞാൻ കാണിച്ച പോലെ ആദർശ് ഇവിടെ വന്നിരുന്നത് പല കണക്കിൽ ഞാൻ വേണ്ട മോനെ അത്ര മതി. അതേ കണക്കിൽ സ്റ്റഡിയാക്കുക. വെരി ഗുഡ്. അത്രം ഇനി ഞാൻ വളയ്ക്കാട്ടെ. മോൻ നേരെയാക്കിക്കോളൂ. കൃത്യം കണക്കിൽ കൊണ്ട് നേരെയാക്കി. അതിൻ്റെ അർത്ഥം ആ ആൾക്ക് ഷെയറിങ് സ്റ്റഡി എന്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. പഠിച്ച എല്ലാവരും എത്ര കണക്കിൽ വളച്ചോ കറക്റ്റ് ആ വാക്ക് ഉപയോഗിക്കണം. കറക്റ്റ് ആ കണക്കിൽ കൊണ്ടുവന്നാൽ എന്താണ്? ഒറ്റ ഡ്രൈവർക്ക് ടയർ കാണാൻ പറ്റില്ല. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് ദയവ് ചെയ്ത് 50 പ്രാവശ്യം ചെയ്യണം. ഒരു കൈയോടാക്കി ഞാൻ ആദർശനെ പരീക്ഷിക്കാൻ പോവാണ്. ദയവ് കണ്ട് താഴെ നോക്കി കേട്ടാ. 2 മിനിറ്റ് നോക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുടെ ഏറ്റവും വലിയ കുറവെന്നിട്ടാണെന്നറിയോ? കഴിവ് കുറവല്ല, അറിയാണ്ട് പറ്റുന്ന തെറ്റ്. കീഴ്പ്പിട്ട് നോക്കല് പഠിക്കുന്ന സമയത്ത് നിങ്ങളെ
ടീച്ചർ കാണാനുണ്ടല്ല, ഇടയ്ക്ക് ഇതിങ്ങനെ ചോളിക്കണം ഉച്ചയ്ക്ക് ഏത് കീറിൽ കിടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരിക്കലും വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു പയ്യൻ ബെസ്റ്റായിട്ട് നേരെ നോക്കിയിരുന്ന് ഓടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർക്ക് തോന്നി, സാർ എന്നോട് പറഞ്ഞാ ഇവനെ കൊണ്ടൊന്ന് താഴെ നോക്കിച്ചിട്ടുള്ള കാര്യമുള്ളതെന്ന് തോന്നി. സാറ് ചോദിച്ചു ഏത് കീറിലവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞില്ല. അപ്പോൾ അവൻ നോക്കിയില്ല. അവൻ പറഞ്ഞു സാറേ വണ്ടി തേർഡ് ഗിയറിലാന്ന് പറഞ്ഞു. തേർഡ് ഗിയറിലല്ലല്ലോ, സെക്കൻഡിലാണല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് ഓടിപ്പിക്കില്ല, അധികമൊന്നും ഓടിപ്പിക്കില്ല. അവൻ്റെ ആ പെർഫോമൻസ് കണ്ടിട്ട് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു സാറ് തേർഡ് ഗിയർ തന്നെയാണെന്ന് പറഞ്ഞു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? സാറ് വണ്ടീൻ്റെ വലിക്കൽ കണ്ടാൽ എനിക്കറിയാം, വണ്ടിയുടെ സ്പീഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാൽ നീ താഴെ നോക്കാത്തേ? നോക്കരുത് എന്നോട് തീർത്ത് പറഞ്ഞിട്ട് നോക്കിയ സാറ് തോപ്പിക്കുന്ന പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മിടുക്കുക, നീയടാ മിടുക്കൻ, അതാണ് പഠിപ്പ് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പഠിപ്പാണ് എപ്പോഴും അകലെ നോക്കല് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴേ 5 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം മനസ്സിലെപ്പോഴും. ഞാൻ എപ്പോഴും നേരെ നോക്കിയേ വണ്ടി ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞെല്ലാവരും. ഞാൻ നേരെ നോക്കിയേ വണ്ടി ഓടിക്കുള്ളൂ എപ്പോഴും. അങ്ങനെ കമൻറ്റ് ചെയ്ത് പഠിച്ചോളൂ. 5 പോയിന്റുകൾ കമൻറ്റ് ചെയ്യണം. എൽ എന്ന് പേര് കൊടുക്കാം നമുക്ക്. ആ ചോപ്പൻ നോട്ടീസെടുത്ത് അതിൽ ആദ്യം എഴുതിയത് എന്താ? എൽ അല്ലേ. ഞാൻ എപ്പോഴും അകലെ നോക്കി വണ്ടി ഓടിക്കുള്ളൂ എന്ന് എപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ട് നടക്കാം കുറച്ച് ദിവസത്തേക്ക്. 2 എസ്, ഞാൻ എപ്പോഴും കറക്റ്റ് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കും. കമൻറ്റ് ചെയ്യുക, സെൽഫ് കമൻറ്റ്. ആരും കേൾക്കണമെന്നില്ലല്ലോ, പെട്ടെന്ന് കാർ ഓടിക്കാറാവും. 3, ഞാൻ എപ്പോഴും അകലെ നിന്ന് ഹോൺ അടിക്കും. ഹോൺ അടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുന്ന പോലെ ഹോൺ അടിച്ചാൽ മതി. ഒരു ഹോൺ അടിച്ചാൽ അർത്ഥം അറിയിക്കണ പോലെ, 2 ഹോൺ അടിച്ചാൽ വഴി ആവശ്യപ്പെടുന്ന പോലെ എന്നാണ് അർത്ഥം. അതും തെറ്റില്ല. നീട്ടടിക്കരുത്, തെറി വിളിക്കുന്ന പോലെയാണ്. അത് ചെയ്യരുത് കേട്ടോ, മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ ഒരു ഹോണെന്ന് വെച്ചാൽ മാന്യമാണ്, അകലേന്ന് അടിക്കുക. ആദ്യത്തെ കമൻറ്റ് ചെയ്യേണ്ട പോയിന്റ് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോളൂ. ഞാൻ എപ്പോഴും, അത് പറയാത്ത ഇത് കുറവാകരുത്. ഞാൻ എപ്പോഴും അകലെ നോക്കി വണ്ടി ഓടിക്കുള്ളൂ. 1. 2, ഞാൻ എപ്പോഴും കറക്റ്റ് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കൽ ശ്രദ്ധിക്കും. 3, ഞാൻ എപ്പോഴും അകലേന്ന് ഹോൺ അടി. ഇത് നിങ്ങളിത് കമൻറ്റ് ചെയ്തുകൊണ്ട് നടക്കണം കേട്ടോ മനസ്സിൽ. 4, ഞാൻ എപ്പോഴും അകലേന്ന് മുതൽ ഡിഫൻസീവ് ഗ്യാപ്പ് കൊടുക്കും. ഇപ്പോൾ ഒരു സൈക്കിൾ ഇതിലേ പോവാണ്, എൻ്റെ കൈമിലേക്ക് നോക്കി, ഒരു സൈക്കിൾ ഇതിലേ പോവാണ്, ഇത് പോകട്ടെ. നമ്മൾ കാർ ഓടിച്ച് ബാക്കിൽ നിന്ന് പറയാണ് ഇത്ര അകലെ കൂടെ പോണതാ സേഫ്റ്റി. അതിൻ്റെ പേരാണ് ഡിഫൻസീവ് ഗ്യാപ്പ്. ഇത്ര അടുത്ത് കൂടെ പോയാലേ ചിലപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ ചത്തു. വെറുതെ ആവശ്യമില്ലാത്ത പുരുവാറ്റം ഉണ്ടാകും. ഒരാളുടെ അടുത്ത് കൂടെ പോരുത്, കുറച്ച് ഡിഫൻസീവ് ഗ്യാപ്പ് ഇട്ട് പോവാം എന്ന് ചിന്തിക്കുക. അല്ലാതെ അടുത്ത് കൂടെ ഓടിക്കരുത്, ആപത്താണത്. ഇത്ര കൊല്ലം ഓടിച്ചാൽ ഞങ്ങൾക്ക് വരെ ധൈര്യമില്ല അവിടെ വണ്ടി ആക്സിഡൻ്റ് ആവില്ല എന്നുള്ളത്. മനസ്സിലായ? മറക്കരുത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ കമൻറ്റ് ചെയ്ത്, ഞാൻ എപ്പോഴും അകലെ നോക്കിയേ വണ്ടി ഓടിക്കുള്ളൂ. ഞാനെപ്പോഴും സ്റ്റിയറിംഗ് കറക്റ്റ് സ്റ്റഡിയാക്കും. ഞാനെപ്പോഴും അകലേന്ന് ഓണടിക്കും. എങ്ങനെ കമൻറ്റ് ചെയ്യണ്ടേ? അങ്ങനെ തലച്ചോറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടത്, നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും അകലേന്ന് ഓണടിക്കും. ഞാൻ എപ്പോഴും അകലേന്ന് ഡി എടുക്കും. ഡി ഫോർ ഡിഫൻസീവ് ഗ്യാപ്പ്. അടുത്തത്, അങ്ങനെ തടസ്സം ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ എപ്പോഴും അകലേന്ന് മുതൽ ബ്രേക്കിൽ കാല് വയ്ക്കുക. അങ്ങനെ ബ്രെയിനിനെ പഠിപ്പിക്കണം നമ്മൾ. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ തലച്ചോറ് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം, പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. ഏറ്റില്ലേ? ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഓരോ ഗിയർ മാറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയണമെന്ന് പറഞ്ഞോ. ഓരോ ഗിയറും മാറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും അറിയില്ല, കുഴപ്പമില്ല, ചവിട്ടണം. ക്ലച്ച് ചവിട്ടണം, ക്ലച്ച് ചവിട്ടണം, ക്ലച്ച് ചവിട്ടണം, ക്ലച്ച് ചവിട്ടണം, ക്ലച്ച് ചവിട്ടണം. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. നിങ്ങളെ ചോപ്പനെ വിളിച്ചെടുത്തേ. അതിൽ ലാസ്റ്റ് എഴുതി വെച്ചാൽ നോക്കിയേ, ജി എന്ന് എഴുതിയിട്ട് എന്താ എഴുതിക്കണമെന്ന് അറിയുമോ? നിങ്ങൾ ഓരോ ഗിയർ മാറുമ്പോഴും വളരെ ശാന്തമായിട്ടിരുന്ന് ശരീരം അനക്കാതെ മുകളിൽ കൊടുത്തിരിക്കുന്ന 5 കാര്യങ്ങളിൽ ഭയങ്കര വാക്കോർത്തുണ്ട്, ഭയങ്കര ശ്രദ്ധ കൊടുത്തിട്ട് വേണം ആക്സിഡൻറ്റ് കുറയുന്ന കൂടെ ഇപ്പോൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറാൻ. നിങ്ങളെല്ലാവരും പറഞ്ഞത് ക്ലച്ച് ചവിട്ടണമെന്നാണ്. ബ്രെയിനിനെ അത് പഠിപ്പിക്കരുത്, ഡ്രൈവിംഗ് പഠിക്കില്ല. അപ്പം വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹം ജീവിതത്തിലുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് പഠിപ്പിക്കണം ബ്രെയിനിനെ. ഞാൻ എപ്പോഴും നേരെ നോക്കിയിരുന്നിട്ട്, ഞാൻ എപ്പോഴും സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കിയിട്ട്
ഞാൻ എപ്പോഴും അകലിൽ നിന്ന് ഓൺ അടിച്ചിട്ട്, ഞാൻ എപ്പോഴും അകലിൽ നിന്ന് ഡിഫൻസ് ഗ്യാപ്പ് എടുത്തിട്ട്, ഞാൻ എപ്പോഴും അകലിൽ നിന്ന് ബ്രേക്ക് വിട്ടിട്ട്, ഇത്ര ശ്രദ്ധയുടെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ആക്സിഡൻറ്റ് കുറച്ച് ക്ലച്ച് വിട്ട് ഗിയർ മാറുള്ളൂ എന്ന് ബ്രെയിനിനെ പഠിപ്പിക്കുക കേട്ടോ. എന്നാലേ ബ്രെയിൻ അത് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ, സ്പോണ്ടേനിയസ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഒന്നുകൂടി ചോദിക്കുക. ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ക്ലച്ച്, അത് നിങ്ങളുടെ തലയിലുള്ള അതേ ഉള്ളൂ. ഇത് കയറ്റി വയ്ക്കുക. ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കും, ഓരോ ഗിയർ മാറുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ബ്രെയിൻ വെച്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ക്ലച്ച് എന്ന് പറയുമല്ലേ? അപ്പോൾ ഞാൻ ഒരു വലിയ വെട്ടിടുമായിരുന്നു, അത് ചുമന്ന മഷി വെട്ടിയ കേട്ടാ. എന്നോട് അങ്ങനെ പറയരുത് കേട്ടാ. ഞാൻ ഇവനെ ഇരുത്തിയിട്ട് ഒരു ബ്രെയിൻ ടെസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ചെയ്ത് അതിനാണ് ഞാൻ എത്ര നേരം സംസാരിച്ചത്. ആദ്യം നമുക്ക് ആ കാലൊന്ന് വെച്ച് പഠിക്കാം. മോൻ്റെ ആക്സിഡൻറ്റ് തള്ളവിരൽ തൊട്ടേ അറ്റത്തെ മെയിൻ ഫിംഗർ അത് തന്നെ. അവന് മലയാളം അറിയില്ല, പ്രശ്നമാണ്. അന്നും പറഞ്ഞു എന്നോട്, ഞാൻ പറഞ്ഞു റൈറ്റ് ലെഗ് സെൻറ്റർ പെഡലിലേക്ക് കൊണ്ടുപോവാം. റൈറ്റ് ലെഗ് വിച്ച് ഈസ് യുവർ റൈറ്റ് ലെഗ്, ചേഞ്ച് ടു ബ്രേക്ക്. ബേസിൽ ഉപ്പിറ്റി അത് ടച്ച് ചെയ്യണം ഫ്ലോറിൽ. ഇത്തിരി നീക്കി വയ്ക്കുക, അങ്ങോട്ട് കുറച്ച് നീക്കി വയ്ക്കി. ആ 2 പെഡലിലും നടുവിൽ കുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റാൻ എളുപ്പമുണ്ടാവും. ചേഞ്ച് സ്ലോവിലി പ്ലീസ്, വെരി ക്വയറ്റ്ലി ചേഞ്ച് 50 times ചേഞ്ച് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ മാറ്റണം, മാറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്വയറ്റ്നെസ് ഇല്ല അവിടെ, ഒരു തിരക്കിൻ്റെ ഒരു തലസോറ കാണിക്കണം അവിടെ. പതുക്കെ ചെയ്തോ. പതുക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പം കറക്റ്റായി. ക്ലച്ച് പെടൽ ഇത് ലെഗ് തുടരണ്ടേ, ലെഫ്റ്റ് ലെഗ്. ആ ഫിംഗറിൻ്റെ അടിയിലൊരു ഇതില്ലേ ഇല്ലേ, ഒരു ഭാഗം, അതുകൊണ്ട് ടച്ച് ചെയ്യുക. പ്രസ് ഫുള്ള്. അതേതാ ക്ലച്ച്? നേരത്തെ സ്റ്റിയറിങ് ബെസ്റ്റായിട്ട് സ്റ്റഡി ആക്കിയില്ലേ? ആക്കിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റായിട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കാൻ വേണം. നേരെ നോക്കിക്കോ. കണ്ണനക്കരുത് 2 മിനിറ്റ് അടുത്തേക്ക്. ആദർശ് പതുക്കെ ഇങ്ങനെ തിരിക്കുക. നേരത്തെ നമ്മൾ പഠിച്ചത് കാല് മാറ്റി വയ്ക്കാൻ പറഞ്ഞു, സ്റ്റിയറിങ് മാത്രം തിരിച്ച് പഠിക്കാൻ പറഞ്ഞു, ഒറ്റ കൈ കൊണ്ട് തിരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു ഞാൻ. അതേ സമയത്ത് ഞാൻ ഇപ്പോൾ പറയാൻ പോണത് വേറൊരു കാര്യമാണ്. ആദർശ് സെമി സർക്കിൾ വരെ തിരിക്കുക, സെയിം ടൈം കാല് ചേഞ്ച് ചെയ്യുക. ഡു ഇറ്റ്. നേരെ നോക്കിയിരിക്കുക, സെമി സർക്കിൾ വരെ വളയ്ക്കുക, സെയിം ടൈം കാല് ചേഞ്ച് ചെയ്യുക. ബ്രേക്ക് ആൻഡ് ആക്സിലറേറ്റർ സെയിം ടൈം. പതുക്കെ സ്ലോവിലി, യൂണിഫോം സ്പീഡിൽ. നോ യൂസ് പുഷ് ആൻഡ് പുൾ, ഓൺലി സെമി സർക്കിൾ, അപ് ടു സെമി സർക്കിൾ. വേണ്ടാ അവിടെ ബ്രെയിൻ കംപ്ലീറ്റ് എവിടേക്ക് പോയി? താഴ്ത്തിക്ക്. അപ്പോൾ ഇവിടെ എന്തായി? വ്യത്യാസം പറഞ്ഞു. കൈ തളർത്തിയിട്, ബലം പിടുത്തം വന്നു. ഇത് പ്രാക്ടീസ് ചെയ്യണം. പതുക്കെ സെമി സർക്കിൾ വരത്തിരിക്കുക. ആദർശം എടുക്കാനാ, നീ വിചാരിച്ചാൽ നടക്കും ഇത്. ഇപ്പം ക്ലിയർ ആവുന്നുണ്ട്, പതുക്കെ ചെയ്താൽ മതി. വെരി ഗുഡ്. കാല് ചേഞ്ച് ചെയ്യണ്ടോ അവൻ? നോക്കി, രണ്ടും സെയിം ടൈം ചെയ്യണം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴേ വളവിലൊക്കെ വരുമ്പോൾ വെറുതെ കാല് ചേഞ്ച് ചെയ്ത് നോക്കിയോളൂ, വളയ്ക്കുന്ന സമയത്തൊക്കെ കേട്ടോ. അത് ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായ? അടുത്തത് ഒരു കൈ ഇവിടെ വയ്ക്കുക. നേരെ നോക്ക്. ഒരു കൈ കൊണ്ട് ഇത്രം വരെ വളയ്ക്കുക, പതുക്കെ നേരെയാക്കുക യൂണിഫോമിൽ. എന്നിട്ട് കാല് ചേഞ്ച് ചെയ്യുക, പറ്റിക്കുക, ക്ലച്ചും കൂടി ചവിട്ടുക. അതാണ് മനസ്സിലായ? അതായത് ഇപ്പം നിങ്ങളൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം കാല് ചേഞ്ച് ചെയ്ത് സ്പോണ്ടേനിയസ് ആക്കുക, തിരിച്ച് സ്പോണ്ടേനിയസ് ആക്കുക, ഒറ്റക്കൈക്ക് സ്പോണ്ടേനിയസ് ആക്കുക. പിന്നെ ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോഴേ പറ്റുള്ളൂ. ഒന്ന് പിടികിട്ടിയ ഓക്കെ. താൻ വിചാരിച്ചാൽ നടക്കും. ഇത്ര തന്നെ ചെയ്യണത് അവൻ്റെ കഴിവാണ്. നോക്കാം, നേരെ നോക്കാം, തിരിച്ചോളൂ. പതുക്കെ തിരിച്ചോ. എന്നിട്ട് ആ കാല് പതുക്കെ, ഇത്രയുള്ള കാര്യമുള്ളൂ. എന്നിട്ട് വളവുകളിൽ വെച്ചിട്ടേ ഇതേപോലെ പ്രാക്ടീസ് ചെയ്തോളൂ പഠിക്കാൻ പോകുമ്പോൾ. എന്നാലും നമുക്ക് കാർ ഓടിക്കാറാവുള്ളൂ. നന്നായി ചെയ്തു കേട്ടോ, കുഴപ്പമില്ല. ഈ കൈ പിടിച്ചോ, ആ കൈ താഴ്ത്തിട്ടോ.
ആ കൈ ഇപ്പോൾ ഒരു സിഗ്നൽ കാണിക്കാൻ എന്തെങ്കിലും പോകുമ്പോൾ എന്നുള്ള അർത്ഥത്തിൽ കൈ വെച്ചോ, ഒറ്റ കൈ കൊണ്ട് വളയ്ക്കുക. ഇപ്പം ആദർശ് കുറച്ച് സമയമായിട്ട് താഴേക്ക് നോക്കണേ ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റിൽ കാണുന്ന ഒരു പോയിൻ്റ് അതാണ്. കണ്ണ് താഴെ പോണേ ഇല്ല, അത് വേണം കേട്ടോ, അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സിംഗിൾ ഹാൻഡ് എസ് പ്ലസ് ബി എ പ്ലസ് സി, സിംഗിൾ ഹാൻഡ് എസ് പ്ലസ് ബി എ പ്ലസ് സി ചെയ്ത് നോക്കണം. തിരിച്ചോ, ഡോണ്ട് ടച്ച്, തൊടരുത്. നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ആദർശ് ചെയ്ത ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ആ കാല് മാറ്റുന്ന സമയത്ത് ചില കുട്ടികളുണ്ടല്ലോ, കാല് മാറ്റുമ്പോഴേ നിനക്ക് ആ തെറ്റ് പറ്റിയില്ല, നേരെ നോക്കി ഇങ്ങനെ ഇങ്ങനെ തിരിക്കും. ഇതെന്ത് തിരിക്കില്ല? വെട്ടിക്കല്. മനസ്സിലായില്ല? നിങ്ങൾ ശ്രദ്ധിച്ചാ? ആദർശ് നല്ല യൂണിഫോം സ്പീഡിൽ തന്നെ തിരിച്ചത്. നിങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്തോളൂ. മനസ്സിലായ? അതേപോലെ ചെയ്യണം. കാരണം ഒരു വളവിൽ വണ്ടിയൊക്കെ വരണ്ടാവും, നമുക്കൊരു ബ്രേക്ക് കൊണ്ട് ആവശ്യത്തിന് പെട്ടെന്ന് പിടിച്ച് വെട്ടിച്ചാൽ ചിലപ്പോൾ ഇടി കിടക്കും വണ്ടി. ആ യൂണിഫോമിൽ തന്നെ തിരിച്ച് പഠിക്കണം. നന്നായി ചെയ്തു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കഥ ഒന്നുകൂടി പറയാം. ജെൻറ്റിൽ ഗ്രിപ്പ് മനസ്സിലായി, സ്റ്റിയറിംഗ് സ്റ്റഡി എന്താണെന്ന് മനസ്സിലായി, യൂണിഫോം സ്പീഡ്, പുഷ് ആൻഡ് പുള്ള് മെത്തേഡ്, ഹാൻഡ് ഫോളോ ഐസ് അല്ലേ? ഹാൻഡ് ഫോളോ ഐസ് മനസ്സിലായോ? എവിടേക്ക് നോക്കുന്നുവോ ആ വശത്തേക്കാണ് നമ്മൾ തിരിക്കേണ്ടത്. അടുത്ത ഡ്രൈ സ്റ്റിയറിങ് അല്ലേ? ഡ്രൈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് തിരിക്കുന്നത് ടയറിന് വണ്ടിയുടെ പാർട്സുകൾക്ക് കേടാണെന്ന് പറയണേ. അപ്പോൾ അത് നിർത്താത്ത പുണ്യാരന്മാരില്ല. ചിലപ്പോൾ നിർത്തി തിരിക്കേണ്ടിയൊക്കെ വരും, പക്ഷെ അത് കേടാണ് വണ്ടിക്ക്. ഡ്രൈ സ്റ്റിയറിംഗ് എന്നാണ് അതിനെ പറയുക. അടുത്തത് HB എന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് എങ്ങനെ വലിക്കേണ്ടതെന്ന് പറഞ്ഞു, എങ്ങനെ താത്തണ്ടേന്ന് പറഞ്ഞു. എപ്പോഴും വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ഇട്ടേക്കണം? ഹാൻഡ് ബ്രേക്ക് ഇടാതെ ഒരിക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. ഇൻ്റർനാഷണൽ റൂൾ അനുസരിച്ചിട്ട് ഒരു വണ്ടി ഗിയറിലിട്ട് പാർക്ക് ചെയ്യാൻ പാടില്ല, ആളെ തോപ്പിച്ച് കളയും. നിങ്ങളിപ്പോൾ വിദേശത്ത് പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കണമെങ്കിൽ ന്യൂട്രൽ ഇട്ടിട്ട് വേണം വണ്ടി പാർക്ക് ചെയ്യുക. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ട് ഇറങ്ങണം കേട്ടോ, മറക്കരുത്. HB. ഗിയറിനെ കുറിച്ച് എനിക്ക് പറയാൻ പോണേ. സീറ്റ് ബെൽറ്റ് ചെക്ക് ബൈ തമ്പ്. എപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലും എന്ത് ചെയ്യണം? വിരൽ ഓടിച്ചു നോക്കണം. ഓക്സിലറി കൺട്രോൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? ഈ വൈപ്പർ, ലൈറ്റിൻ്റെ ലിവർ, ഇൻഡിക്കേറ്റർ, ഇതൊക്കെ ഗേജുകൾ പെട്ട ഭാഗങ്ങളാണ് എന്ത്? ഓക്സിലറി കൺട്രോൾസ് കേട്ടോ. ഇൻഡിക്കേറ്റർ ഇടുന്നത് ലെഫ്റ്റിലേക്ക്. എത്ര കാറകലെത്തുന്ന ഇൻഡിക്കേറ്റർ ഇടണം? ഇനിയൊരു ഓർക്കാൻ പറ്റിയ ഓർക്ക്, നമ്മുടെ ഇൻ്റർനാഷണൽ റൂൾ അനുസരിച്ച് ദിശ നിശ്ചയിക്കുന്ന 2 സീനിലാണ് ഇന്ന് വേൾഡിൽ ഇറങ്ങിയിട്ടുള്ളൂ ദിശയ്ക്ക് വേണ്ടിയിട്ട്. ഒന്ന് ഡയറക്ഷൻ സീനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കൈകൊണ്ടുള്ള സീനിൽ. അതിൻ്റെ പ്ലസ് ഇൻഡിക്കേറ്റർ. ഇപ്പം കൈകൊണ്ട് ആരും കാണിക്കുന്നില്ല, എന്താ കാണിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ മാത്രം എടുക്കാം. മനസ്സിലായോ? എത്ര കാറകലം എത്തുന്ന ഇൻഡിക്കേറ്റർ ഇടാനാ പറഞ്ഞത്? 10 കാറകലം. മറക്കരുത്. ഇപ്പം നിങ്ങൾക്ക് വലത്തെ വഴിക്ക് തിരിയണം, മിററിൽ കൂടെ നോക്കി ഒബ്സർവ് ചെയ്തു, വണ്ടിയൊന്നുമില്ല, ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് തിരിയാവോ. അപ്പം നമുക്ക് ഓൾ ഓവർ ദ വേൾഡിലുള്ള ദിശ സിഗ്നലുകൾ പഠിക്കാം. ഒന്ന് ഇൻഡിക്കേറ്റർ പഠിച്ചാ. 2 പ്രാബല്യത്തിലില്ലാത്ത എന്ത്? കൈ കൊണ്ടുള്ള സിഗ്നൽ. മനസ്സിലായ? ഓക്കെ, ഇത് 2 പഠിച്ചു വെച്ചോ. അടുത്തത് വാർണിംഗ് സിഗ്നലുകൾ. വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ ബ്രേക്ക് ഓടുമ്പോൾ എന്ത് ലൈറ്റ്? വാർണിംഗ് ലൈറ്റ് ഒക്കെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റ്, അതൊരു വാർണിംഗ് ലൈറ്റ് അല്ലേ? നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഓൺ അടിക്കുമോ ആരെങ്കിലും? ഇല്ല. ഹെഡ്ലൈറ്റ്, ഫ്ലാഷിങ് ഹെഡ്ലൈറ്റ്. പിന്നെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് ഒരു ഇതാണ്. വണ്ടിയുടെ ഹോണ് ഒരു വാർണിംഗ് സിഗ്നലാണ്. പിന്നെ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ ആരും ഒന്നും ഇടിക്കാതിരിക്കാനുള്ള ലൈറ്റ് പറഞ്ഞില്ലേ? ആ ലൈറ്റിൻ്റെ പേരെന്താ? ഹസാർഡ് ലൈറ്റ്. എന്ത് ലൈറ്റ്? ഹസാർഡ് ലൈറ്റ്. ഓ മറന്നോട്ടെ, കുഴപ്പമില്ല, ഒക്കെ പറഞ്ഞുതരാം. ഇത് ലൈറ്റാ ഹസാർഡ്. വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ ബാക്കിൽ കത്തണം ബ്രേക്കിൻ്റെ ലൈറ്റ് ഒരു വാർണിംഗ് സിഗ്നലാണ്. അകലേന്ന് അല്ലാണ്ട് ബാക്കിലോട്ടിക്കാർക്ക് എങ്ങനെ മനസ്സിലാവുക? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ലൈറ്റൊക്കെ ഒന്ന് പരിശോധിക്കണം, നല്ലൊരു സ്വഭാവമാണ് കേട്ടോ. എല്ലാ ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. ഇപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് കത്തില്ലേ? ഇല്ലേ? അത് വണ്ടിയുടെ വാർണിംഗ് സിഗ്നലാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കാർ ഓടിച്ച് പോവുക, നടു റോഡിൽ കൂടെ പോണത്, നടു കഷ്ണം മറിച്ചണ വരയുടെ കൂടെ പോണത്. അപ്പോൾ ബാക്കിലെ വണ്ടിക്കാർക്ക് നിങ്ങൾ മനസ്സിലാവും നമ്മൾ നേരെ പോകാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങണതെന്ന് മനസ്സിലാവും.
ഇടത്തെ വശത്ത് കൂടെ പോകണമെങ്കിലോ ഇടത്തെ ഭാഗത്ത് കൂടെ അവർക്കൊരു തോന്നൽ വരും എന്താ, അതും ഒരു വാർണിംഗ് സിഗ്നലാണ് കേട്ടോ. റൂളിലുള്ളതാണത്. നിങ്ങൾ സെൻട്രിൽ കൂടെ പോയിട്ട് അറ്റത്ത് ചെല്ലുമ്പോൾ വാശി പിടിക്കണം, എനിക്ക് ഇങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമോ? തെറ്റാണ്. അല്ല, എനിക്ക് വലത്തെ സൈഡിലേക്ക് തിരിയണം. അപ്പം ഞാൻ അകലേന്ന് മുതൽ വലത്തെ അറ്റത്ത് കൂടെ വരണം, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. നടുക്കൂടെ വന്നിട്ട് അങ്ങോട്ട് തിരിയാൻ വാശി പിടിക്കരുത്, അല്ലെങ്കിൽ അടുത്തടുത്ത കൂടെ വന്നിട്ട് വാശി പിടിക്കരുത്. അപ്പോൾ റോട്ടിലെ പൊസിഷൻ ഒരു വാർണിംഗ് സീനിലാണ്. അടുത്തത്, നിങ്ങൾ അകലേന്ന് ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്തു, വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടാനായിട്ട് തുടങ്ങിയെങ്കിൽ പിന്നെ അകലേന്ന് കാലെടുത്തു. അപ്പോൾ ബാക്കിലെ വണ്ടിക്ക് മനസ്സിലാവും വണ്ടി സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വേഗത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സ്ലോ ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വാർണിംഗ് സീനിലാണ്. ഇതൊക്കെ വെറുതെ കേട്ടാൽ മതി. നിങ്ങൾ ഫോട്ടോ എടുത്തില്ലേ? അതിലെല്ലാം ഉണ്ട്. വീട്ടിൽ പോയിരുന്ന ഏകാഗ്രതയിൽ വായിച്ചു നോക്കുക. നിങ്ങളുടെയും കൂടി സഹകരണമാണ് നന്നായിട്ട് പഠിക്കുള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, മറക്കരുത്. അടുത്തത് ഗീരം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അടുത്ത് പ്രിപ്പറേഷനെ കുറിച്ച് പറയാം. ഞാൻ ഇതിലൊന്നും പറയാനില്ല, ഗിയർ പറയാനാണ് പോണേ. നേരെ നോക്കുക, ഗിയറിനെ പടം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാ ഗിയർ എന്നൊക്കെ അറിയാലോ? എത്ര ഗിയറുണ്ടെന്നാണ് പറഞ്ഞാൽ മുന്നിലേക്ക് ഓടുന്നത്? 5 ഗിയർ. ഒന്ന് വായിച്ച്. ഫസ്റ്റ് ഗിയറിൽ എത്ര സ്പീഡിലാണ് പോവുക? 10 കിലോമീറ്റർ സ്പീഡ് വരെ. സെക്കൻഡ് ഗിയറിലോ 10 മുതൽ 25 കിലോമീറ്റർ സ്പീഡ് വരെ. തേർഡ് 20 മുതൽ 40 വരെ. ഫോർത്തോ 50 കിലോമീറ്റർ സ്പീഡ്. 40 മുതൽ 85 വരെ. എബോവ് 60 എന്നും പറയും. ഏതാ? 0 to 5 ആണ്. ഏത്? 0 to 5 ആണ്. അത്ര പതുക്കെ പോകാൻ പാടുള്ളൂ. ബാക്കൊക്കെ എടുക്കുമ്പോൾ ജോഗിങ് സ്പീഡാണ് പാടുള്ളൂ. അത് പഠിച്ചു വയ്ക്കുക. ഏത് ഗിയറും നിർത്തിയെടുക്കുമ്പോൾ എടുക്കേണ്ട ഗിയറുകൾ ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും. നിന്ന് കഴിഞ്ഞാൽ ആ ഗിയറിന് അതിനുള്ള ആരോഗ്യമുള്ളൂ, ശക്തിയുള്ളൂ കേട്ടോ. 5 ആൾ പോലെ 5 ഗിയർ എന്നൊക്കെ വിചാരിച്ചാൽ മതി. ഒന്നാമൻ നിൽക്കണ ഭാരം വലിക്കുന്നു, കുറച്ച് ഭാരം വലിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കണം. ഓരോ ഗിയറിടുമ്പോൾ എന്ത് ഓടണം? നിങ്ങളിവിടെ വന്നിരുന്ന് ഡ്രൈവിംഗ് ഗിയർ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ സ്വയം കമൻറ്റ് ചെയ്തോളൂ. ക്ലച്ച് അടി വരെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ നിങ്ങളെപ്പോൾ ഗിയർ പഠിപ്പിക്കാൻ പോവാം. കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നടുവിൽ ഇങ്ങനെ ആട്ടി നോക്കണതിൻ്റെ പേര് എല്ലാവരും പറ. ന്യൂട്രൽ. ഇടത് ഭാഗം ടച്ച് ചെയ്ത് ടച്ചോടുകൂടി മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ. ക്ലച്ച് അടി വരെ ചവിട്ടി ഇടത് ഭാഗം ടച്ച് ചെയ്യുക. ചെയ്തോ, കൈ പിടിച്ചു. ക്ലച്ച് അടി വരെ ചവിട്ടി കമൻറ്റ് ചെയ്യും. ക്ലച്ച് അടിവരെ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ടച്ച് ചെയ്ത് അങ്ങനെ പറയണം. ഈ കൈ വെക്കണതിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഈ ഉള്ളിലെ തൊലി ഈ തൊലിപ്പുറം മാത്രം പറഞ്ഞാൽ തൊട്ടാൽ മതി. അതിനെ പാമിങ് മെത്തേഡ് എന്നാ പറയാം. തള്ളവരിൽ താഴേക്ക് തൂങ്ങി നിൽക്കണം. പാമിങ് മെത്തേഡ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രീ ആയിരിക്കും കൈ. നോക്കി കേട്ടോ. ലെഫ്റ്റ് ടച്ച് ചെയ്ത് കമൻറ്റ് ടച്ച് ചെയ്ത് ടച്ചോടുകൂടി മുകളിലേക്ക്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്. ക്ലച്ച് അടി വരെ ചവിട്ടി ലെഫ്റ്റ് ടച്ച് ചെയ്ത് ടച്ചോടുകൂടി മുകളിലേക്ക് ഇട്ട്. ഏതാ? ഇട്ടോ. ഇനി ടച്ചോടുകൂടി താഴ്ത്തി കിട്ടാൽ ഏതാ? സെക്കൻഡ്. ടച്ചോടുകൂടി മുകളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ. ക്ലച്ച് അടി വരെ ചവിട്ടിയത് കമൻറ്റ് ചെയ്യണം കേട്ടോ. സെക്കൻഡ്. പതുക്കെ വിടിയിക്കുക. എന്നിട്ട് ഉള്ളംകൈയിലെ തൊലിയൊന്ന് പയ്യെ അടയ്ക്കുക. അപ്പോൾ തന്നെ അങ്ങോട്ട് ഇഴുകിപ്പോവും. അവിടെ നിന്ന് മുകളിലേക്ക് ഇടാം. അതേതാ? തേർഡിൻ്റെ നേരെ അടിയിലോ ഇവൻ്റെ കൈ വളരെ ബെസ്റ്റ് ടച്ചിങ് ആണ് കേട്ടോ. ഫ്രീ ഹാൻഡാണ്. ശരിക്കും ആ മൈൻഡ് അങ്ങനെ കീപ്പ് ചെയ്യണേ. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഒന്ന് കമൻറ്റ് ചെയ്തേ. ക്ലച്ച് അടി വരെ ചവിട്ടി. എല്ലാവരും കമൻറ്റ് ചെയ്യും. ചവിട്ടി ഇടത് ടച്ച് ചെയ്ത് ടച്ചോടുകൂടി മുകളിലേക്ക് ഇട്ട ഫസ്റ്റ് ഗിയർ. ക്ലച്ച് അടി വരെ ചവിട്ടി ടച്ചോടുകൂടി താഴ്ത്തി കിട്ട സെക്കൻഡ് ഗിയർ. ക്ലച്ച് അടി വരെ ചവിട്ടി ഓരോ ഗിയർ മാറി കഴിയുമ്പോൾ ക്ലച്ച് അടിച്ച് ആക്സിഡൻറ്റ് കൊടുക്കും. വണ്ടി ഓടിക്കുമ്പോഴേ വീണ്ടും ക്ലച്ച് അടി വരെ ചവിട്ടണം ഗിയർ ഇടുമ്പോൾ. സെക്കൻഡ് ഗിയറിൽ നിന്ന് മറന്നുപോയി അല്ലേ? പതുക്കെ വിടിയിക്കുക. എന്നിട്ട് കൈയൊന്നും അടയ്ക്കുക. അപ്പോൾ തന്നെ ഇഴുകി ഇങ്ങോട്ട് പോരും. എന്നിട്ട് മുകളിലേക്ക് ഇടാം. അതേതാ? തേർഡിൻ്റെ അടിയിലോ? അങ്ങനെ ഓരോ ഗിയർ മാറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ക്ലച്ച്. പോയില്ലേ? പറ്റിച്ചില്ലേ? ഞാനതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ തലയിൽ നിന്ന് മറ്റു സംഭവം പോയി. എന്ത് പോയി? 5 എണ്ണം പോയി.
കൊട്ട 0 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാ ബാച്ചിലെ പിള്ളേരോട് ചോദിക്കാറുള്ളത് ഇടത്തവടി പറഞ്ഞ തലച്ചോറ് അത് പഠിച്ചു വെച്ചേക്കണേ. എന്താ പറഞ്ഞേ? ക്ലച്ചായിട്ട് തുടർന്നു കേട്ടാ. ഇനി പറയരുത് കേട്ടാ. ഓരോ ഗിയറുമാർ നമ്മൾ കമൻറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും അകലെ നോക്കുള്ളൂ. ഞാൻ എപ്പോഴും സ്റ്റിയറിങ് സ്റ്റഡിയാക്കും. ഞാൻ എപ്പോഴും അകലെ നിന്ന് ഹോൺ അടിക്കും. ഞാൻ എപ്പോഴും അകലെ നിന്ന് ഡിഫൻസ് ഗ്യാപ്പ് എടുക്കും. അകലെ നിന്ന് ബ്രേക്ക് ചവിട്ടും. അതിനുശേഷം ഞാൻ ആക്സിഡൻറ്റ് കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടി ഗിയർ മാറും. ബ്രെയിനെ പഠിപ്പിക്കണം. ഇപ്പം നിങ്ങൾ തെറ്റി പറഞ്ഞതിന് കാരണമുണ്ട്. എന്താ പറയുക? നിങ്ങൾ കുറേ പ്രാവശ്യം കമൻറ്റ് ചെയ്തിട്ടില്ലേ മനസ്സിലായോ? ഇനി ഇവൻ ഗിയറിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചിലർ ഗിയറിടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ക്ലച്ച് ചവിട്ടി ചവിട്ടി നേരെ നോക്കി ശ്രദ്ധിക്കണേ. ചിലർ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരാം. ഒരൊറ്റ തട്ടണുണ്ട് മുകളിലേക്ക് ഒരു തള്ളു. അങ്ങനെ ഇടരുത് കേട്ടോ. അങ്ങനെ ഇട്ട് പഠിച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയാം? വണ്ടി ആക്സിഡൻ്റ് ആവും. എങ്ങനെ ആക്സിഡൻ്റ് ആവണമെന്ന് അറിയാം? സ്റ്റിയറിങ്ങിൻ്റെ വെട്ടൽ മാറില്ല. ആ ഒരു ക്യാരക്ടർ മാറില്ല. നിങ്ങൾ ഗിയറിടുന്നത് അറിയരുത്. ടെസ്റ്റിന് പോയാൽ ഒരു പ്രാവശ്യം റോഡ് തോറ്റിരിക്കും. പെട്ടെന്ന് ഗിയറിട്ട് പഠിച്ചാൽ സ്മൂത്തായിട്ട് ഗിയറിടുന്ന വരെ ഇൻസ്പെക്ടർ പാസ്സാക്കുള്ളൂ. ആരെങ്കിലും റോഡ് ടെസ്റ്റിൽ തോക്കണതിൻ്റെ അർത്ഥം 2-3 കാരണങ്ങളാണ്. ഒന്ന് താഴെ നോക്കിയിട്ട്, വണ്ടി പാളിപ്പോയിട്ട്, അകലേന്ന് ഓണടിക്കാണ്ട്, സൈക്കിളുകാരൊക്കെ അടുത്തു കൂടെ പോയി പഠിച്ചിട്ട്, പെട്ടെന്ന് ചവിട്ടിയിട്ട്, ലൈറ്റൊന്നും ഉപയോഗിക്കില്ല, പ്രോഗ്രസീവ് ബ്രേക്കൊന്നുമല്ല ഉപയോഗിക്കുക. ഈ 5 കാരണം കൊണ്ട് ആൾക്കാർ തോക്കാറ്. നിങ്ങൾ ഓരോ ഗിയറും മാറുമ്പോൾ ഇത് ചോപ്പർ നോട്ടീസിൽ പറഞ്ഞ പോലെ ചെയ്തോളൂ. ആ അക്ഷരങ്ങളൊന്ന് പറഞ്ഞ് L S H D B. ഇംഗ്ലീഷ് ചൊല്ലുന്നു മക്കളെ. പ്ലാനിങ് നെവർ ഫെയിൽസ്, പീപ്പിൾ ഫെയിൽ ടു പ്ലാൻ. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? പഠിച്ചു വെച്ചോ. ഈ പദ്ധതിയോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ട് നിങ്ങൾ ക്ലാസ് എടുത്തത്. നിങ്ങളുടെ മനസ്സിൽ വലിയൊരു പദ്ധതി ഇട്ടിട്ട് ഡ്രൈവിങ്ങിന് കയറണം. ചുമ്മാ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. ബെസ്റ്റായിട്ട് പഠിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയും പ്ലാനിങ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വെറുതെ കെട്ടിയതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ടാവും നിങ്ങൾക്ക്. ഇപ്പോൾ നല്ല ചിന്തകൾ വന്നാണ് നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച്. എന്താണ് കോക്പിറ്റ് ഡ്രില്ല്, D++M എന്താണ്, പോം എന്താണ്, ഇതൊക്കെ മനസ്സിലായില്ലേ? കുറേ കാര്യങ്ങൾ പിടികിട്ടിയ. എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, എങ്ങനെയാണ് ഗിയർ ഇടേണ്ടത്. ആ 5th ഗിയർ അത് പറഞ്ഞില്ല, പറയാം, ഒരു മിനിറ്റ്. അതായത് ഈ കൈ ഏറ്റവും വലത്തെ അറ്റത്ത് കൊണ്ടുപോയിട്ട് മുകളിലേക്ക് ഇട്ട ഏതാ പടത്തിൽ 5th ക്ലച്ച് അടി വരെ ചവിട്ടി ഫസ്റ്റ്. ഇനി ക്ലച്ച് അടി വരെ ചവിട്ടി അത് തന്നെ അടിയിലേക്ക് ഇട്ടാലോ? നരിച്ചോണ്ടി. ക്ലിയറായ? ഇനി നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം കൈ മാത്രം, കാല് മാത്രം, ഗിയർ മാത്രം ക്ലച്ച് ചവിട്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ആദർശനെ കൊണ്ട് ചെയ്യിച്ച പോലെ ഒരു കൈ കൊണ്ട് തിരിക്കലും കാല് ചേഞ്ച് ചെയ്യലും ക്ലച്ച് ചവിട്ടിയിട്ട് അതേ സമയത്ത് ഗിയർ ഇടാനും പഠിച്ചോളൂ. ലാസ്റ്റ് ഇപ്പോൾ വേണ്ട. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചറോട് പറയുക, എനിക്ക് വളവിലൊക്കെ വെച്ച് ഗിയർ ഇട്ട് നോക്കണമെന്ന് പറയാം. അവിടെ നിങ്ങളുടെ ഫൈനൽ ഡ്രൈവിംഗ് പഠിത്തമായപ്പോൾ സൂപ്പർ എക്സ്പീരിയൻസിൽ ഇറങ്ങിപ്പോവാം. വണ്ടി ഓടിച്ചിരിക്കും. കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പോമിനെ കുറിച്ച് ഒന്നുകൂടി പറയാനുണ്ട്. പോം പറയട്ടെ. P എന്താണ്? C എന്താണ്? ക്ലച്ച്. പ്ലസ് G എന്താണ്? ഗിയർ. ഹൈഫൺ ഇട്ടിട്ട് N ചെക്കിങ് എന്ന് വെച്ചാൽ ന്യൂട്രൽ ചെക്കിങ്. ഒരു വണ്ടി കയറിയിട്ടേ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ആദ്യം ക്ലച്ച് അമർത്തി ഗിയർ ന്യൂട്രാക്കാൻ. മനസ്സിലായോ? C+G N ചെക്കിങ്. വണ്ടി പിടിച്ചിട്ട് എൻജിൻ സ്റ്റാർട്ട്. ENGS എഴുതിയിട്ടില്ലേ? ഒന്നുകൂടി പറ. C+G എന്താ? ക്ലച്ച് എവിടെ പിടിച്ചിട്ട് ഗിയർ ന്യൂട്രൽ നോക്കുക. ഓക്കെ, അങ്ങനെ എഴുതാനേ പാടുള്ളൂ. ഫുള്ളായിട്ട് എഴുതിയാൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല. ഇതാകുമ്പോൾ തപ്പിച്ചെന്നോളും. അടുത്തത് C+ENG എന്നിട്ടാ ക്ലച്ച് എവിടെ പിടിച്ചിട്ട് എൻജിൻ എന്ത് ചെയ്യണം? S ചെയ്യണം. S എന്താ? സ്റ്റാർട്ടാക്കണം. കഴിഞ്ഞു. C+ എന്താണെന്ന് വെച്ചാൽ എന്താ? C എന്താ? ക്ലച്ച് ചവിട്ടി ഏത് ഗിയർ ഇടണം? ഗെറ്റ് ബൈറ്റിംഗ് പോയിന്റ്. ക്ലച്ച് അടിച്ചിട്ട് കാലും കൊടുന്ന് ബൈറ്റിംഗ് പോയിന്റ് പിടിക്കുക. പ്ലസ് എന്ത് കൊടുക്കണം? എന്നിട്ട് എന്തിടണം? റൈറ്റ് ഇൻഡിക്കേറ്റർ. റിലീസ് HB. എന്താണ് HB? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ദെൻ
2 ടൈപ്പ് മിററുകളുണ്ടെന്ന് പറഞ്ഞില്ലേ? സൈഡ് മിററിൻ്റെ പേര് കോൺവെക്സ്, സെൻട്രൽ മിറർ എത്ര ശതമാനം ബോഡി കാണണം? 1/, എത്രയാ? 5%. പകുതി ട്രാഫിക്കും പകുതി ആകാശം പോലെ സെറ്റ് ചെയ്യണം. കോൺവെക്സും സെൻട്രൽ മിററും. എന്തുവാ? ഒബ്സർവേഷൻ. നേരത്തെ പഠിച്ചില്ലേ? ഇടത്തെ വശത്ത് തുടങ്ങി. ഇടത്തെ മിറർ അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്, സെൻട്രൽ മിറർ പിന്നെ ഫ്രണ്ട് ക്ലാസ്സിൽ കൂടെ ഫ്രണ്ട് സൈഡ്, പിന്നെ റൈറ്റ് സൈഡിലെ മിറർ അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്, പിന്നെ ഇൻഡിക്കേറ്റർ സുരക്ഷിതമാണെങ്കിൽ. അതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഓക്കെ അല്ലേ? എഗെയിൻ ചെക്ക് ബ്ലൈൻഡ് സ്പോട്ട്. പിന്നെ മൂവ്, എക്സ്പെക്ട് ബ്ലൈൻഡ് സ്പോട്ട് വെഹിക്കിൾസ് ആൻഡ് ഓൾവേസ് ഗോ സ്ട്രെയിറ്റ്. പിന്നെയും അവിടുന്ന് വണ്ടികളെ പ്രതീക്ഷിക്കുക. എവിടുന്ന്? ഏത് സ്പോട്ടിൽ നിന്ന്? അമിതമായിട്ട് ആരെയും വിശ്വസിക്കരുത്. നോക്കിയപ്പോൾ വണ്ടിയില്ല, പക്ഷേ വിശ്വസിക്കരുത്, അവന്മാർ വീണ്ടും വരും. അപ്പോൾ കുറച്ച് ദൂരെ പോവാം. ഗ്രാജുവലി കം ടു ദ റൈറ്റ്. കുറച്ച് കഴിയുമ്പോൾ വേഗം ക്യാൻസൽ ചെയ്യണം. എന്ത്? ഇൻഡിക്കേറ്റർ ക്യാൻസൽ ചെയ്യണം. ഇനി അടുത്തത് LSHDB പഠിച്ചു. ഡച്ച് റിച്ച് വണ്ടി അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പ്രിക്കോഷൻ ഫോർ ഓവർടേക്കിംഗ്. എവിടെ വണ്ടി ഭാവിയിൽ നിങ്ങളിപ്പോഴല്ല, കുറേ കഴിയുമ്പോൾ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യും. ഓവർടേക്ക് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളൊന്നും വളരെ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ നിയമപരമായ സ്ഥലത്താണോ ഓവർടേക്ക് ചെയ്യുന്നത്? നിയമാനുസൃതമാണോ? സുരക്ഷിതമാണോ എൻ്റെ ഓവർടേക്കിങ് എന്ന് പറഞ്ഞാൽ? എതിരെ നിന്ന് വണ്ടി ഉണ്ടോ? ബാക്കിൽ നിന്ന് വണ്ടി വരണ്ടോ? ഈ വണ്ടി സ്പീഡ് കുറച്ച് തരുമോ? എനിക്ക് മഴക്കാലമാണോ? എനിക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഔട്ട് എൻ്റെ വണ്ടി സ്കിഡായി പോവുമോ? ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഔട്ടാനായിട്ട് ഇട വരുമോ? ഇങ്ങനെ സുരക്ഷിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. നല്ല റോഡാണോ? ചവിട്ടുമേൽ അപകടത്തിൽ പോയി പെടുന്ന റോഡുകളാണോ എന്നൊക്കെ നോക്കണം. കഴിയുന്നതും ബ്രേക്ക് ചവിട്ടാതെ നല്ല സ്പേസുള്ള സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ഓവർടേക്ക് ചെയ്ത് വിത്ത് ഇൻഡിക്കേറ്റർ, വിത്തൗട്ട് ബ്രേക്ക് കം ടു ദ ലെഫ്റ്റ്. കേട്ടോ? ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോഴേ ഈ വണ്ടി സ്പീഡ് കൂട്ടുന്നു വിചാരിക്കണം. ഏത് വണ്ടി? ലെഫ്റ്റ് സൈഡിലെ വണ്ടി. അതനുസരിച്ചിട്ട് നമുക്ക് സ്പേസ് വേണം. അത് തന്നെയല്ല, എതിരേന്ന് അകലേന്ന് വണ്ടി വരാൻ പാടില്ല. ഇതിനെ കടന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡ്. ഇത്ര സുരക്ഷിതത്വം നോക്കണം. ആദ്യം നിയമാനുസൃതമായ സ്ഥലമാണോ? എന്താ നിയമാനുസൃതം? നാളെ ചെറുക്കനെ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറ്റിക്കാനായിട്ട് ഇല്ലിപ്പറയിൽ വെച്ച് പറഞ്ഞേ ഒരു സൈക്കിൾ പോണ്ടായിരുന്നു. നടുവിൽ വെള്ളവരെ നീട്ടി വരച്ചിട്ടുണ്ട്. അവനോട് പറഞ്ഞു, മോനെ ഓട്ടയ്ക്ക് പൊക്കട, അവനെ കയറി പൊക്കളാൻ പറഞ്ഞു. ആ പാവം പയ്യൻ പൊട്ടാൻ, സന്ദീപ് എന്നവൻ്റെ പേര്. അവൻ എന്ത് ചെയ്തു? സാറ് പറഞ്ഞല്ലേ എന്ന് കരുതി ആ പാവം കൊണ്ട് ഓട്ടയ്ക്ക് ഇത് കയറിപ്പോയി. സൈക്കിളിലൊക്കെ കടന്നു പോയി. അവിടെ എന്തുണ്ടായിരുന്നു? നീളത്തിൽ വെള്ളവര ഉണ്ടായിരുന്നു. നീളത്തിൽ വെള്ളവര വരച്ച സ്ഥലത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓട്ടയ്ക്കാൻ പാടില്ല. അവരെ ഓട്ടയ്ക്ക് ചെയ്തു. അപ്പം തന്നെ വണ്ടി നിർത്തിക്കളെ പറഞ്ഞു, ഫെയിലാക്കി അവനെ. മഞ്ഞവരാണെങ്കിൽ ചക്രം തൊടാനും കൂടി പാടില്ല. നിങ്ങളങ്ങനെ ടെസ്റ്റ് എടുക്കുമ്പോൾ വെള്ളവരെ കണ്ടു കഴിഞ്ഞാൽ വഴിക്ക് പോരുന്നിട്ടാ ഓട്ടയ്ക്ക് ചെയ്യാൻ പാടില്ല. സൂക്ഷിച്ചോളൂ. മനസ്സിലായോ? അപ്പോൾ നിയമാനുസൃതമായ സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. നോ ഓവർടേക്ക് എന്നൊരു ബോർഡ് വെച്ചേക്കണ്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ട. വരെയൊന്നും വേണമെന്നില്ല ഓവർടേക്ക് ചെയ്യാൻ. വളവിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ട. കയറ്റിറക്കത്ത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ട. ഒരു വണ്ടി പിന്നീട് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി കൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ട. ഇതൊക്കെയാണ് നിയമാനുസൃതമായ കാര്യങ്ങൾ. ഒക്കെ ചിന്തിക്കണം. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ സുരക്ഷിതമാണോ എൻ്റെ ഓവർടേക്ക്? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്ക് ഈ ഓവർടേക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇതൊന്നും ഒഴിവാക്കിക്കൂടെ? എനിക്ക് സ്വയം വിലയിരുത്താം. ഞാൻ ഈ അപകടത്തിൽ ഈ സമയത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട ഓവർടേക്കിൻ്റെ ഒരു ആവശ്യം എനിക്കുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അടുത്താണ് ഡച്ച് റിച്ച്. നമ്മൾ കാറ് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് അങ്ങനെ വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിയിലിരിക്കുന്ന ആളെല്ലാം ഇരിക്കണേ. വഴിക്കൂടെ പോണ ബൈക്ക് ഇടിച്ചിട്ട് ആൾക്കാർ ലോറിയുടെ അടിക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഒരിക്കലും വലത്തെ കൈ കൊണ്ട് ഡോറ് തുറക്കരുത്, ഇടത്തെ കൈ കൊണ്ട് ഡോറ് തുറക്കാം. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ തിരിയുമ്പോൾ അവിടെ നിന്ന് വരുന്ന ബൈക്കുകാരെ അടുത്ത് കൂടെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് തുറക്കണതിന് മുമ്പ് കാണാൻ പറ്റും. ഒരു ഫാമിലി ആയിരിക്കും പറഞ്ഞത്, കുഞ്ഞുമോള്, മോൻ, അപ്പൻ, അമ്മ ഒക്കെ കയറി വരണ്ടാവും. ഇവിടെ വണ്ടി പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ അവർ വണ്ടി ഇടിച്ച് ലോറിയുടെ അടി പൈസ. എത്രയോ വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കിടയ്ക്ക് ഓഫീസർമാരെ അവർ ഇതിട്ട് കാണിച്ചു തരും, പിള്ളേരെ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലത്തെ കൈ കൊണ്ട് ഒരിക്കലും ഡോറ് തുറക്കരുത്. ഏത് കൈ കൊണ്ട് തുറക്കണം? എടുത്ത. അതിൻ്റെ പേരാണ്, ഡച്ചുകാരാണ് ഈ സൂത്രം കണ്ടുപിടിച്ചത്. ഡച്ച് റിച്ച് എന്നാണ് അതിൻ്റെ പേര്. ഇതിങ്ങനെ തുറക്കണം. നെവർ. എനിക്ക് ആ ക്ലാസ് കിട്ടിയതിന് ശേഷം ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാറുള്ളൂ.
എന്ന് നോക്കും. ഈ പേടിച്ചിട്ട് വല്ല വണ്ടി വരണ്ടോന്ന്. ആ ഇടിച്ച് വീട് വണ്ടിയുടെ അടിയിൽ പോയി അറിയണതൊക്കെ ഞങ്ങൾക്ക് എൻ്റെ കണ്ണുകൾ കണ്ടേ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇടത്ത് വശത്തെ സ്റ്റിയറിങ്, റൈറ്റ്? നമുക്ക് ഏത് വശത്തെ സ്റ്റിയറിങ്? റൈറ്റ് സൈഡ്. അവിടെയാ? അവിടെ ഒരു ഡ്രൈവർ ആണെങ്കിൽ അപ്പോൾ ഏത് കൈ കൊണ്ട് തുറക്കണം? റൈറ്റ് കൈ കൊണ്ട് തുറക്കണം. ബാക്കിലിരിക്കുന്ന വണ്ടികൾ ഡോറ് തുറക്കുമ്പോൾ, വണ്ടിക്ക് യാത്രക്കാർ ഡോറ് തുറക്കുമ്പോൾ ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? നമ്മൾ വലിച്ചു പറയണം, തുറക്കരുത് തുറക്കരുത്, ഞാൻ പറഞ്ഞിട്ട് തുറന്നാന്ന് പറയണം, വിളിച്ച് പറയണം, ആരും തുറക്കരുത് പറയണം. എന്നിട്ട് അവരോട് വലത്തെ കൈ എടുത്ത് കഴിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരോട് പറയാം വണ്ടി തുറക്കരുത്, ഞാൻ പറയുമ്പോൾ തുറന്നാന്ന് പറയാം, എന്നിട്ട് തുറക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു ഡച്ച് റീച്ചായി. മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് ഡച്ച് റീച്ച്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം കഴിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇനി ഓരോരുത്തരെ കയറ്റിയിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഗിയറല്ല ഇട്ടു കറക്റ്റായിട്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടിച്ചില്ല അല്ലേ? സീറ്റ് ശരിയാക്കി. സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിപ്പിച്ചു തരാം. സീറ്റ് ബെൽറ്റ് പിടിക്കുമ്പോഴേ ഒരു ഭംഗിയിൽ കൊണ്ടുപോളൂ. പറഞ്ഞുതരാം, നോക്കൂ. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ടുപോകണത് ഒരു ഭംഗിയാണ്, താലം പിടിക്കുന്ന പോലെ. അത് കൊണ്ടുപോയി എന്നിട്ട് ഈ വള്ളിയുമ്പോൾ പിടിച്ച് അത് ഇപ്പുറത്തെ കൂടെ പിടിക്കും. ഇതങ്ങനെ പിടിക്കണത് ഭംഗി. എന്നിട്ട് പതുക്കെ വലിച്ചിട്ടേ ഈ കൈയില്ലേ, ഈ അടുത്ത കൈ ഈ ക്ലിപ്പുമ്മ വട്ടം പിടിക്കും. വട്ടം ഇതങ്ങനെ പിടിക്കണത് ഭംഗി. ഇതാ കൈ മുകളിലേക്ക് പോട്ടെ, ഉള്ളിക്കോട്ടെ പോയിട്ട് ഡബിൾ വലിക്കും. ഇനി ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പഠിച്ച് പ്രസ് ചെയ്യാണ്ട് വലിച്ച് 7 പൊട്ടൽ. ഈ എന്തായാലും ആദർശനെ കൊണ്ടൊന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള പരിപാടിയില്ല. വലിച്ചോ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചു, വണ്ടി കയറി, സീറ്റ് ശരിയാക്കി, സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടു, മിററൊക്കെ ചെക്ക് ചെയ്തു, റൈറ്റ്? ഡോറുകളൊന്നും ഓപ്പൺ അല്ല. ദെൻ യു ക്യാൻ സ്റ്റാർട്ട്. അല്ലല്ല, മുകളിലേക്ക് വലിച്ചു വയ്ക്കണം. വണ്ടി പുറപ്പെടാൻ നേരത്താണ് ഇത്. ആദർശ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു പഠിച്ചോ? പേപ്പർ ഇടച്ചോ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞ എല്ലാവരും എന്താ ചെയ്തു? ഡോറ് ചെക്ക് ചെയ്തു, ഉള്ളിൽ കയറി ഇരുന്നിട്ട്. പിന്നെ സീറ്റ് സെറ്റ് ചെയ്തു. പറ, D+M അല്ലേ? അടുത്തത് സ്റ്റിയറിംഗ് ചെക്ക് ചെയ്തു, പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു, മിററുകൾ ചെക്ക്, ഒബ്സർവേഷൻ നടത്തി. ക്ലിയർ ആയോ? അടുത്തത് എന്താ ചെയ്യണ്ടേ? ക്ലച്ച് ചവിട്ടി. ഞാൻ പറഞ്ഞുതരാം, മറന്നിട്ടാ, നേരെ നോക്കിക്കോ. ക്ലച്ച് ചവിട്ടിയോ? ക്ലച്ച് ചവിട്ടി ചെക്ക് ചെയ്തു. C+G എഴുതിയിട്ടില്ലേ? ഓക്കെ. ഇനി ആദർശന് കീ തിരിച്ച് ക്ലോക്ക് വൈസിൽ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ സ്റ്റാർട്ടാവും. വിട്ടോ എന്നിട്ട് തിരിച്ച് സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തോ? വിട്ടോ. ഇപ്പോഴത്തെ എല്ലാ മോഡൽ കാറുകൾക്കും ക്ലച്ച് ചവിട്ടി പിടിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ, മറക്കരുത്. ഓട്ടോമാറ്റിക് ഗിയറാണ് നിങ്ങൾ ഓടിക്കണമെന്ന് വെച്ചാൽ ബ്രേക്ക് ചവിട്ടി പിടിച്ചാലേ സ്റ്റാർട്ടാവുള്ളൂ. ക്ലച്ചില്ലേ അതിന്, ബ്രേക്ക് ചവിട്ടി പിടിച്ചില്ല വണ്ടി സ്റ്റാർട്ടാവില്ല. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടായില്ലേ? ഇനി ക്ലച്ച് അമർത്തുക. ഏത് ഗിയർ ഇടണം? ഫസ്റ്റ് ഗിയർ. ഒന്ന് കമൻറ്റ് ചെയ്യ് എല്ലാവരും. ക്ലച്ച് അടി വരെ ചവിട്ടി ഇടത് ടച്ച് ചെയ്ത് ടച്ചോടുകൂടി മുകളിൽ വീട്ടിൽ പറ്റുന്ന എഴുതി വെച്ചോളൂ. ഒന്നുകൂടി കമൻറ്റ് ചെയ്യ്. ക്ലച്ച് അടി വരെ അമർത്തി. കുഴപ്പമില്ല, ഞാൻ പറയാം. ലെഫ്റ്റ് ടച്ച് ചെയ്ത് ടച്ചോടുകൂടി കമൻറ്റ് ചെയ്ത ബ്രെയിൻ പഠിക്കും. നമ്മുടെ കമൻറ്റ് ചെയ്യുമ്പോൾ ഉറങ്ങി കിടക്കുന്ന ബ്രെയിൻ അത് കൃത്യമായിട്ട് കാച്ച് ചെയ്യും. ഒന്നുകൂടി പറ. ഓഫായിക്കോട്ടെ, കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം. ക്ലച്ച് ചവിട്ടി ഇടത് ടച്ച് ചെയ്ത് മുകളിലേക്ക് സ്റ്റാർട്ടായി. ഇനി വണ്ടി സ്റ്റാർട്ടായി, ഇത് ഓഫായിപ്പോയി. ട്രാഫിക്കിൽ വെച്ച് അങ്ങനെ ഓഫായാൽ ക്ലച്ച് ചവിട്ടി പിടിച്ച് വീണ്ടും തിരിച്ചോ. ഗിയറിന് ഊട്ടാക്കണമെന്നില്ല, വണ്ടി സ്റ്റാർട്ടാവും. ക്ലച്ച് ചവിട്ടി പിടിക്കുക, ക്ലച്ച് ചവിട്ടി പിടിക്കുക, ഫുള്ള് ചവിട്ടി പിടിക്കുക. അപ്പോൾ സ്റ്റാർട്ടായി.
അപ്പം ക്ലച്ച് അടയ്ക്കരുത്, ഒട്ടും അടയ്ക്കരുത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ വിട്ടോ, അടിച്ച വഴി എടുത്താൽ മതി, അടിച്ച വഴി വിട്ടോ വിട്ടോ. അതിന് ചെറിയ സെൻസറിന് പിള്ളേർ ഇത് തിരിച്ച് കേടാക്കിയിട്ടുണ്ടാകുന്ന സെൻസർ പ്രോബ്ലം. തിരിച്ചോ സ്റ്റാർട്ടായിക്കോളും വിട്ടോ, സ്റ്റാർട്ടായി. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പം ഏത് ഗിയറിലാണ് എടുക്കണേ? ഇനി പതുക്കെ ഒരു പൊടിക്ക് ക്ലച്ച് അടിക്കും, പൊടിക്ക് അവിടെ കിട്ടും മതി. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക, കുറച്ച് കൊടുക്കുക, അവിടെ വെക്കട്ടെ. അത് കോൺസ്റ്റൻ്റായി പിടിച്ചോ, അവിടെ വെക്കട്ടെ. റിലീസ് HB. ഓക്കെ, ഇൻഡിക്കേറ്റർ റൈറ്റ്, താഴേക്ക് തട്ട്. ഇൻഡിക്കേറ്റർ കത്തണ്ടോ? കത്തല്ലേ? ഉവ്വ. ലുക്ക് ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, മിറർ ചെക്ക് ചെയ്താ? വണ്ടിയൊന്നും വരലില്ല. ഇത് ഇനി പതുക്കെ മൂവ് ചെയ്തോ, മെല്ലെ ക്ലച്ച് അടിച്ചോ, മെല്ലെ ക്ലച്ച് അടിച്ചോ. ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോവാ, പതുക്കെ പോയാൽ മതി. ക്യാൻസൽ ഇൻഡിക്കേറ്റർ, ക്യാൻസൽ ഇൻഡിക്കേറ്റർ. മതി. ഏത് ഭാഗം ചേർന്ന വണ്ടി ഓടിക്കണ്ടേ? ഏത് ഭാഗം ചേർന്ന ഡ്രൈവർ വണ്ടി ഓടിക്കുക? ഇടത് ഭാഗം ചേർന്ന്. ഇനി ബ്രേക്കും ക്ലച്ചും കൂടി ചവിട്ടിയെടുത്ത്, ബ്രേക്കും ക്ലച്ചും ഈക്വലായിട്ട് ചവിട്ടിയെടുത്ത്. മുന്നിലൊരു വണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഗ്യാപ്പ് ഇട്ട് റെഡി ആയിരിക്കണം. നമ്മൾ ബ്രേക്കും ക്ലച്ചും കൂടി ചവിട്ടിയെടുത്ത വണ്ടി ക്ലച്ചും കൂടി ചവിട്ടണം, അല്ലെങ്കിൽ എഞ്ചിൻ ഓഫായി പോകും. അത് പഠിപ്പിക്കാൻ വേണ്ടി നിർത്താൻ പറഞ്ഞ്. ഒരല്പം മൂവ് ചെയ്യുമ്പോൾ നിർത്തേണ്ടി വന്നാൽ ഫസ്റ്റ് ഗിയറിലായതുകൊണ്ട് ബ്രേക്ക് ക്ലച്ച് ഈക്വലായിട്ട് അമർത്തണം. നല്ല സ്പീഡിൽ പോണൊരു കാറാണെങ്കിൽ ബ്രേക്ക് ചവിട്ടി വാക്കിംഗ് സ്പീഡിലേക്ക് വരുമ്പോൾ ക്ലച്ച് ചവിട്ടിയാൽ മതി. അത് പഠിപ്പിക്കാൻ വേണ്ടി നിർത്താൻ പറഞ്ഞതാണ്. ഒന്നും കൂടി ഇപ്പോൾ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വരയുടെ പേരെന്നാ? ഓവർടേക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് അല്ലേ? ഈ ബ്രോക്കൺ ലൈനുള്ള വഴിയിൽ എന്ത് ചെയ്യാം? എത്ര അകലേന്ന് ഇൻഡിക്കേറ്റർ ഉണ്ടോ അത്ര സേഫ് ആയിരിക്കും. എന്നിട്ട് മിററിൽ കൂടെ നോക്കി വണ്ടിയിലാന്ന് ഉറപ്പാക്കിയിട്ട് വി ക്യാൻ ഓവർടേക്ക് ബൈ ദ റൈറ്റ് സൈഡ്. മനസ്സിലായോ? അവിടെ മിററൊക്കെ യൂസ് ചെയ്യണം, ഇൻഡിക്കേറ്റർ ഇടണം, മസ്റ്റാണ്. ഏത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യേണ്ടത്? ഇതിന് കാരേജ് വേ എന്ന് പഠിച്ചു വെച്ചോ. ഇത് ലെഫ്റ്റ് കാരേജ് വേ, റൈറ്റ് കാരേജ് വേ. ഈ കാരേജ് വേയുടെ കൂടെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഈ കാരേജ് വേ ഓവർടേക്കിങ്ങിനുള്ളതാണ് കേട്ടോ. ഈ കാരേജ് വേയിലിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. സുരക്ഷിതമാണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യാം. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇൻഡിക്കേറ്റർ ഇടാം, മിറർ വാച്ച് ചെയ്യുക, കം ടു ദ ലെഫ്റ്റ് സൈഡ്. മനസ്സിലായോ? അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണം. ഓക്കെ, ഇനി നിനക്ക് ഇറങ്ങാം. എൻജിൻ ഓഫ് ചെയ്തോ.